എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹം സംവാദത്തിന് ചേരാത്ത ഒന്നായി തീർന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള ഒരാളുടെ മൗലികമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മളുടെ ബോധ്യങ്ങളെ തുറന്ന് അവതരിപ്പിക്കുന്നതിനുള്ള വേദികൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും അനിവാര്യമായ ഒരു സംഗതി. ആ ദൗത്യത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഇക്കാലഘട്ടത്തിലെ പുരോഗമന ചിന്തകരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അത് ഏറ്റെടുത്തിരിക്കുന്ന ഈ മാനവം സ്വതന്ത്ര ചിന്താവേദിയെ വലിയ തരത്തിൽ പിന്തുണയ്ക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. യോഗ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ തന്നെ വലിയ തരത്തിൽ ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ജൂൺ 21-ാം തീയതി അന്തർദേശീയ യോഗാ ദിനമായി ഐക്യരാഷ്ട്രസഭ അവരുടെ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ലോകത്തിന് സാഹോദര്യവും ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ഹെൽത്ത് എന്നാണ് അവരുടെ ഈ യോഗാ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഒരു കാരണമായി അവർ അവതരിപ്പിക്കുന്നത്. ആരോഗ്യ പരിപാടിയുടെ ഭാഗമായാണ് ലോകത്ത് അന്തർദേശീയ സംഘടനയായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഈ യോഗാ ദിനം ആചരിക്കുന്നത്. എന്താണ് യോഗയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം? എന്തുകൊണ്ട് നമ്മൾ യോഗയെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു? അത് നമ്മുടെ ആരോഗ്യ പരിപാലന മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭാവന നൽകുന്നുണ്ടോ? തുടങ്ങിയതൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഒരു ജനതയെ മുഴുവൻ ചിട്ടയായ ഒരു അഭ്യാസത്തിലൂടെ ഏകീകൃതമായ ഒരു സ്വഭാവത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഏതെങ്കിലും തന്ത്രം ഇതിൻ്റെ പിറകിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ആരോഗ്യം, രാഷ്ട്രീയം, സാമൂഹികം, സാംസ്കാരികം തുടങ്ങിയിട്ടുള്ള പല തലങ്ങളിലേക്ക് യോഗ എന്ന ഒരൊറ്റ സംജ്ഞ ഇപ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഈ വിഷയം അവതരിപ്പിക്കാനായി നമുക്ക് ഇപ്പോഴുള്ളത് ശ്രീ ഡോക്ടർ വിനോദ് കുമാർ. അദ്ദേഹം കോട്ടക്കൽ ആയുർവേദശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അതുമാത്രമല്ല അവിടെ ക്രിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘടനയുടെ ആസൂത്രണ കാലത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസിംഗ് ബോഡിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. ക്ലിനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യോഗ ആൻഡ് ആയുർവേദത്തിൻ്റെ ഇത്തരം രോഗനിവാരണ സാധ്യതകളെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഒരു സംവിധാനത്തിൻ്റെ ആരംഭ പ്രവർത്തകരിൽ ഒരാളാണ്. ആദ്യമായി വിഷയം അവതരിപ്പിക്കുക അദ്ദേഹമായിരിക്കും. ഓരോ സംവാദകൻ രണ്ടാമതായിട്ട് ഇതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഓർത്തോപീഡിക് വിഭാഗത്തിൻ്റെ മേധാവിയായി റിട്ടയർ ചെയ്ത ഡോക്ടർ സി വിശ്വനാഥൻ, യുക്തിയുഗം മാസികയുടെ പത്രാധിപർ, സ്വതന്ത്ര ചിന്തകൻ, കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തെ വലിയ തരത്തിൽ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവാദകൻ. അദ്ദേഹത്തെയും രണ്ടുപേരെയും നമ്മൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സംവാദത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിനോദ് കുമാറാണ്. അദ്ദേഹത്തിന് അരമണിക്കൂർ സമയമാണുള്ളത് ആദ്യത്തെ അവതരണത്തിന്. അത് കഴിഞ്ഞ് വിശ്വനാഥൻ ഡോക്ടറുടെയും അവതരണം അരമണിക്കൂർ. അത് കഴിഞ്ഞ് വീണ്ടും നേരത്തെ അവതരിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിശദീകരണത്തിനോ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനോ വീണ്ടും അരമണിക്കൂർ വീതം രണ്ടുപേർക്കും അനുവദിക്കും. അതിനുശേഷം അരമണിക്കൂർ വീതം രണ്ടുപേർക്കുമായി സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് കൂടി അരമണിക്കൂർ വീതം അനുവദിക്കും. ആദ്യമായി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് ഡോക്ടർ വിനോദ് കുമാറിനെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. യോഗ എന്നുള്ള വാക്കിനേക്കാൾ കുറച്ചുകൂടി ഭേദം യോഗം എന്നുള്ളൊരു വാക്കായിരിക്കും. കാരണം യോഗ എന്നുള്ളത് ആംഗലേയവൽക്കരിക്കപ്പെട്ടൊരു വാക്കാണ്. രാമൻ എന്നുള്ളതിന് രാമ എന്ന് പറയുന്നത് പോലെ യോഗ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ പരിസരം ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് കഴിഞ്ഞ 2 വർഷങ്ങളായി ലോകമെമ്പാടും ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിലാവാം. മാറി വന്ന ഭരണകൂടം യോഗയെ കൈകാര്യം ചെയ്യുന്ന രീതി കൊണ്ടാവാം. ഇതൊക്കെ എല്ലാം കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാവാം യോഗ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഭാരതീയതയിൽ ഊന്നു നിന്നുകൊണ്ട് ഉള്ള അമിതമായ അവകാശവാദങ്ങൾ യോഗയെ പോലെ, ആയുർവേദത്തെ പോലെ, വാസ്തുവിദ്യയെ പോലെ ഉള്ള ശാസ്ത്രങ്ങളെല്ലാം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ വളരെ ഭീതിജനകമാണ്, സംശയമില്ലാത്ത കാര്യം. അതിന് ഇടയ്ക്ക് മതം കയറി വരും. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാവരും കൂടി ഒരു ഗ്രൗണ്ടിലിരുന്ന് ഒരു ഫാസിസ്റ്റ് രീതിയിൽ
ചെയ്യുന്ന ചില ചടങ്ങുകൾ വരും. കൂട്ടത്തിൽ ആത്മീയത കൂട്ടിച്ചേർത്തുകൊണ്ട് ചില ആൾക്കാർ അതിനെ കച്ചവടം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആത്മീയതയുടെ ഡെഫിനിഷൻ നിർവചനം പോലും പ്രധാനപ്പെട്ടതാണ്. അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആചാരബദ്ധമായി ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഒരു പട്ടാള ചിട്ട വരും. ഇതിങ്ങനെ ചെയ്താൽ മാത്രമാണ് ശരി, ഇതിൽ കടുകിട വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ തകരാറിലാക്കാൻ പോവാണ് എന്ന് പറയുന്ന തരത്തിൽ അത് മതപ്രബോധനത്തിന്റെ ഒരു ഭാഷയാണ്. അതൊക്കെ യോഗയിലും ആയുർവേദത്തിലും ഒക്കെ കടന്നു വരുന്ന ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. ശരി ഏത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ വ്യക്തികളുടെ അനുഭവമാണോ പ്രധാനം, ആൾക്കാരുടെ അവകാശവാദങ്ങളാണോ പ്രധാനം എന്നുള്ള തരത്തിൽ തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇത് കൂടി പിണഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിന്ന് യോഗയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതിന് ആൾദൈവങ്ങളുമായിട്ടുള്ള ബന്ധം വേറൊരു വിഷയമാണ്. പേരെടുത്ത് പറയാതെ തന്നെ നമുക്കറിയാം ആരൊക്കെയാണ് യോഗയെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതങ്ങനെയാണോ വേണ്ടതെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് നമ്മുടെ വിഷയം ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറവായതുകൊണ്ട് രോഗശമനത്തിന്റെ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഒരു ആമുഖം എന്നുള്ള രീതിയിൽ രാജ്യത്ത് നടന്നിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. ഒന്ന്, അന്താരാഷ്ട്ര യോഗ ദിനത്തിന് പ്രധാനമന്ത്രി മുൻകൈയെടുത്തുകൊണ്ട് കിട്ടുന്ന ഒരു പ്രമോഷൻ, അതിന്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഈ ഒരു സമയം അതിൻ്റെ അല്ലാത്തത് കൊണ്ട് യോഗ ഒരു ഫാഷനായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിലും വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം ശാസ്ത്രത്തിൽ പോലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ശാസ്ത്രം അന്വേഷണത്തിൻ്റെതാണ്. അന്വേഷണത്തിന്റെ അപ്പുറത്തേക്കുള്ളൊരു വിശ്വാസം ഏത് ശാസ്ത്രത്തിന്റെ യുക്തിയെയും തളർത്തുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കാരണം ആൾക്കാരുടെ ഒരു അരക്ഷിതാവസ്ഥ, ആരോഗ്യത്തിന്റെ കാര്യത്തിലുള്ള അരക്ഷിതാവസ്ഥ, വിശ്വാസത്തിന്റെ പേരിലുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് ആൾക്കാരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ചില കാര്യങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു എന്നുള്ളൊരു ഒരു ശാസ്ത്രബാഹ്യമായ, ശാസ്ത്രയുക്തിക്ക് അതീതമായ ഒരു അവസ്ഥയിലേക്ക് ആൾക്കാരെ കൊണ്ട് ചെന്നെത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇംപ്ലിക്കേഷൻസ് യോഗയിലുണ്ട് എന്നർത്ഥം. മറ്റു രാജ്യങ്ങളിലെ ആൾക്കാർ ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് ഇത് കേമമാണ് എന്ന് പറയുന്നതും എത്രത്തോളം ആശാസ്യമാണെന്നുള്ളത് ആലോചിക്കേണ്ടത്. കാരണം പലപ്പോഴും നമ്മൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് ആയുർവേദത്തെ അന്വേഷിച്ചും യോഗ അന്വേഷിച്ചും വരുന്ന ആൾക്കാർ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കോട്ടക്കൽ താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ള അവർക്കെന്തോ നഷ്ടപ്പെട്ടു പോയ ഒരു മതവിശ്വാസമോ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യം അവരുടെ രാജ്യത്ത് ഇല്ല എന്നവർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഇന്ത്യയിലുണ്ട് എന്ന് വിശ്വസിച്ച് വരുന്ന ആൾക്കാരാണ് പലപ്പോഴും ആയുർവേദത്തിൻ്റെയും യോഗയുടെയും ഒക്കെ വക്താക്കളായിട്ട് മാറുന്നത്. അത് അവിടുത്തെ ജനതയുടെ ഭൂരിപക്ഷമാണ് എന്നുള്ള അവകാശവാദമുണ്ടെങ്കിലും അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള ചർച്ചാ വിഷയമാണ്. ഭൂരിപക്ഷമൊന്നും അല്ല ഒരിക്കലും. പക്ഷേ യോഗ ആയുർവേദത്തെക്കാൾ കൂടുതൽ അന്യരാജ്യങ്ങളിൽ അതിൻ്റെ പ്രാക്ടീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റൊരു പ്രശ്നമുള്ളത് ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു തരം ആനന്ദം, നമ്മൾ മെസോക്കിസം എന്നൊക്കെ വേറെ മാനസിക രോഗത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെ ശരീരത്തെ പീഡിപ്പിക്കുന്നത് കൊണ്ട്, കാരണം ഞാൻ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾക്ക് പരിഹാരം ഞാൻ ശരീരത്തെ പീഡിപ്പിക്കലാണ് എന്ന് പറയുന്ന തരത്തിൽ യോഗ ചെയ്യുകയും അതിൽ വിശ്വസിക്കുകയും അതിൽ ആനന്ദം ഉണ്ടാക്കുകയും ചെയ്യുന്ന തീവ്രവാദപരമായിട്ടുള്ള നിലപാടെടുക്കുന്ന ചില ആൾക്കാരെ നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലുണ്ട്. ഞാൻ ഈ പടം കാണിച്ചത് അദ്ദേഹം അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അതൊരു പോസ്റ്റർ, ആ പോസ്റ്റർ മനുഷ്യസാധ്യത്തിനപ്പുറത്തേക്കുള്ളൊരു പോസ്റ്ററാണ്. ഇതാണ് യോഗ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിനുണ്ട്. ഇങ്ങനെ പെർഫെക്ഷനിസ്റ്റുകളായിട്ട് മാറലാണ് യോഗയുടെ ഉദ്ദേശ്യം എന്ന് പറയുന്ന, അതിൽ കടുകിട മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം കൂടാൻ പോവുകയാണ്. ഈ ഒരു ഒബ്സഷൻ്റെ അവസ്ഥയിലേക്ക് ചില ആൾക്കാർ വളരെ പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരും. ചില ആൾക്കാർ ഇപ്പോൾ അവിടെ ക്ലാസ് എടുക്കുമ്പോഴേ നമ്മളൊരിക്കലും, ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിൽ കടുകിട മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം മുഴുവൻ തകരാറിലാവാൻ പോവുകയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണങ്ങളും കൊടുക്കാതെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില ആൾക്കാർ അടുത്ത ദിവസം വന്ന് ചോദിക്കുന്നത് സൂര്യ നമസ്കാരം ചെയ്തപ്പോൾ 9 പ്രാവശ്യം ചെയ്യേണ്ടതിന് പകരം 10 പ്രാവശ്യം ചെയ്തു പോയി, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് മാത്രം എൻ്റെ BP കൂടിയെന്നാണ്. ഈ സ്വഭാവമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്തും ആസക്തിയാണ്. അത് ചിലപ്പോൾ വിശ്വാസമാവാം, ചിലപ്പോൾ ആരാധനയാവാം. എന്തിനോടും ആസക്തി പ്രകടിപ്പിക്കുക എന്നുള്ളത് അത് യോഗയോടുമാവാം. അപ്പോൾ അങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഒരു സന്യാസി പാരമ്പര്യത്തെ നമുക്ക് ഒരുപാട് യോഗയിൽ കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഒരു വാലിഡിറ്റി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്കൊന്നും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മയക്കുമരുന്നിന് പകരം യോഗയെ ഉപയോഗിച്ച ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തലച്ചോറ് പൊട്ടിയിട്ട് ബ്രഹ്മരന്ധ്രം വഴി എന്തൊക്കെയോ പുറത്തേക്ക് പോകുമ്പോഴാണ് യോഗസിദ്ധി ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുകയും മോക്ഷം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള അവസ്ഥയാണ്, പുനർജന്മത്തിലേക്ക് പോവാതിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ള രീതിയിൽ മോക്ഷവും പുനർജന്മവുമായി ബന്ധപ്പെടുത്തി യോഗയിൽ വിശ്വാസം അർപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ യോഗയെ പരിശോധിക്കേണ്ടതെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അത് കൂട്ടത്തിൽ തന്നെ ഇതിനെ കച്ചവടമായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നൊരു വിഷയമാണ്. ഇത്തരം ആൾക്കാർക്ക് ഒരു മടിയുമില്ലാതെ എല്ലാ ഇന്ത്യൻ ശാസ്ത്രങ്ങൾക്കും ഇന്ത്യൻ എന്ന് വിശേഷിക്കപ്പെടുന്ന എല്ലാ ശാസ്ത്രങ്ങളെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ യോഗ്യരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അത് യോഗ ആസനങ്ങളുടെ പേരിൽ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ചില പ്രൊഡക്ട്സിൻ്റെ പേരിൽ ഒക്കെ കച്ചവടമുണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. യോഗ സ്വതന്ത്രമായൊരു ചികിത്സാശാസ്ത്രമല്ല, ഒരു സംശയമില്ല. യോഗ സ്വതന്ത്രമായൊരു ചികിത്സാശാസ്ത്രമല്ല. പക്ഷേ രോഗചികിത്സയിൽ യോഗയെ ഇതാണ് എൻ്റെ വാദം. ഞാൻ വാദിക്കാൻ ഉദ്ദേശിക്കുന്നത് രോഗചികിത്സയിൽ ഉപയോഗപ്പെടുത്താമെന്നാണ്. ഇത് സംബന്ധിച്ച് വരുന്ന സാധാരണ ചോദിച്ച് കാണുന്ന ചില സംശയങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഒന്ന്, രോഗനിവൃത്തി യോഗയുടെ ലക്ഷ്യമായിരുന്നോ? ആയിരുന്നില്ല, ആണ് എന്ന് പറയാം. പാസ്റ്റ് ടെൻസിൽ അല്ല, ആയിരുന്നില്ല. കാരണം യോഗയുടെ ആധികാരിക ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യോഗസൂത്രത്തിൽ പതഞ്ജലി പറയുന്നത് യോഗ ചെയ്യുന്നതിന് അല്ലെങ്കിൽ യോഗയുടെ അഭ്യാസത്തിനൊരു തടസ്സമാണെന്നാണ്. അന്തരായം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അന്തരായം പറയുന്നത് രോഗം ഉള്ളവർക്ക് അത് വേറെ എന്തെങ്കിലും രീതിയിൽ മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളൊരു പ്രാക്ടിക്കൽ സെൻസിലാണ്. യോഗ ചികിത്സയ്ക്കൊരു തടസ്സമാണ്. 12 അന്തരായങ്ങളെ തടസ്സങ്ങളെ എൻലിസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ രോഗം എന്നുള്ളത് ഒന്ന് തടസ്സമാണ്. വിഷാദം മറ്റൊരു തടസ്സമാണ്. ഔത്സുക്യം, അതായത് ഉത്കണ്ഠ എന്ന് പറയുന്നൊരു തടസ്സമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യോഗ കൊണ്ട് എന്തൊക്കെ ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അതൊക്കെ ദാർശനികമായ അർത്ഥത്തിൽ യോഗത്തിന് തടസ്സമാണ് എന്ന് എൻലിസ്റ്റ് ചെയ്ത് പറയുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. എന്തിനും ഏതിനും ആവശ്യമായിട്ടും അനാവശ്യമായിട്ടും യോഗസൂത്രത്തെ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അതത്ര ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. യോഗസൂത്രത്തിൽ വെച്ചുകൊണ്ട് യോഗസൂത്രത്തിൻ്റെ ഫിലോസഫിക്കൽ ഡയമെൻഷനിൽ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ എന്തിനും ഏതിനും അതിനെ യോഗസൂത്രത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഒരു ആസനത്തെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കും. ഇത് 10,000 സാറ് ഇടയ്ക്ക് ഒരു സംസാരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. 10,000 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയൊരു പുസ്തകമാണ് യോഗസൂത്രം. അല്ലെങ്കിൽ ഇത് കാലപ്പഴക്കം കൊണ്ടാണ് ഒരു ശാസ്ത്രത്തിൻ്റെ ആധികാരികത നിർണ്ണയിക്കേണ്ടത് എന്നുള്ള തരത്തിലേക്കുള്ള അതിവാദങ്ങളിൽ യോഗയും പെട്ടിട്ടുണ്ട്, ആയുർവേദവും പെട്ടിട്ടുണ്ട്. എത്ര കൂടുതൽ കാലം മുന്നേ ഉണ്ടായതാണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ തനിയെ സ്വതസിദ്ധമായ ഒരു ആധികാരികത ശാസ്ത്രത്തിന് സംസ്കൃതത്തിൽ എഴുതുമ്പോൾ സ്വതസിദ്ധമായിട്ടുള്ള ആധികാരികത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, കാലം പടകും തോറും സ്വതസിദ്ധമായിട്ടുള്ള ആധികാരികത ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒക്കെ യോഗത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും കാര്യത്തിൽ വന്നുകൂടിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രോഗനിവൃത്തി യോഗയുടെ ലക്ഷ്യമായിരുന്നില്ല, ആണ്. ഇന്ന് രോഗനിവൃത്തിക്ക് വേണ്ടി യോഗ ഉപയോഗിക്കാൻ കഴിയാറുണ്ട്. അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് പരിശോധിക്കാം. എല്ലാ രോഗങ്ങളിലും യോഗ ഫലപ്രദമാണോ? യോഗ കൊണ്ട് മാത്രം ചികിത്സ എന്ന് പറയുന്നതിൻ്റെ ഒരു സമഗ്ര സമീപനം ഒരു ചികിത്സയിൽ ഒതുങ്ങി നിൽക്കുന്നതായിക്കൊള്ളണമെന്നില്ല. യോഗ കൊണ്ട് ചില ഫലങ്ങൾ ഉണ്ടാക്കാം. ചില ഫലങ്ങൾ ഉണ്ടാകുന്നത് അലോപ്പതി മരുന്ന് കൊണ്ടായിരിക്കും, മറ്റ് ചില ഫലങ്ങൾ ഉണ്ടാകുന്നത് ആയുർവേദ മരുന്ന് കൊണ്ടായിരിക്കും. യോഗ കൊണ്ട് മാത്രം ഒരു രോഗവും ഭേദപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ഫലപ്രകാരം നമ്മൾ ശ്രമിച്ചിട്ടില്ല. അവിടെ ചെയ്യുന്നത് ആയുർവേദ ചികിത്സയും കൂടി ചേർത്തുകൊണ്ട് യോഗയുടെ ഫലപ്രാപ്തി അന്വേഷിക്കലാണ് ചെയ്യുന്നത്. അവകാശവാദങ്ങൾ പലതും അതിവാദങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. യോഗാചാര്യന്മാർ വൈദ്യന്മാരല്ല. അത് പറയുമ്പോൾ ചെറിയൊരു പാഠഭേദം ആവശ്യമുണ്ട്. ചികിത്സയിൽ യോഗ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് BNYS എന്നാണ്. BAMS പോലെ BNYS, ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ
സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്കുണ്ട്. അതൊരു മെഡിക്കൽ കോഴ്സാണ്. കാരണം അതിൻ്റെ സിലബസ് വെച്ച് പരിശോധിക്കുമ്പോൾ അത് അത്യാവശ്യം അനാറ്റമി ഫിസിയോളജിയും, അത്യാവശ്യമല്ല വളരെ ഡീപ്പായിട്ട് തന്നെ അനാറ്റമി ഫിസിയോളജിയും പഠിച്ചതിന് ശേഷം യോഗയുടെ എഫക്ട്സ് പഠിക്കുന്നൊരു ശാസ്ത്രമാണ്. അത് പഠിക്കുന്ന ആൾക്കാർ വൈദ്യന്മാരാണ്, ഡോക്ടർ എന്ന് വെച്ചാൽ ചികിത്സിക്കാൻ യോഗ്യരാണ് എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ രജിസ്റ്റർ അതിൽ വെച്ച് നമുക്ക് ഇന്ത്യൻ CCIM നമ്മൾ പറയുന്ന ആയുഷിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ, അതായത് സ്വതന്ത്രമായി യോഗ പ്രാക്ടീസ് ചെയ്യാൻ, ഒരു രോഗത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടി യോഗയെ അഡോപ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ആൾക്കാരാണ്. അങ്ങനെ അല്ലാതെ യോഗ അതിന് കീഴെയുള്ള യോഗ കോഴ്സുകൾ പാസ്സാകുന്നവരോ യോഗ ആചാര്യന്മാരോ ആയിട്ടുള്ള ആൾക്കാർക്ക് സ്വതന്ത്രമായിട്ട് ഒരു രോഗത്തെ കൈകാര്യം ചെയ്യുവാനുള്ള നിയമപരമായിട്ടുള്ള അവകാശമില്ല. വ്യായാമം കൊണ്ടുള്ള ഫലമാണോ യോഗയിലൂടെ ലഭിക്കുന്നത്? അനുഭവിച്ചിടത്തോളം കുറച്ച് കൂടുതലാണ്. വ്യായാമത്തിന് പകരമല്ല യോഗ എന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. വ്യായാമം കൊണ്ടുണ്ടാക്കുന്ന ഗുണം യോഗ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല, യോഗ കൊണ്ടുണ്ടാക്കുന്ന ഗുണം വ്യായാമം കൊണ്ടുണ്ടാക്കാനും പറ്റില്ല. വിശദീകരണം വേണമെങ്കിൽ പിന്നീടാവാം എന്ന് വിചാരിക്കുന്നു. കഠിനമായ വ്യായാമമുറകൾ രോഗികൾ ആശാസ്യമാണോ? അത് രോഗത്തിനനുസരിച്ച്, ഇത് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ്. രോഗത്തിനനുസരിച്ച്, രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഈ പലപ്പോഴും നമ്മൾ യോഗയിൽ ആകൃഷ്ടരാവുന്നത് ഒരു അക്രോബാറ്റിക്സിൻ്റെ സൗന്ദര്യം കൊണ്ടാണ്. കുട്ടികളൊക്കെ ചിലപ്പോൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് ഇല്ലേ? മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ആസനം ഞാൻ ചെയ്യുമ്പോൾ, ഞാനൊരു ഒളിമ്പിക്സിൽ അക്രോബാറ്റിക്സ് കാണിക്കുന്ന ഒരാളുടെ രൂപം മനസ്സിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. യോഗം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യോഗം ചെയ്യലല്ല, യോഗം കണ്ടെത്തലാണെന്ന് പറയും. അത് വിശദീകരിക്കാം. യോഗം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ യോഗത്തെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള അന്വേഷണമാണ് കുറച്ചുകൂടെ ഫലപ്രദം. ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. കാലനക്കുന്നത് യോഗയാണോ എന്ന് ചോദിക്കാം. നടുവേദനയായിട്ട് കിടക്കുന്ന ഒരാൾ, നടുവേദനയായിട്ട് ബെഡായിട്ട് കിടക്കുന്ന ഒരാൾ കാലനക്കുന്നത് യോഗയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലനക്കുന്നതും യോഗയാണ്. കാരണം യോഗ ഇന്നത്തെ രീതിയിൽ നമ്മൾ ക്ലിനിക്കൽ രീതിയിൽ യോഗയെ അപ്ലൈ ചെയ്യുന്നത് അവെയർനെസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അവെയർനെസ് എന്ന് പറയുന്നത്, ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവുന്നത് ശ്വാസം മുട്ടുമ്പോൾ മാത്രമാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു ദുർഗന്ധം വരുമ്പോഴാണ്, പുക മൂക്കിലേക്ക് വരുമ്പോഴാണ് ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവുന്നത്. അതിനേക്കാൾ കൂടുതൽ അങ്ങനെ അല്ലാത്തപ്പോഴും നിങ്ങൾക്കൊരു പ്രോസസ്സിനെ കുറിച്ച് ബോധമുണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് റിലാക്സേഷന്, അതായത് എക്സ്പാൻഷൻ ഓഫ് അവെയർനെസ് എന്ന് പറയും, കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കാം. റിലാക്സേഷന്, കോൺഷ്യസ് റിലാക്സേഷന് ഒരു ഫലപ്രദമായിട്ടൊരു മാർഗമാണ് എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഠിനമായിട്ടുള്ള വ്യായാമ മുറകൾ ചെയ്യണം എന്ന് നിർബന്ധമില്ല. യോഗയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഉത്തരം പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, ബാക്കി പറഞ്ഞു കഴിഞ്ഞു. ദുർഗ്രഹതകൾ ഒരുപാടുണ്ട്. അതീന്ദ്രിയാനുഭൂതി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക് പോകലാണോ യോഗയുടെ ഉദ്ദേശ്യം? രോഗശമനത്തിൽ അതല്ല ഉദ്ദേശ്യം. അതിൻ്റെ ഉദ്ദേശം ഉണ്ടാകുന്നവർക്ക് ആ വഴിക്ക് പോകാം. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടെന്ന് കാര്യമില്ല. അതീന്ദ്രിയാനുഭൂതി നമ്മുടെ ഒരു ലക്ഷ്യമല്ല. സമാധി മോക്ഷം എന്ന് പറയുന്നതിനെ മുമ്പെടുത്തിരുന്ന അർത്ഥത്തിൽ, അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ ദർശനശാസ്ത്രങ്ങളും മോക്ഷശാസ്ത്രങ്ങളാണെന്ന് പറയും. മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. മോക്ഷത്തിൻ്റെ ഡെഫിനിഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. മോക്ഷം എന്നുള്ളത് മരണത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ രോഗശമനത്തിൽ അതിന് പ്രാധാന്യമേ ഇല്ല. നേരെ മറിച്ച് മോക്ഷം എന്നുള്ളത് മോചനമെന്നോ സ്വാതന്ത്ര്യമെന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ രോഗശമനത്തിൽ അതിന് പ്രാധാന്യമുണ്ട്. കാരണം 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മോക്ഷം കിട്ടുന്നത്, ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞാൽ ചർച്ച കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ കൂടി എടുത്തിട്ട് പുറത്തേക്ക് പോകില്ല. അത് ചിലപ്പോൾ നല്ലതാവാൻ ചീത്തയാവാം. അതടക്കം മോക്ഷത്തിൻ്റെ ഡെഫിനിഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ മോക്ഷം എന്ന് പറയുന്നതിന് തെറ്റില്ല. ഇതിന് ഡെഫിനിഷനിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സമാധി എന്ന് പറയുന്നത് സമാധി, കാര്യത്തെ വേണ്ടതുപോലെ കാണാനുള്ള കഴിവ് ആണെങ്കിൽ അത് യോഗത്തിൻ്റെ ഉദ്ദേശ്യമാണ്. നേരെ മറിച്ച് ശ്രീനാരായണ ഗുരു സമാധിയായി എന്ന് പറയുന്നത് പോലെയുള്ളൊരു സമാധിയിലേക്ക് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. തെറ്റാണോ ശരിയാണോ? വ്യക്തിപരമായിട്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ല, അതിനോട് താല്പര്യമില്ല. കാരണം രോഗശമനത്തിന് യോഗ എന്നുള്ളതാണ് നമ്മുടെ പ്രൈം മോട്ടോ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വിശ്വസിക്കേണ്ട. യോഗസിദ്ധി എന്ന് പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് പറയും. അതിൽ പിന്നെ പ്രത്യേകിച്ചും അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെറുതാവാനുള്ള കഴിവ്, വലുതാവാനുള്ള കഴിവ്, ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ നിങ്ങളുടെ കൂടെ കൂട്ടാനുള്ള കഴിവ്,
ഒക്കെ അങ്ങനെ പറയുന്ന ലഘിമ, ഗരിമ, അണിമ, മഹിമ എന്നൊക്കെ ചെറുതാവാനും വലുതാവാനും നമ്മൾ ഹനുമാനെ പോലെ എന്ന് വിചാരിക്കുക. ഹനുമാൻ എത്രയും പെട്ടെന്ന് ചെറുതാവാം വലുതാവാം. ഹനുമാൻ ഒരു പ്രതീകമാണെന്ന് വിചാരിക്കുക. എന്താണ് അവിടെ സംസാരിക്കുന്നത്, എന്താണ് ചെറുതാവലും വലുതാവലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ആസ്പെക്റ്റിൽ ഉള്ളതാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് യോഗം ചെയ്യുന്നതിന് മുമ്പത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഫ്ലെക്സിബിളായിട്ട് കൊണ്ടുവരാം എന്നുള്ളത് യോഗയുടെ ഒരു ഫലമാണ്. അതാണെങ്കിൽ യോഗസിദ്ധിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ അതല്ല, ആദ്യം സംസാരിക്കുന്ന വിഷയങ്ങളൊന്നും ഇതല്ല. ഹനുമാനെ പോലെ വിചാരിക്കുമ്പോഴേക്ക് പതിന്മടങ്ങ് വലുതാവാനുള്ള കഴിവ്, അതൊക്കെ ഒരു കാവ്യഭാവനയായിട്ട് വിചാരിക്കേണ്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ കാവ്യഭാവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമല്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം ആയുർവേദത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി, ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് ചർച്ചകൾ നടന്നതാണ്. വിഷയം കുറച്ച് മാറുകയാണ്. എന്നാലും ആയുർവേദത്തിൽ ഔഷധങ്ങളുടെ ഗുണങ്ങൾ പറയുമ്പോൾ അസാധ്യമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. 1000 വർഷം ജീവിച്ചിരിക്കും എന്ന ചവനപ്രാശത്തെക്കുറിച്ച് പറയുന്നു. 100 സ്ത്രീകളെ ഒരേ സമയത്ത് ഭോഗിക്കാനുള്ള കഴിവ് ഒരു ഔഷധം കൊണ്ട് ലഭിക്കും എന്ന് ഒരു വാചീകരണ ഔഷധത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ശാസ്ത്രം അശാസ്ത്രീയമാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് ശാസ്ത്രം എഴുതപ്പെട്ട കാലത്ത് ശാസ്ത്രത്തിൻ്റെ റൈറ്റിങ്ങിൽ, എഴുത്തിൽ, ചിന്തയിൽ വന്നിരുന്ന കാവ്യാത്മകതയുടെ ഒരു ഭാഷയായിട്ട് കാണുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ വിശദീകരണം ചെയ്തിട്ട് നിങ്ങൾ എന്താണ് സാധിക്കുന്നത്? ആയിരക്കണക്കിന് ആൾക്കാർക്ക് രോഗശമനത്തെ ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രത്തെ നശിപ്പിക്കലാണ് നമ്മുടെ ഉദ്ദേശ്യമെങ്കിൽ ഇത് നിങ്ങൾ എടുത്തോളൂ, വിരോധമൊന്നുമില്ല. പക്ഷേ ഉള്ളതിനെ സംരക്ഷിക്കുകയും എന്നാൽ അതിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റുകളെ തിരുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല വഴി ഇത്തരം വിശദാംശങ്ങളെ, ഹനുമാനെ പോലെ വലുതാവാനും ചെറുതാവാനും കഴിവുണ്ടാകും എന്ന് പറയുന്ന തരം വിശദാംശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസ്ത്രത്തെ സമീപിക്കലാവും കുറച്ചുകൂടെ നല്ലത്. ഇത് ഞാൻ പറഞ്ഞത് ആയുർവേദത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ യോഗസിദ്ധിയെക്കുറിച്ച് നമുക്ക് അത്രയൊക്കെ ഉള്ള ഒരു ഡയമെൻഷനിൽ ആലോചിച്ചാൽ മതി. ഷഡ്ചക്രങ്ങളെക്കുറിച്ച് വളരെ കൂടുതൽ ഷഡ്ചക്രങ്ങളുടെ കൺസെപ്റ്റ്, ഒരു യോഗത്തിന് ഒരു പ്രത്യേകതയുള്ളത്, യോഗത്തിനൊരു ദാർശനിക ഒരു മാനമുണ്ട്. തന്ത്രവുമായിട്ട്, ഇന്ത്യയിൽ വളർന്നു വന്ന താന്ത്രിക പരിപ്രേക്ഷ്യവുമായിട്ട് ഉള്ളൊരു ബന്ധം യോഗയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം ശരീരം കൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയെ തന്ത്രത്തിന് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ഒരു കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഹഠയോഗം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വന്ന ചില യോഗത്തിൽ വന്ന ചില മാറ്റങ്ങൾ, ഹഠയോഗമാണ് ഈ ആസനങ്ങൾക്കും പ്രാണായാമത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. അതിലാണ് നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാണം പോകും എന്നൊക്കെ പറയുന്ന രീതിയിൽ ആചാരബദ്ധമായിട്ട് കാര്യങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഹഠയോഗമാണ്. ഹഠയോഗത്തിൻ്റെ രീതി അല്ല ശരിക്കും, ഹഠയോഗം പിന്നീടുണ്ടായതാണ്. ഹഠയോഗ പ്രദീപിക പോലുള്ള പുസ്തകങ്ങളൊക്കെ പിന്നീടുണ്ടായതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വരെ അതിന് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹഠയോഗ പ്രദീപികയിലൊക്കെ പറഞ്ഞ ആസനങ്ങളെക്കാളൊക്കെ കൂടുതൽ ഇപ്പോൾ യോഗ പഠിച്ചുകൊണ്ടിരിക്കുന്ന BNYS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പുതിയ യോഗ ആസനങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നും തെറ്റൊന്നുമില്ല. കാരണം ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ഡിസൈൻ, നേരത്തെ പറഞ്ഞിരുന്ന ഹഠയോഗ പ്രദീപികയിൽ പറഞ്ഞ അല്ലെങ്കിൽ യോഗസൂത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ എടുക്കാവുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഒരുപാട് മോഡിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്നത് കാലപ്പഴക്കമുള്ള ഒരു സാധനത്തെ അന്ന് പറഞ്ഞിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് വ്യാഖ്യാനിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം. അതാണ്. അപ്പോൾ ഈ ഷഡ്ചക്രങ്ങളിലൊക്കെ ഈ തന്ത്രത്തിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. അതിനെ ഫിസിയോളജിയുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന തരം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മുടെ കണക്കിൽ ഷഡ്ചക്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള അത്തരം പഠനങ്ങളൊന്നും അത്രയ്ക്കൊരു വാലിഡിറ്റി ഉള്ളതായിട്ട് കണ്ടിട്ടില്ല, തോന്നിയിട്ടില്ല. രണ്ടാമത്തത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല നമ്മുടെ അനുഭവത്തിലെങ്കിലും നമ്മൾ യോഗ ചികിത്സ ചെയ്യുന്നത്. അപ്പം അത്രയും ദുർഗ്രഹതകളെ നമുക്ക് വേണമെങ്കിലൊന്ന് മാറ്റിവെക്കാം. ഇവയൊക്കെ മാറ്റി നിർത്തിയാലും യോഗയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അവിടെ ഇത്തരം പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതോ ആൾക്കാർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ ആയിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. ഞാൻ ചരിത്രത്തിലേക്ക് അധികം പോകുന്നില്ല, കുറച്ചൊക്കെ പറഞ്ഞു പോയതാണ്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഭാരതീയ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് യോഗ ഒരു ഘട്ടത്തിൽ വളർന്നു വന്നത്. പിന്നീടാണത് ശരീരശാസ്ത്രമായിട്ട് മാറിയത്. മനസ്സിലാണ് തുടക്കം. മനസ്സിനെ നിയന്ത്രിക്കലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മനസ്സിനെ നിയന്ത്രിക്കൽ എന്നുള്ളത്
അത്രയ്ക്ക് ആശാസ്യമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒന്നാമത് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളൊരു കാര്യത്തിൽ നിന്ന് ഒരു സാധനത്തെ പിടിച്ചു നിൽക്കുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടാവില്ല. അപ്പം മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കൊടുക്കേണ്ടതില്ല. ഒരു ബിന്ദുവിൽ ഇപ്പം ധ്യാനം എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും വളരെ ഒബ്സസീവ് ആവും. എനിക്ക് ഇന്നലെ ധ്യാനം ചെയ്തപ്പോൾ 10 മിനിറ്റ് നേരം ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി, അത് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങിപ്പോയി. എന്താ കാരണം? 10 മിനിറ്റ് ഒരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്താ അവസ്ഥ അല്ലേ? ഉറങ്ങുന്നതിന് അത്ഭുതമുണ്ടാകും. ഇനി വേണമെങ്കിൽ ഉറങ്ങാത്തവർക്ക് വേണമെങ്കിൽ ഇൻസോംനിയ ഉള്ള ആൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇൻസോംനിയ ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. പക്ഷേ മനസ്സിൻ്റെ ഒരു അവസ്ഥ അതല്ല. മനസ്സിന് നമുക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ സാധനമല്ല. അതുകൊണ്ട് ധ്യാനം എന്ന് പറയുന്നത് ഫോക്കസിങ് അല്ല, ഡീഫോക്കസിങ് ആണ് എന്നാണ് പുതിയൊരു നമ്മൾ ഉരുത്തിരിഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ധാരണ. ഇതൊരു സ്ഥലത്ത് മനസ്സിനെ പിടിച്ചു കെട്ടുന്ന ഒരു പരിപാടിയല്ല. ഒരു സാധനത്തിൽ, ഒരു വിഷയത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, ഇതൊക്കെ നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്നൊരു ചെറിയൊരു കാര്യമാണ്. ഒരു കാര്യം പഠിക്കുമ്പോൾ, ഒരു കുട്ടി ഒരു പാരഗ്രാഫ് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മറ്റിടങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഡീഫോക്കസിങ് വരുമ്പോഴാണ് ശരിക്കും കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റുന്നത് നമ്മളെ പുതിയ പെഡഗോഗിയിൽ പറയാറുണ്ട്. കാരണം പുസ്തകത്തിൽ വായിക്കുന്ന വരികളല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആ സംഭവവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബന്ധിപ്പിക്കാം, നിങ്ങളുടെ അനുഭവങ്ങളെ എങ്ങനെ ബന്ധിപ്പിക്കാം, സംഭവങ്ങളെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് പഠിക്കുമ്പോഴാണ് കൂടുതൽ ആസ്വാദ്യമാനമാകുന്നത് എന്നുള്ള ഡീഫോക്കസിങ്. അപ്പോൾ അതാണ് ശരിക്കും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എന്നാണെങ്കിൽ ഫോക്കസിങ് അല്ല, ഡീഫോക്കസിങ് ആണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കൽ എന്നുള്ളത് ആ അർത്ഥത്തിൽ ഇന്ന് പ്രയോഗക്ഷമമാക്കാൻ ബുദ്ധിമുട്ടാണ്. കായിക പരിശീലനത്തിനായി യോഗ മാറിയത് ഞാൻ പറഞ്ഞു. ഹഠയോഗയുടെ കാലത്താണ് കായിക പരിശീലനം മാനസിക നിയന്ത്രണത്തിൻ്റെ ആദ്യപടിയാണ് എന്ന് യോഗസൂത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 8 അംഗങ്ങളാണ് യോഗത്തിന് വേണ്ടി യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി. അതിലാദ്യത്തെ 2 ഘട്ടങ്ങൾ സാമൂഹ്യമായ ആരോഗ്യത്തെ കുറിക്കുന്നതാണ്. പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതോ സത്യം പറയുക എന്നുള്ളതൊക്കെയുള്ള എത്തിക്കൽ കോഡ്സ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ മര്യാദകളോ റൂളിങ്സോ ഒക്കെ ഉൾപ്പെടുന്നൊരു ഭാഗമാണ് യമം എന്ന് പറയുന്നത്. വ്യക്തി ശുചിത്വം, അത് മാനസികമായും ശാരീരികമായും സന്തോഷമുണ്ടാവുക, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന പോലെ സ്വയം സാറ്റിസ്ഫൈഡ് ആകാനുള്ള ഒരു ട്രെയിനിങ് ആണ് 2ാമത്തെ ഘട്ടം. ഈ 2 ഘട്ടങ്ങളും കഴിയുമ്പോഴാണ് നിങ്ങൾ ആസനത്തിന് വേണ്ടി, ക്ലാസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ആസനത്തിന് വേണ്ടി തയ്യാറാകുന്നതെന്നൊക്കെയാണ്. അതിനുശേഷം പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാന, സമാധി എന്നീ ഘട്ടങ്ങളിലൂടെ പോവുകയാണ്. ഈ 8 ഘട്ടങ്ങളിലൂടെ ക്ലാസിക്കൽ രീതിയിൽ, അതായത് യോഗസൂത്രത്തിലൂടെ പറഞ്ഞ രീതിയിൽ പോകേണ്ടുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് എന്താവശ്യമുള്ളപ്പോഴാണ്? ആത്യന്തികമായ മോക്ഷം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ്. യോഗസൂത്രത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങളത് ചെയ്തുകൊള്ളണമെന്നില്ല. മാത്രമല്ല യോഗസൂത്രത്തിൽ പല ഓപ്ഷൻസ് പറഞ്ഞ കൂട്ടത്തിലാണ് ഇത് പറയുന്നത്. ഏത് പറയുന്നത്? 8 അംഗ യോഗം പറയുന്നത് നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ പല മാർഗങ്ങളുണ്ട്, അതിൽ വേണമെങ്കിൽ ഒരു മാർഗമായിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അതിൽ ഭക്തിയോഗം പറയുന്നുണ്ട്, രാജയോഗം എന്നാണ് ഇതിൻ്റെ പേര്. ഈ ക്ലാസിക്കൽ മെത്തേഡിന് രാജയോഗം എന്ന് പറയും. ഭക്തിയോഗം പറയുന്നുണ്ട്. ഹഠയോഗത്തിൻ്റെ ചില സൂചനകളുണ്ട്. ഇപ്പോൾ പ്രാണായാമത്തിനൊക്കെ ചില സൂചനകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക്കൽ അതിലൊരിക്കലും ഒരു ആസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പ്രാണായാമത്തിൽ ഇത്ര തരം സാധനങ്ങൾ, ഭസ്ത്രിക പോലെയോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ശ്വാസം കഴിച്ച് ബോധം കെട്ട് പോകുന്ന അവസ്ഥയെക്കുറിച്ചൊന്നും അവിടെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അതൊക്കെ പിന്നീട് ഉണ്ടാക്കുന്ന ചില ആചാര മര്യാദകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊന്നും ചികിത്സയുടെ കാര്യത്തിൽ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ കപാലഭാതി പോലെയുള്ള, അതും കുറച്ച് കഴിഞ്ഞാൽ പറയാം, കപാലഭാതി പോലെയുള്ള ചില മെത്തേഡ്സ് ചില സ്ഥലങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 8 ഘട്ടങ്ങളിലൂടെയാണ് ക്ലാസിക്കലായിട്ട് പറയുന്നത്. അത് അതേപടി സ്വീകരിക്കുക അല്ല ഇന്ന് ചെയ്യുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. മാറി വരുന്ന ജീവിതശൈലിയിൽ യോഗത്തിന് എന്ത് പ്രാധാന്യമുണ്ട്? ജീവിതശൈലി മാറ്റം എന്ത് മാറ്റമാണ് ആരോഗ്യരംഗത്ത് ഉണ്ടാക്കുന്നത്? മാനസിക സമ്മർദ്ദത്തെ വർദ്ധിപ്പിക്കുന്നു, എക്സസൈസ് കുറയുന്നു, വ്യായാമം കുറയുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇത് രണ്ടും കൂടി വരുമ്പോഴുള്ള വിഷയങ്ങൾ. ഇതൊക്കെ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2ാമത്തെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിത്വത്തിൻ്റെ ആതുരതാ സാധ്യതകൾ എന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. പാമ്പിനെ കണ്ടാൽ പേടിക്കും. എത്ര പേടിക്കും എന്നുള്ളത് വ്യക്തിത്വത്തിനനുസരിച്ചാണ്. ഒരു വിഷയത്തിൽ നിങ്ങൾ എത്രത്തോളം ആങ്സൈറ്റി പ്രദർശിപ്പിക്കണമെന്നുള്ളത് അത് വ്യക്തിത്വത്തിനനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം കൊണ്ട് കാര്യം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മാനസിക സമ്മർദ്ദം ഒരു വിഷയമാണെങ്കിൽ
ഒരു വിഷയത്തിൽ ഓരോരുത്തർക്ക് ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ ഗ്രേഡ് ഓരോന്നാണെങ്കിൽ അതിനർത്ഥം അവിടെ അയാളുടെ വ്യക്തിത്വമാണ്, അയാൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടുണ്ടായിരിക്കുന്ന അയാളുടെ വ്യക്തിത്വമാണ് അതിൽ പ്രതിഫലിക്കുന്നതാണ് അതിനർത്ഥം. അതുകൊണ്ട് റിലാക്സ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് മാനസിക സമ്മർദ്ദം മാറ്റാൻ പറ്റിയേക്കും. ഒരു യോഗാസനം ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് രാവിലെ ചെയ്താൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് റിലാക്സ്ഡ് ആയിട്ട് തോന്നുമായിരിക്കും. ആത്യന്തികമായിട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ചേഞ്ച് ഉണ്ടാകണം എന്നാണ്. ഇതിൻ്റെ ഛായ ഈ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഛായ നമുക്ക് യോഗസൂത്രം, ഇതാണ് ഇതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. യോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യായാമം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇപ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതുകൊണ്ട് എന്ത് വ്യായാമം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതി, കോളേജിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന രീതി ഒരിക്കലും ഒരു പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പല സെഷൻസായിട്ട് അവിടെ വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ 70, 60, 70 വയസ്സായിട്ടുള്ള ആൾക്കാർ കൊച്ചു കുട്ടികളെ പോലെ കളിക്കുകയാണ് ചെയ്യുന്നത്. കളിയും യോഗയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിത്തിങ് വിത്ത് അവയർനെസ് ഈസ് യോഗ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് നമ്മൾ തിരിച്ചെത്തുക. ഒരു സാധനം നിങ്ങൾ ബസ്സിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗ ചെയ്യാം. ബസ്സിലിരുന്നുകൊണ്ട് യോഗ ചെയ്യാം. എങ്ങനെ ചെയ്യാം? കണ്ണടച്ചിരുന്നിട്ട് കണ്ണടക്കുന്നത് എന്തിനാ? മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ. കാറ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് തട്ടുന്ന ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്നുള്ള അവയർനെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ യോഗ പരിശീലനമാണ് എന്നുള്ള അത്രയ്ക്ക് ലളിതമായിട്ട് യോഗയെ കാണാൻ ശീലിച്ചാൽ നമ്മുടെ അനാവശ്യ കോംപ്ലിക്കേഷൻസൊക്കെ മാറിക്കിട്ടും നമുക്ക് തോന്നാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ യോഗ ചെയ്യും. യോഗയ്ക്ക് വേണ്ടിയിട്ടൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഉള്ള സാഹചര്യം കൊണ്ട് യോഗ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു മെത്തഡോളജിയാണ്. അതാണ് ഈ നേരത്തെ പറഞ്ഞത് 4 മുതൽ 5 വരെ കളിച്ചാൽ എന്താണ് ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യോഗയിൽ തന്നെ ഫലമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു വിഷയമാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ. ഏത് രോഗവും ഉണ്ടാകുന്നത്, ഏത് രോഗത്തിൻ്റെയും അവസാനം എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തെ പ്രതിരോധ ശേഷി നമുക്ക് തന്നെ ആപത്കരമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഒരുവിധം ഇൻഫെർട്ടിലിറ്റി മുതൽ ജോയിൻറ്റ് ഡിസീസ് മുതൽ ശ്വാസരോഗം മുതൽ ആസ്മ മുതൽ അങ്ങോട്ടുള്ള രോഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന തരം ഇമ്മ്യൂൺ റെസ്പോൺസസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അത് പ്രമേഹമടക്കമുള്ള കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളിലും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്നത്തെ രോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സൈക്കോന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന മനസ്സ് ന്യൂറോളജി, അതായത് നാഡീവ്യവസ്ഥ, അത് കഴിഞ്ഞ് അന്തസ്രാവി വ്യവസ്ഥ, കഴിഞ്ഞ് ഇമ്മ്യൂൺ, അതായത് രോഗപ്രതിരോധ സംവിധാനം, ഇങ്ങനെ 4 ഘടകങ്ങളിലുള്ള തകരാറുകളാണ്. തുടങ്ങുന്നത് സൈക്കിളാണെന്നർത്ഥം, സ്ട്രെസ്സിലാണ് തുടങ്ങുന്നത്. അതാണ് സ്ട്രെസ്സിൻ്റെ ഒരു ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻസ് പറയുമ്പോഴാണ് ഇത് പറയുക. സ്ട്രെസ്സിൽ തുടങ്ങുകയും അത് പിന്നീട് നാഡീവ്യവസ്ഥയുമായിട്ടും എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ടും 5 മിനിറ്റും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഇത്തരം അവസ്ഥകളാണ് ആതുരതയെ സംബന്ധിച്ച് ഇന്നുള്ളത്. സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജിയെക്കുറിച്ച് ഞാൻ വിശദാംശങ്ങൾ വേണമെങ്കിൽ പിന്നീട് പറയാം. ഇതിൽ യോഗയുടെ സമീപനം എന്താണെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ഓഫ് യോഗ എന്ന് പറയുന്നൊരു അപ്രോച്ച് ആണ് യോഗയിൽ ഇന്ന്. ഇത് ഡെവലപ്പ് ചെയ്തത് ബാംഗ്ലൂർ എസ് വ്യാസ ശ്രീ വിവേകാനന്ദ യോഗ അനുസന്ധാൻ സംസ്ഥാൻ എന്ന് പറയുന്നൊരു സ്ഥാപനമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ഓഫ് യോഗ തെറാപ്പി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്താണ് എന്നുള്ള നിർവചനം വരുമ്പോൾ, സാധാരണ നമ്മൾ ആരോഗ്യത്തെ നിർവചിക്കുമ്പോൾ ശാരീരികം, മാനസികം എന്ന് പറഞ്ഞങ്ങ് പോകും, സാമൂഹികം, ആത്മീയം എന്ന് പറയുന്നൊരു ലെവലിലേക്ക് പോകുന്നതിന് പകരം ഏതാണ്ട് അതുപോലെ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ശരീരം എന്ന് പറയുന്ന, ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് 5 തലത്തിൽ പരിശോധിക്കപ്പെടണം. ഒന്ന് ശരീരമാണ്, രണ്ടാമത്തത് ശാരീരിക പ്രവർത്തനങ്ങളാണ്, പ്രാണമയ കോശം എന്ന് പറയും. മൂന്നാമത്തത് മാനസിക പ്രവർത്തനങ്ങളാണ്, മനോമയ കോശം. നാലാമത്തത് വ്യക്തിത്വം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വൈകാരിക പ്രവർത്തനങ്ങളുടെ അടിയിലാണ് വ്യക്തിത്വം കിടക്കുന്നത്. ദേഷ്യം, ഞാൻ പറഞ്ഞില്ലേ, ദേഷ്യം വരുമ്പോൾ ഒരു കാര്യത്തിൽ ഒരാൾ ദേഷ്യപ്പെടുകയും അതേ കാര്യത്തിൽ വേറൊരാൾ ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് വരുമ്പോൾ ആ വസ്തു അല്ല ദേഷ്യത്തെ ഉണ്ടാക്കുന്നത്. വൈകാരിക പ്രതികരണം ഉണ്ടാക്കുന്നതിന് കാരണം വസ്തു മാത്രമല്ല, അതിനടിയിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കുറച്ചും കൂടെ ഡീപ്പറാണ്. അതും കൂടെ നമ്മൾ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇതിൽ വരും. ഇപ്പോൾ പ്രമേഹത്തിന് ചികിത്സിക്കുന്ന ഒരാൾ ഡയോനിൽ കഴിക്കുന്നു, ഡയോനിൽ രാവിലെ കഴിക്കാൻ വിട്ടുപോയി.
മരുന്നെടുക്കാൻ യാത്രയിലാണ്, മരുന്നെടുക്കാൻ വിട്ടുപോയി. അന്ന് രാവിലെ ഉച്ച വരെ ഇദ്ദേഹം ടെൻഷൻ അടിക്കുകയും പ്രമേഹം കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഡയോലിന് കൊണ്ട് പ്രത്യേകിച്ച്, സ്ട്രെസ് കൊണ്ട് പ്രമേഹം കൂടുന്നുള്ളത് നമുക്കറിയാം, ഡയനലിനെ കൊണ്ട് പ്രത്യേകിച്ച് എന്തില്ല, പ്രയോജനമില്ല. അവിടെ നമ്മൾ ശരീരത്തെ പരിഗണിക്കുന്നതിനും കൂടുതൽ ഇൻസുലിൻ്റെ പ്രവർത്തനങ്ങളെ പരിഗണിക്കുമ്പോൾ അത് ശരീരപ്രവർത്തനമായി, മനസ്സിൻ്റെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അത് മനോമയ കോശമായി, ഇയാളുടെ പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അത് വിജ്ഞാനമയ കോശമായി. ഇനി മനുഷ്യനുണ്ടാകാവുന്ന, മനുഷ്യന് കിട്ടിയിരിക്കുന്ന മനുഷ്യസിദ്ധികളുടെ പൂർണ്ണത എന്നൊക്കെ പറയുന്ന നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഒരു മനുഷ്യന് എന്തൊക്കെ സിദ്ധികളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണി പറയുമ്പോൾ നമുക്കൊരിക്കലും മനുഷ്യന് കിട്ടാവുന്ന എല്ലാ സിദ്ധികളും കൂടി നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ ആനന്ദമയ കോശമെന്ന് പറയാം. അത് ഐഡിയലാണ്. പക്ഷേ ആനന്ദമയ കോശത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു മനുഷ്യസിദ്ധിയെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം കുത്തിയിരിക്കുക എന്ന് പറയുന്നത്, സ്ക്വാറ്റിംഗ് എന്ന് പറയുന്നതാണ് മലശോധനയ്ക്ക് ഏറ്റവും നല്ല വഴി എന്നാണ് നമ്മൾ പറയുന്നത്. പ്രസവം പോലും അങ്ങനെയാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ലേബർ പോലും സ്ക്വാറ്റിങ്ങിൽ ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. അത് പോട്ടെ. അപ്പോൾ അവിടെ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് ചെറുപ്പത്തിൽ തന്നെ ഉപയോഗിച്ച് വരുന്ന കുട്ടികൾക്ക് ഇന്നത്തെ ജീവിതശൈലിയിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയും കുത്തിയിരിക്കേണ്ടുന്ന അവസ്ഥയില്ല. പണ്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ നിലത്തിരിക്കണമായിരുന്നു, ഇല്ലേ? അപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിരിക്കാം. ഇതൊരു മനുഷ്യൻ്റെ ഒരു സിദ്ധിയാണത്. കുത്തിയിരിക്കുക എന്ന് പറയുന്നൊരു സിദ്ധി ഒരു തരത്തിലും ഉപയോഗിക്കാവുന്ന അവസ്ഥ ഇന്നത്തെ ജീവിതശൈലി ഇല്ലെങ്കിൽ അവിടെ ആനന്ദമയ കോശത്തിലെ ഒരു സാധനത്തെ, അത് 1/1000 ആയിരിക്കും, ഒരു സാധനത്തെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇതാണ് ശരിക്കുള്ള ഇഷ്യൂ. ആനന്ദമയ കോശം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, മതപാഠശാലകളിൽ പാട്ട് പാടിയിട്ട് ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നൊരവസ്ഥയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. പല മതപാഠശാലകളിലും നമുക്ക് അങ്ങനെ പാടുകയും ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ എത്തി എന്ന് പലരും സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അത് അറിഞ്ഞുകൂടാ നമുക്ക്. അതൊന്നും നമ്മൾക്ക് പരിഗണിക്കേണ്ടുന്ന കാര്യമില്ല. നമ്മൾക്ക് നമ്മുടെ മനുഷ്യസിദ്ധികളിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് മാത്രം പരിഗണിച്ചാൽ മതി. ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കേണ്ടതാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ആനന്ദമയ കോശത്തെ എന്ത് ചെയ്യുന്നത്, എംപവർ ചെയ്യുന്നത്. അത് പരിഗണിക്കേണ്ടുന്നൊരു വിഷയമാണ്. ശരീരത്തെ മാത്രം പരിഗണിച്ചാൽ പോരാ, ശാരീരിക പ്രവർത്തനങ്ങളെ പരിഗണിക്കണം, മനസ്സിനെ പരിഗണിക്കണം, വ്യക്തിത്വത്തെ പരിഗണിക്കണം, മനുഷ്യസിദ്ധികളെ പരിഗണിക്കണം. ഇങ്ങനെ പരിഗണിക്കുന്ന ഒരു അപ്രോച്ചിലൂടെ മാത്രമേ നമുക്ക് രോഗത്തെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഇതുപോലും പ്രശ്നമാണ്. ഈ സിദ്ധാന്തം പറഞ്ഞിരിക്കുന്നത് യോഗസൂത്രത്തിലല്ല എന്നുള്ളതാണ് വാസ്തവം. ഉപനിഷത്തുകളിലാണ് പഞ്ചകോശ തിയറി പറയുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുസ്തകത്തെ വെച്ചിട്ട് നമ്മൾ വല്ലാതെ ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഓഫ് യോഗ തെറാപ്പി എന്ന് പറയുന്നത് മനുഷ്യനെ ചികിത്സിക്കുന്ന സമയത്ത് ശരീരത്തിനപ്പുറത്തേക്കുള്ള ചില ഭാവങ്ങളെ പരിഗണിക്കേണ്ടതാണ് എന്നുള്ള ഒരു വാദമാണ് യോഗ ഇന്നത്തെ കാലത്ത് ഉന്നയിക്കുന്നത്. ഇത് വളരെ പ്രായോഗികമായ രീതിയിൽ ചെയ്യാവുന്നൊരു കാര്യമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു ഘട്ടത്തിൽ വേണമെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങളോ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പറയാം. വളരെ നന്ദി ഡോക്ടർ. ഇതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കൂടുതൽ വിശദമായ കാര്യങ്ങൾ അടുത്ത സെഷനിൽ അദ്ദേഹം അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തുടർന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ സി വിശ്വനാഥൻ സാറിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, യോഗ രോഗചികിത്സയിൽ പ്രയോജനകരമോ എന്നതാണ് നമ്മുടെ വിഷയം. ഞാൻ എൻ്റെ കൺക്ലൂഷൻസ് പറയാനുള്ള വാദം ആദ്യമേ ഉന്നയിക്കുകയാണ്. യോഗ ചരിത്രപരമായി ഒരു രോഗചികിത്സാ രീതി ആയിരുന്നില്ല. നാം ഇന്നറിയുന്ന ആസനപ്രധാനമായ യോഗ എന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ 19-ാം നൂറ്റാണ്ട് അവസാന ദശകങ്ങളിലും 20-ാം നൂറ്റാണ്ട് സൃഷ്ടിയാണ്. ഒരു വ്യായാമ രീതിയായും കായികാഭ്യാസ ശേഷി പ്രദർശന രൂപമായും ആണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇത് രൂപമെടുത്തത്. നമ്മളിന്നറിയുന്ന ആസനയോഗ വളരെയധികം പഴക്കമില്ല എന്നർത്ഥം. വിവിധ കായിക പ്രദർശന പാരമ്പര്യങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത വിവിധ ശരീരനിലകൾ കൂട്ടിച്ചേർത്താണ് ആധുനിക യോഗ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ സ്വാതന്ത്ര്യാനന്തരം മാത്രമാണ് രോഗചികിത്സയ്ക്ക് യോഗ ഉപയുക്തമാണ് എന്ന അവകാശവാദം ഇതിൻ്റെ പ്രചാരകർ വ്യാപകമായി ഉന്നയിക്കുന്നത്. ഈ ചരിത്രപരമായ പരിപ്രേക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ യോഗയെ വിലയിരുത്തേണ്ടത്. 20-ാം നൂറ്റാണ്ടിൽ ഈ വിധം ആധുനിക യോഗ നിർമ്മിച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ
ഇവയൊന്നും ശരീരശാസ്ത്രത്തിലോ രോഗചികിത്സയിലോ പ്രത്യേക വൈദഗ്ധ്യമുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ ആയിരുന്നില്ല. വിവിധ രോഗങ്ങൾക്കായി നിർദ്ദേശിക്കപ്പെടുന്ന യോഗാസനങ്ങളും മറ്റും ഒട്ടുമിക്കപ്പോഴും ശരീരശാസ്ത്ര ദൃഷ്ട്യാ അനുചിതവും നിഷ്പ്രയോജനവുമാണ്. ചിലപ്പോൾ ഇവ അപകടവും ഉണ്ടാക്കാം. ഈ പറഞ്ഞ ചരിത്രപരവും ശരീരശാസ്ത്രപരവുമായ കാരണങ്ങളാൽ യോഗ എന്നത് രോഗചികിത്സ പ്രയോജനകരമാണ് എന്ന അവകാശവാദത്തിൽ കഴമ്പില്ല. ഇതാണ് എനിക്ക് പറയാനുള്ള വാദം. ഇതാദ്യം ഉന്നയിക്കാം. ഇതാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചരിത്രപരമായി യോഗ ഒരു ചികിത്സാരീതി ആയിരുന്നില്ല എന്ന് ഡോക്ടർ വിനോദ് തന്നെ പറയുന്നുണ്ട്. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും ഇവിടെ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. യോഗ ശാസ്ത്രചിത്തവൃത്തി നിരോധ, യോഗ ഈസ് കില്ലിങ് സയൻറ്റിഫിക് ടെമ്പർ ഇൻ ഇന്ത്യ. ഇതും കൂടെ എൻ്റെ കൂടെ വേണമെങ്കിൽ പറയാം. പതഞ്ജലിയുടെ AD 4000 400 ആ കാലത്താണെന്ന് പറയുന്നത്. 4-ാം നൂറ്റാണ്ടിലാണ് പതഞ്ജലി യോഗസൂത്രം വരുന്നതെന്നാണ് പറയുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ 8 അംഗങ്ങളാണ്. യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധിയൊക്കെയാണ്. ഇത് ഒരു ശാരീരിക വ്യവസ്ഥയല്ല, ശരീരത്തെ അല്ല പ്രധാനമായും അത് കേന്ദ്രീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിത്തവൃത്തി നിരോധമാണ് ഉദ്ദേശം. യോഗ എന്നത് ഡിഫൈൻ ചെയ്യുന്നതിനാണ് അങ്ങനെ. അതിൽ നമ്മൾ ഇന്ന് നമ്മൾ ഒരു ആധുനിക യോഗയുടെ ഒരു പുസ്തകം എടുത്താൽ മുഴുവനും ആസനങ്ങളാണ് നമ്മൾ കാണാം. പ്രധാനമായും വിശദമായിട്ട് ഇതിലേക്ക് സമയം ഉണ്ടെങ്കിൽ വരാം. അതേസമയം ആദ്യകാലത്ത് നമ്മുടെ പതഞ്ജലി യോഗസൂത്രത്തിൽ ആകെ ഒരു സംഗതിയെ സ്ഥിരസുഖമാസനം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന് കാണുന്ന യോഗ ഇങ്ങനെയൊക്കെയാണ്. സ്ഥിരമോ സുഖമോ അല്ല ആസനങ്ങൾ. ഇത് വിവേകാനന്ദ പറയുന്നുണ്ട്. ആസന കാര്യത്തിൽ ആവശ്യമായ ഒരൊറ്റ സംഗതി നട്ടലിനെ സ്വതന്ത്രമാക്കി നിർത്തുകയാണ്. നിവർന്നിരുന്ന് ഉടൽ, കഴുത്ത്, തല എന്നീ 3 ഭാഗങ്ങൾ ഒരേ തൂക്കിൽ സമമായി നിർത്തുക. ഇത്ര മാത്രമേ ആസനം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് വിവേകാനന്ദൻ 1896 പറയുന്നുണ്ട്. പിന്നെ ഈ ആസനങ്ങളും നമ്മൾ ഇന്ന് കാണുന്ന ഈ യോഗയുടെ ആലഭാരങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് ഹഠയോഗികളാണ്. അവരെ നമുക്ക് മധ്യകാല ഇന്ത്യയിലെ ഹിപ്പികൾ എന്ന് വേണം വിളിക്കാം. അന്ന് അങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവർ. നമ്മുടെ പൊതുസമൂഹ ജീവിത രീതിയുമായി ഒരു ബന്ധവുമില്ലാതെ ഹിപ്പികളെ പോലെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയാണ് ഇവരുടെ കാലഘട്ടം. അതൊരു ലൈംഗിക രഹസ്യാത്മക സാധനയാണ് ഈ ഹഠയോഗം എന്നത്. ഇറ്റ്സ് എ ഇറോട്ടിക്കോ മിസ്റ്റിക്കൽ പ്രാക്ടീസ്. അവർ മറ്റ് അഡിക്റ്റുകൾ, ഈ എന്താ പറയുക, മാദകദ്രവ്യ ഉപഭോക്താക്കൾ ഉപയോഗിച്ചിരുന്നത് ആൽക്കഹോളോ മോർഫിനോ അതുപോലെയുള്ള കറുപ്പ് പോലെയൊക്കെയുള്ള തന്മാത്രകളാണെങ്കിൽ ഇവർ ഉപയോഗിക്കുന്നത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ്റെ ലഭ്യതയെ കുറച്ചുകൊണ്ട് കിട്ടുന്ന ഒരു ആനന്ദാനുഭൂതി അന്വേഷിച്ചിരുന്ന ഒരു പ്രത്യേകതരം ഹിപ്പികളായിരുന്നു. ചെറുപ്പത്തിൽ ചുരുക്കി പറഞ്ഞ ഹഠയോഗികൾ എന്ന് പറയാം. അത് ലൈംഗികതയുമായും ബന്ധമുണ്ട്. ഇറോട്ടിക്കോ മിസ്റ്റിക്കൽ പ്രാക്ടീസ് എന്ന് പറയാം. ഇതൊക്കെ വളരെ ചുരുക്കി പറയുന്ന സമയത്തിൻ്റെ കാരണമുണ്ട്. ഇത് ഓരോന്നും വിശദമായി പറയാനുള്ളതാണ്. ഇതുകൊണ്ടാണ് ഇന്ന് രവിശങ്കർ ഇത് ദ ബ്രെത്ത് ആസ് എ ഗ്രേറ്റ് സീക്രട്ട് ടു ഓഫർ എന്ന് പറയുന്നുണ്ട് രവിശങ്കർ. എന്ന് വെച്ചാൽ ഈ ശ്വാസോച്ഛ്വാസത്തിൽ ഒരു വലിയ രഹസ്യം ഒഴിഞ്ഞു കിടപ്പുണ്ട്. എന്താണ് രഹസ്യം? തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കുറച്ചുകൊണ്ട് ഹെർട്ടിങ് യുവർ ബ്രെയിൻ ഓൺ പർപ്പസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്, കുറച്ച് നേരത്തിന് അതാണ് ചെയ്യുന്നത്. ഇന്നും ഈ തരത്തിലുള്ള യോഗം, ഈ ശ്വാസന വിദ്യകൾ പ്രചരിപ്പിക്കുകയും ധനമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത് എന്താണ്? മസ്തിഷ്കത്തിൻ്റെ ചില കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, മദ്യം എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, താൽക്കാലികമായി നശിപ്പിക്കുന്നത്, മറ്റ് മാദകദ്രവ്യങ്ങൾ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ ലഭ്യതയെ താൽക്കാലികമായി കുറച്ചുകൊണ്ട് ദീർഘമായി ശ്വാസം വലിക്കുമ്പോൾ എങ്ങനെയാണ് കുറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്. അത് വിശദമായി പറയാൻ സമയമില്ല നമുക്ക്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ഭസ്ത്രികയായാലും ഖേചരീ മുദ്ര, ജാലന്ധര മുദ്ര, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഒക്കെ പൊതുബന്ധം എന്താണ്? തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ലഭ്യത താൽക്കാലികമായി കുറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുപയോഗിക്കുന്ന മാദകദ്രവ്യം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മസ്തിഷ്കത്തെ കുറച്ചുകൂടെ സ്തംഭിക്കുന്ന വഴി മാദകാനുഭൂതി കിട്ടുന്നു. ഇതാണ് മാദകദ്രവ്യങ്ങൾ പൊതുവേ ചെയ്യുന്നത്. എന്താണ്? മസ്തിഷ്ക കോശങ്ങളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുക എന്നുള്ളതിനാണ്. ഇത് തന്നെയാണ് ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലൈംഗിക പ്രവൃത്തിയിലും സംഭവിക്കുന്നത്. ഈ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയ്ക്കുകയാണെന്നും അത് സൂചിപ്പിക്കുന്നു. ഇതൊക്കെ സൂചനകളൊക്കെ നമുക്ക് തൽക്കാലം അരമണിക്കൂറിൻ്റെ സമയമുള്ളൂ. ഹഠയോഗികളുടെ ഗ്രന്ഥങ്ങളിൽ ഉദാഹരണത്തിന് ഹഠയോഗ പ്രദീപിക ചില ആസനങ്ങൾ വിവരിക്കപ്പെടുന്നുണ്ട്. തങ്ങളുടെ ലൈംഗിക മിസ്റ്റിക്കൽ സാധനയുടെ ഒരു അനുബന്ധമായാണ് ഈ ശാരീരിക നിലകൾ അവർ വിവരിക്കുന്നത്. രോഗചികിത്സ എന്നത് ഹഠയോഗ സാധനയുടെ ഉദ്ദേശമേ അല്ല. അപ്പോൾ ഈ ആധുനിക യോഗയുടെ മുഖമുദ്ര ഞാൻ പറഞ്ഞ പോലെ വിചിത്രങ്ങളായ കുറേ ശാരീരിക നിലകളാണ്, ആസനങ്ങളാണ്.
ഇത് 20-ാം നൂറ്റാണ്ട് സൃഷ്ടിയാണ് നാം ഇന്നറിയുന്ന ആസനപ്രധാനമായ യോഗ. പഴയ യോഗയും ആധുനിക യോഗയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ 2 റെഫറൻസ് ഗ്രന്ഥങ്ങൾ എടുക്കാം. രണ്ടും BAMS ഡിഗ്രി സിലബസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ സർജറി അവർക്കും യോഗ പഠിക്കാനുണ്ട്. ഡോക്ടർ വിനോദ് കുമാർ ആ ഭാഗമേ സ്പർശിച്ചിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ കൊട്ടക്കൽ പഠിപ്പിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്, എന്ത് തരം യോഗമാണ് പഠിപ്പിക്കുന്നത്, അത് അദ്ദേഹം പറഞ്ഞില്ല. അതിരിക്കട്ടെ, ഞാൻ അതിൽ നിന്നെടുക്കുന്നത് BAMSകാരുടെ സിലബസ് നോക്കിയാൽ ഈ അവരുടെ ആയുർവേദ ചികിത്സകരുടെ പഠനത്തിൽ യോഗ ഇന്നൊരു പഠന വിഷയമാണ്. ഇന്ന് എന്ന് പറയാം, ഇന്ന് മാത്രമേ അത് വിഷയം ആയിട്ടുള്ളതുകൊണ്ടാണ്. മുമ്പൊന്നും ആയുർവേദ പഠനത്തിൻ്റെ ഭാഗമായി യോഗ പഠിപ്പിക്കാറില്ല. അത് 2 തിയറി പേപ്പർ 2 പേപ്പറുണ്ട്, 100 മാർക്ക് വെച്ച്. യോഗ നിസർഗോപചാര എന്ന് പറഞ്ഞിട്ട് 2 പേപ്പറൊക്കെ ഉണ്ട്. അത് ഒന്ന് നേച്ചുറോപ്പതിയും യോഗയും കൂടിയാണ്. അത് സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞിട്ടുള്ള ആ വിഷയത്തിലാണ് അവർ പഠിപ്പിക്കുന്നത്. അതിലെ ഡിസ്ട്രിബ്യൂഷൻ മാർക്സ്. ഇത് പഠിപ്പിക്കണമെങ്കിൽ ഇവർ ചരക ശുശ്രൂഷ സംഹിതകളൊന്നും യോഗയില്ല. അടിസ്ഥാനപരമായ ആയുർവേദ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അതിലൊന്നും യോഗയെക്കുറിച്ചുള്ള പരാമർശമില്ല. അത് വെച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഇനി ഏത് പുസ്തകമുള്ളത്? പല പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 പുസ്തകങ്ങൾ ഞാൻ എടുക്കുക, റെഫറൻസ് ബുക്കുകളായിരിക്കും. ഒന്ന് ഹഠയോഗ പ്രദീപിക, അതാണ് ഒന്ന്, പഴയ പുസ്തകമാണത്, നമ്മുടെ ഹഠയോഗിയുടെ പുസ്തകമാണ് ഹഠയോഗ പ്രദീപിക. പിന്നെന്നുള്ളത് യോഗദീപിക. യോഗദീപിക എന്ന് പറഞ്ഞാൽ ഇതാണ്, ലൈറ്റ് ഓൺ യോഗ അഥവാ യോഗദീപിക. ലൈറ്റ് ഓൺ യോഗ എൻ്റെ നമ്മളിവിടെ നോക്കിയാൽ കാണാം, യോഗദീപിക. ഇതാണ് യോഗദീപിക എന്ന പുസ്തകം. ഇതാണ് അവരുടെ റെഫറൻസ് ഗ്രന്ഥം. എന്താണ് യഥാർത്ഥത്തിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ. അതല്ല ഐഡിയലായ എന്തോ ആണ് യോഗ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്, ഇത് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് റെഫറൻസ് ഗ്രന്ഥം. BAMSകാർ പഠിക്കുന്ന 2 റെഫറൻസ് ഗ്രന്ഥങ്ങളിൽ, ഒന്ന് യോഗദീപികയും ഒന്ന് ഇതുമാണ്. വേറെയും പുസ്തകങ്ങളുണ്ട്, ഇല്ലാന്നല്ല. 2 ഞാൻ സൗകര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു മാത്രം. ഞാൻ 2 ക്ലാസിക് ആയതുകൊണ്ട്. ഒന്ന് പഴയ യോഗയുടെ ബൈബിളാണെങ്കിൽ, ഹഠയോഗയുടെ ബൈബിളാണെങ്കിൽ, ഇത് പുതിയ ആധുനിക യോഗയുടെ ബൈബിളാണ്. ഹഠയോഗ പ്രതിഭ അത് ആക്സസറി എന്നാണ് പറയുന്നത്, ഫസ്റ്റ് ആക്സസറി ഓഫ് യോഗ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യത്തിനും ഇരിപ്പിനും ശരീരത്തിൻ്റെ ലഘുത്വത്തിനും വേണ്ടി ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ആക്സസറി എന്ന് പറഞ്ഞാൽ എന്താണ്? സംബന്ധമുള്ള കൂട്ടാളി, പ്രധാന വസ്തുവിൻ്റെ കൂടെ അപ്രധാന വസ്തു, അത്രയും അവർ പ്രാധാന്യം ഇതിന് കൊടുത്തിരുന്നുള്ളൂ എന്നർത്ഥം. 15 ആസനങ്ങളാണ് പറയുന്നത്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ്: സ്വസ്തികാസന, ഗോമുഖാസന, കൂർമാസന, കുകടാസന, ഉത്താനാസന, വീരാസനം, ധനുരാസനം, മത്സ്യം, മയൂരം, പശ്ചിമത്താനം, ശവാസനം. ഇത്രയുള്ള 15 ആസനങ്ങൾ മാത്രമേ ഈ 1ാമത്തെ റെഫറൻസ് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളൂ. വേറെ പുസ്തകങ്ങളുണ്ട്, അതല്ല. പക്ഷേ ഞാൻ പറയുന്നത് റെഫറൻസായി കൊടുത്തിരിക്കുന്ന 2 പുസ്തകങ്ങളിൽ ആദ്യത്തെ ഹഠയോഗ പ്രതിഭയിൽ 15 ആസനങ്ങളേ ഉള്ളൂ. ആകെ 15 ഉള്ളൂ. 4 അവസാനത്തെ ഇത് മാത്രം ആണ് പ്രധാനം എന്നാണ് പറയുന്നത്. ഈ 15 പറഞ്ഞിട്ട് തന്നെ ഇതിൽ 4 ഫസ്റ്റ് ഫോർ ബീങ് ദ എസെൻഷ്യൽ വൺസ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 4 അതിൽ തന്നെ 1 ഏറ്റവും പ്രധാനമാണ്. അതാണ് സിദ്ധാസനം. അപ്പോൾ അവരത്രയേ പ്രാധാന്യം കൊടുത്തില്ല. 15 പറഞ്ഞാലും 4 പരമപ്രധാനം, അതിലൊന്നാണ് പരമപ്രധാനം. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഈ ലൈംഗിക രഹസ്യാത്മക സാധനയുടെ ഒരു ആക്സസറി മാത്രമായിരുന്നു. ആസനയോഗ എന്നത് 20ാം നൂറ്റാണ്ട് സൃഷ്ടിയാണ്. ഒന്നുകൂടി പറയട്ടെ, ആർഷഭാരത സൃഷ്ടിയൊന്നുമല്ല, അധികം പഴക്കമൊന്നുമില്ല. എന്താണ് 20ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത്? ഒന്ന്, പൊതുപ്രദർശനത്തിലുള്ള ഒരു സംഘവ്യായാമമായി ഡ്രിൽ എന്ന പാശ്ചാത്യ രീതിയെ ഭാരതവൽക്കരിച്ചു. അതാണ് 1ാമത്തെ സംഭവം. അത് നമ്മൾ ഇന്ന് അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. 2ാമത്, അതീവ സങ്കീർണമായ അഭ്യാസ നിലകൾ വ്യാപകമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. നമ്മൾ ഈ കാണുന്ന 15 ഉള്ള പരമാവധി 32 ഗ്യാരണ്ട സംഹിതയിലുള്ളൂ. അപ്പോൾ വ്യാപകമായി കൂട്ടിച്ചേർത്തു. യോഗ എന്നതുമായി അന്നേ വരെ ബന്ധമില്ലാതിരുന്ന അനേകം ശാരീരിക നിലകൾ യോഗ എന്ന പേരിൽ പ്രചാരത്തിലായി. ഇതൊക്കെ 20ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ്. ഇതുണ്ടായിക്കൊണ്ടിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ നമ്മളോട് ഇന്ന് ജീവിച്ചിരിക്കേണ്ട അർത്ഥം. നമ്മുടെ ഒരു തലമുറയുടെ കാലത്ത് നടന്ന കാര്യമാണ്. അതായത് വളരെ പുരാതനമായ സംഗതിയല്ല. അയ്യങ്കാരുടെ യോഗദീപികയിൽ ഇത് 1966 ആദ്യത്തെ എഡിഷൻ വരുന്നത്. 200 ആസനങ്ങളുണ്ട്. നമ്മുടെ ഹഠയോഗ പ്രതിഭയിൽ 15 ഉണ്ടായിരുന്നു. തുടർന്ന് 1896 വിവേകാനന്ദൻ പറയുമ്പോൾ പോലും ഒരു പ്രാധാന്യം ഇല്ലാതിരുന്നതിന് ഇത്രയും കാലം കൊണ്ട്, കേവലം ഒരു 70 കൊല്ലം കൊണ്ട് 1966 ആയപ്പോഴേക്കും 200 ആസനങ്ങളും 592 ഫോട്ടോകളും ഈ പുസ്തകത്തിൽ കാണുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്നത്തെ സ്റ്റാൻഡേർഡ് യോഗ നടക്കുന്നത് എന്താണ്? നമ്മൾ കാണുന്ന യോഗ അതിലെന്താണ്? അതിലൊരു 15 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഇപ്പോൾ അന്താരാഷ്ട്ര യോഗ ദിനത്തിന് നടന്ന യോഗ പ്രദർശനത്തിൽ 15 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 15 ആകെ ഹഠയോഗ പ്രതിഭയിലുള്ള 1 ഉള്ളൂ, ശവാസനം മാത്രം. ബാക്കിയൊക്കെ പുതുതാ. ഹഠയോഗ പ്രതിഭയിലുണ്ട്. കേരള സംഹിതയിലുള്ള കുറച്ചെണ്ണമുണ്ട്. തടാസനം, അറ്റൻഷൻ നിൽക്കുന്നതാണ് തടാസനം. വൃക്ഷാസനം, ഇതൊന്നുമില്ല. പാദഹസ്താസനം, അർദ്ധചക്രാസനം, ത്രികോണാസനം, ദണ്ഡാസനം, വജ്രാസനം,
അർദ്ധ ഉഷ്ട്രാസനം, ശശാങ്കാസനം, ഇത് ഓരോ പേരങ്ങൾ കൊടുക്കുകയാണ്. മൊയൽ മാതിരി, മറ്റേമാതിരി, അത് അവർ തുടങ്ങിയിട്ടുള്ള പാരമ്പര്യമാണ്. മയിൽ മാതിരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ വക്രാസനം, ഭുജംഗാസനം, പാമ്പ്, ശലഭാസനം, സേതുബന്ധാസനം, ഇതൊന്നും തന്നെ പഴയ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നതല്ല. വളരെ അപൂർവമായിട്ടുള്ള 1-2 കേരള സംഹിതയിൽ കാണാം. അതല്ല, ഞാൻ ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഹഠയോഗ പ്രതിയോഗ പോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ബുക്കിൽ പോലും നമ്മൾ കാണുന്നില്ല ഉള്ള പവനമുക്താസനം, ഇതിൽ ശവാസനം മാത്രമാണ് നമ്മുടെ ഹഠയോഗ പ്രതിയോഗയിൽ കാണാം. അപ്പോൾ ഇത് നമ്മൾ ചോദിക്കേണ്ടത് ആരാണ് ഇത് ചെയ്തത്? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എവിടെ നിന്നാണ് ഇതൊക്കെ വന്നത്? ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒരാളാണ് പ്രധാനി, പലരുണ്ട്. ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആൾ നമ്മുടെ ആധുനിക യോഗയുടെ പിതാവ് എന്ന് പറയാവുന്നത് തിരുമലൈ കൃഷ്ണമാചാര്യ എന്നൊരു അദ്ദേഹമാണ്. അദ്ദേഹമാണ് ഈ യോഗക്ക് വീര്യവും വ്യാപ്തിയും വർദ്ധിപ്പിച്ചത്. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്താണ്. എൻ്റെ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യങ്കാർ ഇദ്ദേഹത്തിനാണ് പറയുന്നത്. VKS അയ്യങ്കാറിൻ്റെ ഗുരു ആയിരുന്ന VKS അയ്യങ്കാറിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറുതിലെ പിടികൂടി പഠിപ്പിച്ച അദ്ദേഹമാണ് തിരുമലൈ കൃഷ്ണമാചാര്യ. ഫാദർ ഓഫ് മോഡേൺ യോഗ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം. ഈ നിൽക്കുന്ന കണ്ടില്ലേ, ഈ ക്രൂരതയാണ്. ഇത് അദ്ദേഹം എവിടെ കയറി നിൽക്കുന്നത് നോക്കൂ. അയ്യങ്കാർ ആ കാലത്തെ കുട്ടികളുടെ മുകളിൽ ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ശരിപ്പെടുത്താണ്. എന്താ ശ്രദ്ധിച്ച് കാണേണ്ട പഠനങ്ങളൊക്കെ. ഇന്നാണെങ്കിൽ ജയിലിൽ പോയില്ല, മതത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ജയിലൊന്നും പോയില്ലായിരിക്കും. ഏതായാലും ഇത് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇന്ന് നമ്മൾ ചൈനക്കാർ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നെറ്റിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ഇത് ഭയങ്കര സംഭവമാണ്. ചൈനക്കാർ ജിംനാസ്റ്റുകളെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പിടിച്ച് അതിനുള്ളിൽ കയറി നിൽക്കണു, ചവിട്ടണു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ വളരെ വികാരം കൊള്ളും. ഇതൊക്കെ ഇങ്ങനെയാണ് ഇന്ത്യൻ യോഗ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതേ കാര്യമാണ് നമ്മുടെ ആധുനിക യോഗയുടെ സൃഷ്ടാവായ തിരുമലൈ കൃഷ്ണമാചാര്യ മൈസൂർ കൊട്ടാരത്തിലെ യോഗശാലയിൽ ചെയ്ത് അവിടെ വെച്ചാണ് ഇത് ഉണ്ടായത്. മൈസൂർ കൊട്ടാരത്തിൽ രാജാവിൻ്റെ സംരക്ഷണയിൽ 1930കളിലാണ് ഈ പുതിയ സംഭവം ഉണ്ടാക്കിയെടുക്കപ്പെട്ടതെന്നാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുള്ള കാര്യം. വേറെയും ചില വ്യക്തികൾ പുറത്തുണ്ട്, അത് വളരെ വിശദമായി പോകാൻ സമയമില്ല. VKS അയ്യങ്കാർ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഗുരുവിൻ്റെ ഡ്യൂട്ടി, ഇറ്റ് വാസ് മൈ ഗുരുസ് ഡ്യൂട്ടി ടു പ്രൊവൈഡ് ഫോർ ദ എഡിഫിക്കേഷൻ ആൻഡ് അമ്യൂസ്മെൻറ്റ് ഓഫ് ദ മഹാരാജാസ് എൻടൂറേജ്. അത് ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച് മാർക്ക് സിംഗ്ലട്ടൺ എന്ന പണ്ഡിതൻ എഴുതിയുള്ള പുസ്തകമാണിത്, യോഗ ബോഡി. ഇതിൻ്റെ ചരിത്രമൊക്കെ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ VKS അയ്യങ്കാർ പറഞ്ഞാണ്, സന്ദർഭവശാൽ VKS അയ്യങ്കാർ ഞാനും കണ്ടിട്ടുണ്ട് ഒരു തവണ. പിന്നെ അദ്ദേഹം പറയുന്നതാണ്, ഈ കുട്ടികളെ മോസ്റ്റ് ഇംപ്രസീവ് ആൻഡ് അസ്റ്റോണിഷിങ് പോസ്റ്റേഴ്സിലേക്ക് ഇതുപോലുള്ള വളരെ അത്ഭുതകരമായ ശാരീരിക നിലകൾ പ്രദർശിപ്പിക്കാൻ എന്തിനു വേണ്ടിയാണ്? ഫോർ ദി എഡിഫിക്കേഷൻ ആൻഡ് എൻജോയ്മെൻറ്റ്, എഡിഫിക്കേഷൻ ആൻഡ് അമ്യൂസ്മെൻറ്റ് ഓഫ് ദി മഹാരാജാസ് എൻടൂറേഷനാണ്. മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സദസ്യരുടെയും അദ്ദേഹത്തിൻ്റെ പരിചാരകർ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സദസ്യർ, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുക എന്നായിരുന്നു ഇതാണ് അദ്ദേഹത്തിന്. അതൊരു വലിയ ഭൂമിയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ രാജാവിൻ്റെ മുന്നിൽ ഇത് പ്രദർശിപ്പിക്കാം. അപ്പോൾ ഏറ്റവും അത്ഭുതകരമായ രാജാവിൻ്റെ വിനോദത്തിന് വേണ്ടി, ചുരുക്കി പറഞ്ഞത് രാജാവിൻ്റെയും കൊട്ടാരവാസികളുടെയും വിനോദത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇത്രയും ഇപ്പോൾ ഈ ജിംനാസ് ചെയ്യുന്ന പോലെ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ചികിത്സക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമല്ല ഇത്. ഇതൊരു ഒരു പ്രദർശനത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് 20-ാം നൂറ്റാണ്ട്. പിന്നെ ആരിത് ചെയ്തു എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി. ഇത് എവിടുന്ന് വന്നു, എവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വന്നത്? ഇതൊന്നും നമ്മുടെ പഴയ പുസ്തകങ്ങളിലില്ലല്ലോ. ഈ അത്ഭുതകരമായ ശാരീരിക നിലകളൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ പാചകക്കാരനെ പറ്റൂ. അവിയൽ കൂട്ടുമ്പോൾ എല്ലാ കഷ്ണവും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കുറേയൊക്കെ ഉടഞ്ഞു ചേർന്ന് പോയിണ്ടാവും. എന്ന് പറഞ്ഞ പോലെ പല സാധനങ്ങളും പലതേക്കുന്നായി ചേർത്തുണ്ടാക്കിയ ഒരു അവിയലാണ്. കൃത്യമായിട്ട് പറയാൻ ഒരുപക്ഷെ പാചകക്കാരൻ മാത്രമേ ഒരു നന്നാലും ഇത് കൂട്ടുന്നവർക്ക് ഓരോന്ന് എടുത്തു നോക്കിയാൽ ഇത് ഇതാണ്, പിന്നെ മുരിങ്ങക്കോലാണ്, ഇത് ക്യാരറ്റിൻ്റെ കഷ്ണമെന്ന് പറയാലോ. അതുപോലെ നമുക്കൊരു അന്വേഷണം അവിടെ ഇവിടേക്ക് നടത്തി നോക്കാം. ഇത് തടാസനം തുടങ്ങുന്നത് അതാ തമാശ. സ്ഥിരം സുഖമാസനം എന്ന് പറയുന്നിടത്ത് ഇത് തുടങ്ങുന്നത് എവിടെയാണെന്ന് അറിയോ? നിന്നുകൊണ്ടാണ്. അറ്റൻഷൻ, ഹോസിയാർ, ഇതാണ് തുടങ്ങുന്നത്. മനസ്സിലായോ? തദാസനത്തിലാണ് തുടങ്ങുന്നത്. ഡ്രിൽ മാഷന്മാരെടുത്താണ് തുടങ്ങുന്നത്. ഇതാണ് ഡ്രിൽ മാഷന്മാർ നല്ല സംഭവമാണ്. അല്ലേ, ഇത് തുടക്കം തന്നെ ഒരു പോസ്റ്ററിലാണ്, നിന്നുകൊണ്ടാണ് പ്രവേശിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് പുതിയ ആധുനിക ആസനയോഗം, നിന്നുകൊണ്ട് പ്രവേശിക്കുന്നത്, അറ്റൻഷനിലാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡ്രിൽ മാസ്റ്റർമാരുടെ സംഭവം. വെച്ചാൽ ഇത് സ്വീഡിഷ് ഫോം ഓഫ് ഡ്രിൽ. ആ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം വന്നിട്ടുള്ള സ്കൂളുകളിലെ ഡ്രില്ല് ആരംഭിക്കുന്ന പോലെയാണ് പുതിയ യോഗ ആരംഭിക്കുന്നത്, അറ്റൻഷനിൽ ആരംഭിക്കുന്നത്. ഡ്രിൽ മാസ്റ്റർമാർ ചെയ്യുന്ന അങ്ങനെയല്ലേ, അറ്റൻഷനിൽ ആദ്യം നിൽക്കുക. അവിടെ അതേപോലെയാണ് തുടങ്ങുന്നത്. ഒരു സംശയമില്ല, അത് നോക്കിയാൽ അറിയാം. ആദ്യം തുടങ്ങണം, ഫസ്റ്റ് അതാണ്. ആസനാസ് 1 തടാസന, 200 ആദ്യത്തെ ആസന തടാസന. സ്വീഡനിൽ നിന്ന് ഇത് മാർക്ക് സിംഗിൾട്ടൺ അദ്ദേഹത്തിൻ്റെ വേറൊരു പേപ്പറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബുക്സ് മാനുവൽ, ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, നീൽസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് 1880 മുതൽ 1950 വരെ ചെയ്യുന്ന ഒരു സ്വീഡിഷ് ജിംനാസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, എന്താണ്,
ഇത് ബുക്സ് മാനുവൽ, ആ പുസ്തകത്തിൽ നിന്ന് 28 എണ്ണം ഇതിലുണ്ട്. ഈ പറഞ്ഞ 200 എണ്ണത്തിൽ 28 എണ്ണം അദ്ദേഹത്തിൻ്റെ റിസർച്ച് കാണും. 28 എണ്ണം കൃത്യമായിട്ട് ആ ഡ്രിൽ പുസ്തകത്തിലുള്ളതാണ്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഡ്രിൽ, ഈ സ്വീഡിഷ് ഡ്രില്ലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇത് അതാണ് ബുക്സ് മാനുവൽ എന്ന് പറയുന്നത്. നീൽസ് ബുക്കിൻ്റെ പ്രൈമറി ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന ബുക്ക്. ഇത് യോഗയല്ല കേട്ടോ, ഇത് ജിംനാസ്റ്റിക്. ഇത് പക്ഷേ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട യോഗ. കൈമുത്തി എന്നുള്ള വൃശ്ചികാസനം നോക്കാൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ ഏതാണ്ട് അതാണിത്. പിന്നുള്ളത് അതൊന്ന് സ്വീഡിഷ് ജിംനാസ്റ്റിക്സിന് എടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോർഷൻ സർക്കസിൽ നിന്ന് വന്നിട്ടുണ്ട്. സർക്കസിൽ നിന്ന് കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഇത് കണ്ടോർഷൻ എന്ന് പറയും. ഇതൊരു ആസനമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു സാറേ? ഗണ്ഡബേരുണ്ടാസനം. ഇത് ഗണ്ഡബേരുണ്ടാസനാണ്. അതെ, ഇതാണ് ഗണ്ഡബേരുണ്ടാസനം. ഇതെവിടെ നിന്ന് വന്നിരിക്കുന്നത്? കണ്ടോർഷനിസ്റ്റുകളിൽ നിന്നാണ്. ഇത് കണ്ടോർഷനാണ് സർക്കസ് കാണിക്കുന്നത്. അതിനൊരു പേരിട്ടു, ഗണ്ഡബേരുണ്ടാസനം. ഇത് ഈ കണ്ടോർഷൻ എന്ന് വെച്ചാൽ ഇന്നും തുടരുന്നൊരു പുരാതന കായിക കൗതുകമാണ്. യൂറോപ്പിലുമുണ്ട്, എല്ലാ ദിക്കിലുമുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇതിങ്ങനെ പല രീതിയിൽ കാണിക്കാൻ പറ്റുന്നത് അതൊരു കായിക വിനോദമാണ്, കായിക കൗതുകമാണ്. ഇത് ആ കാലത്ത് 17-ാം നൂറ്റാണ്ടിലുള്ള ഒരു സർക്കസിൻ്റെ പരസ്യമാണിത്. എന്താ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇത് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ എന്താ അറിയോ? ഇത് ഗണ്ഡബേരുണ്ടാസനം. ആര് ചെയ്യുന്നത്? ഇത് അയ്യങ്കാർ ചെയ്യുന്നത്. ഈ പടത്തിനെടുത്തുള്ള, ഈ പുസ്തകത്തിനെടുത്തുള്ള ഇത്രാണിത്, ഗണ്ഡബേരുണ്ടാസനം. ഇതാണ് ഗണ്ഡബേരുണ്ടാസനം. ഇത് സർക്കസുകാർ പ്രദർശനത്തിലുള്ളതാണ്. സർക്കസുകാരുടെ പോസ്റ്ററിലുള്ള സാധനമാണ് പുസ്തകത്തിൽ. മനസ്സിലായ? ഗണ്ഡബേരുണ്ടാസനം. അധോമുഖ വൃക്ഷാസനം, തലകുത്തി കൈകുത്തി നിൽക്കുന്നതിന് അധോമുഖ വൃക്ഷാസനം സർക്കസ് എന്ന് പറഞ്ഞതാണ്. ഇതാണ് ഊർധ്വധനുരാസനം. ഒക്കെ സംസ്കൃത പേരാണ് ചെയ്യുന്നത്. സർക്കസാണ്, കൃത്യമായി സർക്കസിനെടുത്താണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം എന്നർത്ഥം. പിന്നെ ഇതുപോലെ തന്നെ ഒരു കണ്ടോർഷനിസ്റ്റിനെ കുറിച്ച് വന്ന ലേഖനമാണ് 1889 സ്ക്രിബ്നേഴ്സ് മാഗസിൻ. ഇത് ഞാൻ നെറ്റിൽ പോയാൽ നിങ്ങൾക്കും കിട്ടും. പഴയ മാസികകളൊക്കെ ഇന്ന് നെറ്റിന് ഫ്രീ ആയിട്ട് കിട്ടും. അതിലൊരു ലേഖനം ഇത് ഞാൻ തന്നെ പോയി തപ്പിയെടുത്താണ്. അനാട്ടമി ഓഫ് എ കണ്ടോർഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ ഞാൻ പോയി തപ്പിയെടുത്താണ്. ഇതിൽ ഈ ലേഖനത്തിന് ആദ്യം കാണുന്ന ചിത്രത്തിൽ ഇദ്ദേഹം ഇരിക്കുന്നതിനാണ് ഇന്ന് സമകോണാസനം എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ അവിയല്ലേ ഓരോ കഷ്ണം എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക്. ഇതാ ലേഖനമാണ്. ഈ ലേഖനത്തിൽ അദ്ദേഹം കാണിക്കുന്ന വിവിധ പോസ്റ്ററുകളെ കുറിച്ച് വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ഇത് ഓരോന്നും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഗണ്ഡബേരുണ്ടാസനം എന്ന ആസനത്തിന് ഊർധ്വധനുരാസനം എന്നതിലേക്ക് വഴിയാണിത് ഓരോന്നും. ഇതാണ് ജിംനാസ്റ്റ് കാണിക്കുന്നത്, ഇത് നമ്മുടെ പൂണൂലിട്ടാൾ കാണിക്കുന്നത്. വ്യത്യാസം എന്താണ്? ഒരു പൂണൂല് കൂട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങണാണ്. സീംസ് ടു റിവോൾവ് ആസ് ആൻ ആക്സിസ് ലൈക്ക് ആൻ സ്റ്റേഷനറി വീൽ. തല കുത്തി വെച്ചിട്ട് ഒരു വീല് പോലെ കറങ്ങുക എന്നുള്ളതാണ് ഒരു ഇത്. അവർ കൃത്യമായിട്ട് പറഞ്ഞത് ലൈക്ക് എ സ്റ്റേഷനറി വീൽ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ട് ഇദ്ദേഹം റിവോൾവ് ആസ് ആൻ ആക്സിസ് ലൈക്ക് എ സ്റ്റേഷനറി വീൽ എന്ന മണ്ഡലാസനം, അതിന് ഇതിൻ്റെ മണ്ഡലാസനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിൻ്റെയാണ്. യുവർ ഹെഡ് വിച്ച് ഷുഡ് റിമെയിൻ സ്റ്റേഷനറി, തല സ്റ്റേഷനറി ആക്കി നിർത്തിക്കൊണ്ട് ഏതാണ്ട് അതേ വാചകങ്ങളിലാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ മണ്ഡലാസനം കറങ്ങണതിന് മണ്ഡല മീൻസ് വീൽ. അപ്പോൾ അതിൽ വീൽ എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെ മണ്ഡല എന്ന് പറഞ്ഞു. ഇത്രയും വ്യത്യാസം. ഇതേ സാധനമാണ് അവിടെ നമ്മൾ കണ്ട അതേ ചിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ ഞാൻ ഫോട്ടോ ഇതെടുത്താണ്, സ്കാൻ ചെയ്ത ചിത്രങ്ങളാണ്. ഇതൊക്കെ വന്നേക്കുന്ന ഇടുന്ന സർക്കസ്. അതേ ആ അനാട്ടമി ഓഫ് കോണ്ടോർഷനിസ്റ്റിനുള്ള പുസ്തകം ഇങ്ങോട്ട് വന്നാൽ ഇതിലെ ഓരോ പോസ്റ്ററും ഓരോ യോഗാസനമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് 200 ഉണ്ടായത്. വെറുതെ അല്ല, ഹഠയോഗ പ്രതിഭീകരണം എന്നുള്ള സാധനം അല്ലത്. തിത്തിഭാസനം അതാണ് അതാണ് മിന്നാമിനിങ് എന്നാണ് അർത്ഥം. ശബ്ദധാര അവർ കണ്ടുപിടിച്ചേട്ടാ. മിന്നാമിനിങ് എന്ന് പറഞ്ഞത് തിത്തിഭാസനം. ഒരു പേര് വേണ്ടേ? അപ്പോൾ ഇത് മിന്നാമിനിങ് പോലെ ആ കട്ടക്കട്ടന്. ഇത് പേരുണ്ടാക്കായിട്ടുണ്ടായ ഒരു കഷ്ടപ്പാടാൻ ആലോചിക്കുന്നത് കേട്ടോ. ഒരു തിത്തിഭാസനം സംസ്കൃതം വേണം തന്നെ. അപ്പോൾ ഇതുപോലും ഇത് ആ സ്ക്രിബ്നേഴ്സ് മാഗസിനുള്ളതാണ്. ഇത് നമ്മുടെ അയ്യങ്കാരി ചെയ്യുന്നതാണ്. ഇത് സ്ക്രിബ്നേഴ്സ് മാഗസിനാണ്. ഇത് അയ്യങ്കാരി ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ സർക്കസ് തേരം ചെയ്യുന്നതാണ്. ഇത് അയ്യങ്കാരി ചെയ്യുന്നതാണ്. എന്താ വ്യത്യാസം? ഇവിടെ കൈ പിന്നോട്ട് കെട്ടും, ഇവിടെ കൈ മുന്നോട്ട് കെട്ടും. അപ്പോൾ അതാണ് ഇങ്ങനെ കൈ തൊഴുത് വെച്ചാൽ എന്തായി? യോഗാസനായി. കൈ പിന്ന് കെട്ടിയ സർക്കസായി. ഇത്രയും വ്യത്യാസമുള്ളൂ. അത് ദുർവാസാസനം എന്നൊരു പേര്. കാരണം ബാക്കിയൊക്കെ തീർന്നു. എന്താ ദുർവാസാവിൻ്റെ പേരിട്ടെന്ന് വെച്ചാൽ വേറെ പേരൊന്നും ഇല്ലാന്ന് എനിക്ക് വന്നത്. അവിടെ ദുർവാസാവിൻ്റെ ഒരു പേര് ദുർവാസാസനം. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഒരു പാരമ്പര്യമില്ല, യാതൊരു പാരമ്പര്യമില്ല. ഇപ്പം 20-ാം നൂറ്റാണ്ടിൽ വെറുതെ പടച്ചുണ്ടാക്കിയ സാധനം. അപ്പോൾ ഇതാണ് കൈകൾ. ഇതാണ് ഹനുമാനാസനം. കൈകൾ കെട്ടിയാൽ സർക്കസ്, കൈ തൊഴുതാൽ ആസനം, ഹനുമാനാസനം. ഇതാണ് ഹനുമാനാസനം. ഇതാണ് ഈ അനാട്ടമി ഓഫ് കണ്ടോർഷനിസ്റ്റിൽ പറഞ്ഞപ്പോൾ അതേ സാധനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ കൈ ഇങ്ങനെ കെട്ടി. അപ്പോഴേക്ക് എന്തായി? അത് യോഗാസനം. ഇത്രയേ ഉള്ളൂ യോഗാസനത്തിൻ്റെ ഒക്കെ ചരിത്രവും പാരമ്പര്യവും. അപ്പം ഇതാണ് വീര്യം 6 ഇരട്ടിയാക്കിയ കൃഷ്ണമാചാര്യ യോഗ. കാരണം പരമാവധി ഗേരണ്ട സംഹിതയിൽ പോലും 32 ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ, പേര് പറഞ്ഞിട്ടുള്ളൂ.
പറയുമ്പം പറയും 84,000 ഉണ്ടായിരുന്നു ശ്രീ പരമശിവൻ പറഞ്ഞത്, അതൊക്കെ പറയും. അത് പക്ഷേ വിവരിച്ചിട്ടില്ല. അപ്പോൾ ഈ സദസ്യരെ അത്ഭുതപ്പെടുത്താനും രസിപ്പിക്കാനും ഉദ്ദേശിച്ചുണ്ടാക്കിയ ഈ സാധനം അത് എവിടെ കാണിച്ചാലും, ലണ്ടനിൽ കാണിച്ചാലും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ അനാട്ടമി ഓഫ് കൺടോർഷൻസ് അതൊരു ഇംഗ്ലീഷ് മാസികയിൽ നിന്നുള്ളതാണ്. അവിടെ സർക്കസുകാർ കാണിച്ചത് ഇവിടെ യോഗാസനം എന്ന് പേരിട്ടുണ്ട് ഇവിടുത്തെ രാജാവിനെയും സഭാവാസികളെയും രസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സത്യം. ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ബാബ രാംദേവിൻ്റെ കണ്ടപ്പോൾ അതിൽ അദ്ദേഹം ഒരു പേരുണ്ടാക്കിയിരുന്നു, ദ്വിചക്രാസനം. ഇത് പറയുന്നുണ്ട് എന്താണ് സൈക്കിൾ, മുപ്പരനെ പറയുന്നുണ്ട് സൈക്കിളിന് എന്താണ് അത് 2 ചക്രം ഉണ്ടല്ലോ, അപ്പോൾ ഇത് ദ്വിചക്രാസനം. മുപ്പരിട്ട പേരാണ് സൈക്കിൾ. അപ്പോൾ സൈക്കിൾ കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ പുതിയ പേര് കിട്ടി. ബാക്കിയൊക്കെ തീർന്നിരിക്കുന്ന പേര്. അതുകൊണ്ട് ഇതെന്താ പരിപാടി എന്നറിയോ? മലന്ന് കിടന്നിട്ട് കാല് ഇങ്ങനെ കറക്കില്ലേ, ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എയർ സൈക്ലിംഗ്, അതൊരു സാധനമുണ്ട്. എയർ സൈക്ലിംഗ് മലന്ന് കിടന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ സൈക്കിൾ, ആകാശ സൈക്കിൾ വിടുന്ന പോലെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ കാലുകൊണ്ട് തിരിക്കാം. അതൊരു എക്സസൈസാണ്. അത് നമ്മളിപ്പോൾ ഈ വെയിറ്റ് കുറക്കാനുള്ള വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഈ എക്സസൈസിനെ പറ്റി വിവരിക്കുന്നത് എയർ സൈക്ലിംഗ് എന്നാണ് അതിൻ്റെ പേര്. അതിനെ ബാബ രാംദേവ് എടുത്തിട്ട് എന്ത് ചെയ്തു, ദ്വിചക്രാസനം എന്നൊരു പേരിട്ടിട്ട് മൂപ്പര് അവിടെ കിടന്ന് കാണിക്കുന്നു. ദ്വിചക്രാസനം ഇത് നിർത്തിയിട്ടില്ല, ഇപ്പോഴും തുടരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ യോഗയുടെ പാരമ്പര്യം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കൺക്ലൂഷൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഒരു വ്യായാമ രീതിയായും കായികശേഷി പ്രദർശന രൂപമായുമാണ് ആധുനിക യോഗ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ രൂപമെടുത്തത്. വിവിധ കായിക പ്രദർശന പാരമ്പര്യങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത വിവിധ ശരീരനിലകൾ കൂട്ടിച്ചേർത്താണ് അത് നിർമ്മിക്കപ്പെട്ടത്. ഇതാണ് ഒരു ആദ്യ ഭാഗം എനിക്ക് പറയാനുള്ളത്. ഇതെങ്ങനെയാണെന്നറിയോ? രാമർ പെട്രോളുമാതിരി. ഈ രാമർ പെട്രോൾ എന്നൊരു സാധനമുണ്ട്. 1996 ഉണ്ടായ വലിയ സംഭവമാണത്. മൂപ്പര് പറഞ്ഞു ഞാനിങ്ങനെ ഈ പച്ചിലകളിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കി. ഇത് അന്നുണ്ടായ വാർത്തയാണ്. ഇറ്റ്സ് ഇൻക്രെഡിബിൾ ബട്ട് ട്രൂ എന്ന് ആര് പറയുന്നു? IIT കെമിസ്റ്റ് NK ഝാ. ഇന്ന് പറയുന്നത് എന്താണ്? യോഗ ലോകം മുഴുവനും ശാസ്ത്രജ്ഞന്മാർ രാമർ പെട്രോളിനെ ശാസ്ത്രജ്ഞന്മാർ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. IITയിലെ കെമിസ്റ്റാണ് പറയുന്നത് ഇറ്റ്സ് ഇൻക്രെഡിബിൾ ബട്ട് ട്രൂ രാമർ പെട്രോൾ 1996. അപ്പോൾ ഇതുകൊണ്ട് ഈ യോഗയെ പറ്റി അത് മാറ്റി മറ്റേത് മാറ്റി മറിച്ചത് മാറ്റി ഇങ്ങനെ ആയിരക്കണക്കിന് പേപ്പറുകൾ കണ്ടൊന്നും ആരും പരിഭ്രമിക്കണ്ട. രാമർ പെട്രോളിനെ ഏറ്റവും മികച്ച സാധനമാണ്, അവിശ്വാസ്യമെങ്കിലും സത്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? IITയിലെ കെമിസ്ട്രി ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത്. അവിടെ അവർ മാത്രമല്ല, വലിയ ആ ന്യൂസ് എടുത്തെങ്കിൽ നമ്മുടെ DST സെക്രട്ടറി ഡിഫൻസ് സയൻസ് അഡ്വൈസർ APJ അബ്ദുൽ കലാം എല്ലാവരും ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് 1996. ഇത് എപ്പോഴാണ് പൊളിയുന്നത്? പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ആര് പൊളിക്കണു? CBI. അവരാണ് പോയിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്, അല്ലാണ്ട് പിന്നെ ശാസ്ത്രജ്ഞന്മാരെന്നല്ല. ഇതിൻ്റെ ചരിത്രം ഞാനത് പറഞ്ഞു, ചരിത്രപരമായി പോയി നോക്കണം. ഇയാളുടെ ചരിത്രം അന്വേഷിക്കുമ്പോൾ എന്താ ചെയ്യണേ? ഇയാൾ ഈ റിഫൈനറിയിൽ അതാ ആരാ പറയുന്നത്? മുഖർജി CBI ജോയിൻറ്റ് ഡയറക്ടർ 2010 പ്രസ്താവിക്കുന്നതാണ്. ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ പോയിട്ട് ഈ ഓയിൽ കമ്പനികളിലുള്ള റിഫൈനറികളിലും അതുപോലെ തന്നെ ഇത് ഡിസ്ട്രിബ്യൂഷൻ സൈഡിലുള്ള ഓഫീസർമാരെ കയറി വെണ്ണയടിച്ച് അവരെ കൈക്കൂലി കൊടുത്തിട്ട് അതാരാന്ന് വ്യക്തമായിട്ടില്ല ഇതുവരെ. പെട്രോളിയം പ്രോഡക്ട്സ് ലൈക്ക് ബെൻസീൻ, ടൊളുവീൻ, പെട്രോളല്ല ബെൻസീൻ ടൊളുവീൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇതിനു വേണ്ടിയിട്ട് വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഈ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള സാധനമല്ല അത്. നെയിൽ പോളിഷ് ഇതുപോലത്തെ രാസവസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി അസംസ്കൃത വസ്തുവാണ് ഈ ടൊളുവീനും ബെൻസീനൊക്കെ. അത് ഈ റിഫൈനറിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഈ ഡിസ്റ്റിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന എന്താ പറയുക പാർശ്വ ഫലങ്ങളാണ്. അപ്പോൾ അതാണ് ഇയാൾ പോയി അടിച്ചെടുത്തിട്ട് പെട്രോൾ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഈ സാധനമാണ് IITയിലെ ആൾക്കാർ ക്യാമാണ്. IIT ചെന്നൈയിലുള്ള ശാസ്ത്രജ്ഞന്മാർ ഇത് ഓടിച്ചിട്ട് വാര്യമായി വണ്ടിയിൽ ഓടിച്ചിട്ട് ഇത് കൊള്ളാം, ഇത് പെട്രോളിനെക്കാളും നല്ലതാണെന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. സത്യം, അവരും ഇതിൽ ഓടിച്ചിട്ട് കൊള്ളാതെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്ത് സാധനമാണ്? ഇതിൻ്റെ ചരിത്രം എന്താണ്? അത് പരിശോധിച്ചില്ല. അപ്പോൾ ഞാൻ പറയുന്നത് യോഗ അത് ചെയ്യുന്നുണ്ട്, മറ്റേത് മാറുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു കഥയൊന്നുമില്ല. രാമർ പെട്രോളിനെ കുറിച്ചും ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കേണ്ടത് എന്താണ്? ഇത് യഥാർത്ഥ രൂപം എന്താണ് എന്നുള്ളത് നോക്കേണ്ടത്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ്? ഐ ആം അൺപാക്കിംഗ് ദിസ്. ഈ സാധനം ഇത് പെട്രോൾ അല്ല സാർ, ഇത് വെറും ബെൻസീനും ടൊളുവീനുമാണ് എന്ന് രാമർ പെട്രോളിനെ കുറിച്ച് പറയുന്നത് പോലെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ യോഗ എന്ന് പറയുന്നത് ഒരു കള്ളച്ചരക്കാണ്. ഇത് അടുത്ത സമീപകാലത്ത് 20ാം നൂറ്റാണ്ട് മാത്രം വിവിധ പാരമ്പര്യങ്ങളിൽ വിവിധ കായിക പ്രദർശന പാരമ്പര്യങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്തുണ്ടാക്കിയ ഒരു കള്ളച്ചരക്ക് മാത്രമാണെന്നാണ് നിങ്ങൾ എടുത്ത് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വിശ്വസിക്കേണ്ട. ഇത് ബേസിക്കലി കള്ളച്ചരക്കാണ്, എന്ത് പറഞ്ഞാലും കാര്യമില്ല. ഈ രാമർ പെട്രോൾ നിങ്ങൾ അത് മറ്റേ മെഷീനിലിട്ടിട്ട് ഇത് വിട്ട എയറോപ്ലെയിൻ ഇത്ര പറക്കും, മറ്റേ പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി മറ്റേ പെട്രോളിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല. കാരണം ബേസിക്കലി ഇത് ബെൻസീൻ ടൊളുവിനാണ്. പെട്രോൾ ഓടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിക്ക് വേണ്ടി സാധനമല്ല. അപ്പോൾ നിങ്ങളിത് നമ്മുടെ ബൈക്കിൽ ഓടിച്ചിട്ട് അടിച്ചു പൊളി പോകുന്നുണ്ട് കേട്ടോ, പുക കുറച്ച് കുറവാന്നേ ഉള്ളൂ, അല്ല കൂടുതലാണേ ഉള്ളൂ, ഒരു പോയിന്റും ഇല്ല. എൻ്റെ വണ്ടിയിൽ രാമർ പെട്രോൾ ഓടിച്ചപ്പോൾ 5 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇത്രയും ഓടിച്ചു പറഞ്ഞാൽ ഒരു കഥയില്ല. കാര്യം ഇത് രാമർ പെട്രോളാണ്. അതുപോലെയാണ് യോഗയുടെ കാര്യം പറയുന്നത്.
എനിക്കത് ചെയ്തിട്ട് ഇങ്ങനെ ഗുണമുണ്ടായി, മറ്റേ ആ ഗുണമുണ്ടായി എന്നൊരു അർത്ഥമില്ല. കാരണം ഇതിനു വേണ്ടിയൊന്നും ഉണ്ടാക്കിയിട്ടുള്ള സാധനമല്ല, അതാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ടായി ഇയാൾ 2010 പിന്നെയും തിരുമ്പി വന്നാൻ തമ്പി ഹെർബൽ പെട്രോൾ 5 രൂപക്ക് വീണ്ടും വരുന്നു പറഞ്ഞിട്ട് വന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഗംഭീരമായിട്ട് അയാൾ 2010 തിരിച്ചു വന്ന് വാർത്താ സമ്മേളനം നടത്തി 5 രൂപയ്ക്ക് ഞാൻ പെട്രോൾ വെക്കുന്നു പറഞ്ഞിട്ട് നടന്നു. ഇന്ത്യ മഹാരാജ്യമല്ലേ, എന്തും നടക്കും. ഇതൊക്കെ പറഞ്ഞാലും യോഗ നടക്കുന്നുള്ളതാണ്. അപ്പോൾ രാമർ പെട്രോളിന് ദേശീയ ഇന്ധനമായ കാലമാണ്. ദേശീയം മാത്രമല്ല, അന്തർദേശീയം പോലും ആയിട്ടുണ്ട് നമ്മുടെ ഡിപ്ലോമാറ്റിക് കഴിവുകൾ കൊണ്ട്. അപ്പോൾ ഇനി നോക്കേണ്ടത് രാജ്യസഭയ്ക്കും രാജാജ്ഞപ്രകാരമുള്ള പ്രചരണ സദസ്സുകൾക്കുമായി സംവിധാനം ചെയ്യപ്പെട്ട ഒരു ദൃശ്യ പ്രകടനം എന്ന നിലയിൽ നിന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു ചികിത്സാ പദ്ധതിയായി ആസനയോഗ രൂപം മാറുന്ന വിചിത്ര പ്രതിഭാസമാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കായിക പ്രദർശന ഒരു പരിപാടി മാത്രമായിരുന്നു. ഇതെന്താണ്? 947 രാജാക്കന്മാരുടെ കാലം തീർന്നു. ഇങ്ങനെ കാണാൻ ആളില്ല. ഈ മൈസൂർ കൊട്ടാരത്തിലെ യോഗശാല അടച്ചു പൂട്ടി. കൃഷ്ണമാചാര്യ ഒരു പ്രതീകമായി പറയുകയാണെങ്കിൽ കൃഷ്ണമാചാര്യ അവിടുന്ന് സ്ഥലം മാറി പോകേണ്ടി വന്നു, അങ്ങോട്ട് മദ്രാസിലേക്ക് പോയി. കാരണം അവിടെ ഇത് നടക്കില്ല. രാജാവിൻ്റെ ഈ വകയുള്ള അവകാശങ്ങളും അധികാരങ്ങളും പിന്നെ പണം ചെലവാക്കാനുള്ള കഴിവൊക്കെ കുറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് നിർത്തിപ്പോയി എന്നുള്ളതാണ്. അതൊരു പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള കണ്ടു രസിക്കാനുള്ള ഒരു രാജകൊട്ടാരങ്ങളിൽ അന്നൊക്കെ പ്രൊപ്പഗാൻഡ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത്. അതിനാൽ ബജറ്റിൽ ഈ യോഗ പ്രദർശനങ്ങൾക്കായി വിവിധ നഗരങ്ങളിൽ ചെന്ന് വലിയ പ്രദർശനങ്ങളൊക്കെ നടത്താൻ ഈ ഇദ്ദേഹത്തിന് ശിഷ്യന്മാരെ കണ്ടല്ലോ. ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ഈ അത്ഭുതകരമായ പോസ്റ്ററുകളൊക്കെ കാണിക്കുന്ന പരിപാടികൾക്ക് രാജകൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകം വകയിരുത്തി. അതിന് പേര് പ്രൊപ്പഗാൻഡ വർക്ക് തന്നെയായിരുന്നു. അതൊക്കെ നടക്കാൻ ഒരു നിവൃത്തിയില്ലാതെയായി. അതുകൊണ്ട് ഇത്തരം പ്രദർശനങ്ങൾക്കുള്ള അവസരങ്ങളില്ലാതായി. അപ്പോൾ ഇതാണ് വൈദ്യം എന്നതിലൊരു സംഭവമുണ്ട്. കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞ പോലെ വൈദ്യം പഠിക്കണം ദ്രവ്യമുണ്ടാക്കുവാനാണ്. അപ്പോൾ പിന്നെയുള്ള ഒരു വഴി അതാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഈ ചികിത്സ എന്ന് പറയുന്ന ഈ മരുന്ന് ചന്തയിലേക്ക് എങ്ങനെ കയറും എന്നുള്ളതാണ് സംഗീതം. കാരണം സംഗീതം മാത്രം പോരാ, അതൊരു സംഗീത ചികിത്സയാവണം. ഈ പിന്നെ രത്നങ്ങൾ, ജംസ് വിൽക്കുന്ന ആൾക്കാർ, കല്ല് വിൽക്കുന്നുണ്ടല്ലോ, അവർക്കത് ആഭരണമാക്കിയാൽ പോരാ. അപ്പോൾ അതുകൊണ്ട് ജം തെറാപ്പി, മ്യൂസിക് തെറാപ്പി, അരോമ തെറാപ്പി. സെൻറ്റ് വിൽക്കുന്നവർ സെൻറ്റ് വിറ്റാൽ പോരാ, അത് കൂടുതൽ നല്ല എന്താണ് അരോമ തെറാപ്പിയാക്കുക. അപ്പോൾ ഇങ്ങനെ പലതും, സുഗന്ധവും സംഗീതവും തിളങ്ങുന്ന കല്ലുകളും ചികിത്സയാവുന്ന കാലത്ത് കായിക പ്രദർശനവും ചികിത്സയാവുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് വന്നതാണ് ഈ യോഗ എന്ന് പറഞ്ഞ സാധനം ചികിത്സയായി വന്നത്. ഇതന്നെ ഈ പുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 966 അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ആഫ്റ്റർ വർക്കിംഗ് ഫോർ 25 years ആസ് ടീച്ചർ, എൻ്റെ അനുഭവത്തിൽ നിന്ന്, എക്സ്പീരിയൻസ് വിത്ത് മൈ പ്യൂപ്പിൾസ്, അതിൽ നിന്ന് പറയുന്നതാണ്. അല്ലാണ്ട് പുരാതന ഗ്രന്ഥങ്ങളിൽ ഇത് ചികിത്സക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നൊരു വാദം VKS അയ്യങ്കാർ പോലും പറയുന്നില്ല. 25 വർഷം ഒരു യോഗാധ്യാപകനായി ഉള്ള എൻ്റെ പരിശീലനത്തിൽ, എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ചില ചികിത്സകൾ പറയുന്നു. അതിലെന്താണെന്ന് പറയുന്നത്, അദ്ദേഹം ഇതിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ രോഗങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത്. യഥാർത്ഥത്തിലെ യോഗമാണ് ഞാൻ പറയുന്നത്. BAMSകാരുടെ സിലബസിൻ്റെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് യോഗ ചികിത്സ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. അതിലിങ്ങനെ ഓരോ ഖണ്ഡിക ഉണ്ടാവും. ഇപ്പം എന്തിനാ ഒരു ഖണ്ഡികയിൽ ആദ്യം ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ പേര്, അതിൻ്റെ അടിയിൽ ഒരു ലിസ്റ്റ്, കുറേ എണ്ണം ചെയ്യാനുള്ള ലിസ്റ്റ് അതിൻ്റെ അടിയിൽ. അത് നോക്കിക്കഴിഞ്ഞാൽ അകാരാദി പട്ടികയിലാണ്, ഒരു ഡിക്ഷണറി മാതിരിയാണ്. അസിഡിറ്റി, അനീമിയ, ആംഗിൾസ്, അപ്പൻഡിസൈറ്റിസ്, ആർത്രൈറ്റിസ് ഡോർസൽ റീജിയൻ, ആർത്രൈറ്റിസ് ഷോൾഡർ ജോയിന്റ്, ആംസ്, ആസ്മ, ബാക്ക് ഏക്ക്, ഹൈ ബ്ലഡ് പ്രഷർ, ലോ ബ്ലഡ് പ്രഷർ, ബ്രെയിൻ, ലോസ് ഓഫ് മെമ്മറി, ഇങ്ങനെ പറഞ്ഞിട്ട് അകാരാദി ക്രമത്തിൽ കൊടുത്തിരിക്കുകയാണ്. ക ഖ ഗ ഗ എന്നുള്ള രീതിയിൽ എ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊടുത്തി. ഓരോന്നിനും അദ്ദേഹം കുറേ പിന്നെ യോഗ ആസനങ്ങളും നിശ്ചയം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് യോഗ ചികിത്സ നടക്കുന്നത്. ഇതന്നെയാണ് നമ്മൾ കേരളത്തിൽ പ്രചാരപ്പെട്ടുള്ള യോഗാഭ്യാസവും യോഗ ചികിത്സയും എന്ന് പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ ഇതിനെ ചെയ്യുന്നത്. ബേസിക്കലി ഇതുപോലെ ഓരോ വിവരിച്ച ശേഷം അതിനുവേണ്ടി നിന്ന ഗുണങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പം ഉണ്ടായിട്ടുള്ള സാധനങ്ങളാണ്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് 25 കൊല്ലത്തെ എൻ്റെ പരിശീലനം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എഴുതിയാൽ തീരില്ല. ABCDEFGH ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകുന്നത് പോളിയോ പാരാലിസിസ്. ഒരു ദിക്കിലെത്തിയപ്പോൾ എനിക്ക് അത്ഭുതമായി. കാരണം ഒരു ദിക്കിൽ ബാക്ക് ഏക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിച്ചു പോയി. അത് കഴിഞ്ഞ് കുറച്ച് B കഴിഞ്ഞ് കുറേ എത്തി ലംബാഗോ അതിനുണ്ട് കുറയണം. ബാക്ക് ഏക്കിന് ശീർഷാസനം, മറ്റത് ശലഭാസനം. അപ്പോൾ ഈ ബാക്ക് ഏക്കും ലംബാഗോ ഒന്നാണ്. അതുപോലും ഇദ്ദേഹത്തിന് അറിയില്ല. മനസ്സിലായോ? അതാണോ ഒന്നായ നിന്നീഹ രണ്ടെന്ന് കണ്ടുള്ളത്. കാരണം ബാക്ക് ഏക്ക് അതേ സാധനം അത്ര പോലും ഈ രോഗചികിത്സയുമായി ഒരു കുലബന്ധവുമില്ല. അദ്ദേഹം കുറ്റം പറഞ്ഞില്ല, കാരണം അദ്ദേഹത്തിന് അത് പരിചയമൊന്നുമില്ല. അപ്പോൾ ഒരു ഡിക്ഷണറി നോക്കി ഇങ്ങനെ എഴുതി ഭാവന അനുസരിച്ച് ഓരോന്ന് ചേർത്ത് കൊടുത്തിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. കാരണം ബാക്ക് ഏക്ക് ലംബാഗോ രണ്ടായി കൊടുക്കില്ല.
അജ്ഞതയുടെ ആഴത്തിന് മുന്നിൽ തലകുനിക്കാന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? രണ്ടും ഒന്നാണ് ഇതേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കിട്ടിയ ഒരു നോട്ടീസാണിത്. ഇങ്ങനെ ഒരു എല്ലാ കുടവയർ, ഉറക്കക്കുറവ്, വാദം, ആർത്തവം, ലൈംഗിക തകരാറുകൾ ഇങ്ങനെ പറഞ്ഞിട്ടൊരു 101 ഉണ്ട് ലിസ്റ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന യോഗ. ഇത് പത്രത്തിൻ്റെ കൂടെ വീട്ടിൽ ഇത് നോട്ടീസാണ്. ഇതൊന്നും കാണാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ് കേരളത്തിൽ നമ്മുടെ സമൂഹത്തിൽ യോഗ ചികിത്സ പ്രചരിപ്പിക്കപ്പെടുന്നത്, വിൽക്കപ്പെടുന്നുള്ള കാണാതെ ആശയപരമായി നമ്മൾ അതാണ് ഇതാണ് പറയുന്ന ഒരു കാര്യമില്ല. ഇതാണ് യോഗ ഇന്ന് കിട്ടുന്നത്. ഇന്ന് എനിക്ക് ഈ അടുത്ത കാലത്ത് ഈ ഫെബ്രുവരി 2016 കിട്ടിയാണ്. അന്ന് എടുത്ത് വെച്ച നോട്ടീസാണ്. പിന്നെയും കിട്ടുന്നുണ്ട്. എല്ലാം സ്കാൻ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ലെന്നുള്ളൂ. 101 നേരത്തെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇതേപോലെ ലിസ്റ്റായിട്ട് ഇതിനൊക്കെ യോഗ ചെയ്താൽ മാറും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ്. ഒരു വായനക്കാരൻ ഈ പുസ്തകം വായിച്ചിട്ട് ഒരു വായനക്കാരൻ ഇത് എഴുതി വെച്ചാണ്. ആ പുസ്തകം കടലാസ് ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നത് ഇതിൽ. വാദം, നടുവേദന, പ്രഷർ, പ്രമേഹം, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വരഞ്ഞു വെച്ചിട്ട് അതിനെപ്പറ്റി ഇതൊക്കെ ഈ പുസ്തകത്തിൽ തപ്പിയെടുത്ത് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഈ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട യോഗാസനങ്ങൾ ചെയ്യുകയും വ്യത്യസ്ത രോഗങ്ങളെ ചികിത്സിച്ച് മാറ്റാം എന്നൊരു മതേതര അന്ധവിശ്വാസം കേരളം മൊത്തം ഇന്ന് പഠനം. ഇത് ശുദ്ധ അസംബന്ധ ധാരണയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഇന്നലെ ചെയ്തൊരു അബദ്ധമാണ്. അത് മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം. അതായിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശാസ്ത്രമാണെന്നാണ് പറയണപ്പോൾ. യോഗ വലിയ ശാസ്ത്രമാണെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ നമ്മുടെ പോതായിക സമ്മതം എന്നുള്ളതാണ്. 20ാം നൂറ്റാണ്ടിൽ ഈ വിധം യോഗ നിർമ്മിച്ച വ്യക്തികൾ ആരും തന്നെ ശരീരശാസ്ത്രത്തിലോ രോഗചികിത്സയിലോ വൈദഗ്ധ്യം ഉണ്ടായിരുന്നവരല്ല എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂര്യനമസ്കാരം എന്നത് ഉണ്ടാക്കിയത് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ ഒരാളാണ്. അതിനു മുമ്പ് സൂര്യനമസ്കാരം ഇല്ല, ഒരു പുസ്തകത്തിലും ഇല്ല. സൂര്യനമസ്കാരം എന്നൊരു സാധനം പറഞ്ഞു കേട്ടവർക്ക് 10,000 കൊല്ലം പഴക്കമുള്ളതാണ്. 20ാം നൂറ്റാണ്ടിലുള്ള സാധനമാണ്. അത് ഈ രാജാ ഓഫ് ഔന്ത്, അത് വലിയ പേരാണ്, രാജാവിൻ്റെ പേരാണ്. മെഹർബാൻ ശ്രീമന്ത് രാജ അവന്ത് റാവ് ശ്രീനിവാസ് ബാലാസാഹിബ് പ്രതിനിധി ഓഫ് ഔന്ത് എന്ന് പറഞ്ഞാൽ രാജാ പ്രതിനിധി. അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു ബോഡി ബിൽഡറായിരുന്നു. സാൻഡോ എന്ന പ്രസിദ്ധനായ ബോഡി ബിൽഡറിൻ്റെ മാനസിക ശിഷ്യനായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ച് ഈ ശരീര പുഷ്ടിക്ക് വേണ്ടി ഈ വിദ്യകളൊക്കെ ചെയ്തിരുന്ന ഒരു ബോഡി ബിൽഡറായിരുന്നു ഈ ദേഹമാണ് പ്രതിനിധി രാജ ഓഫ് ഔന്ത്. അദ്ദേഹത്തിൻ്റെ 10 പോയിന്റ് വേ ടു ഹെൽത്ത് എന്നുള്ളതിലാണ് വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ടത്. വിശദമായി പറയാൻ നമുക്ക് നേരില്ല. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വ്യായാമ രീതി മാത്രമാണ് സൂര്യ നമസ്കാരം. ഇതിന് പഴയ ഒരു ചരിത്രവുമില്ല. ഞാനത് വെല്ലുവിളിയായിട്ട് പറയുകയാണ്. ഈ സൂര്യ നമസ്കാരം ഈ പറഞ്ഞ ശരീര പൊസിഷൻ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ 19ാം നൂറ്റാണ്ട് മുമ്പുള്ളത്, ഈ 19ാം നൂറ്റാണ്ട് അവസാന ഘട്ടങ്ങളിൽ വരുന്നത്, 20ാം നൂറ്റാണ്ടിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്, ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ. ഒരാൾക്കും കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ഇല്ല. സൂര്യ നമസ്കാരം എന്നത് 19ാം നൂറ്റാണ്ട് അവസാനം ഉണ്ടാക്കി 20ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിലാണ് ആദ്യമായിട്ട്. ഇത് ഇദ്ദേഹം തന്നെ കണ്ടെത്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. പിന്നെയുള്ള ഒരാൾ സ്വാമി കുവലയാനന്ദ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം രാജരത്ന മണിക്കറാവു എന്നൊരു ബോഡി ബിൽഡറിൻ്റെ ശിഷ്യനാണ്. GJ ഗുണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒന്നും തന്നെ ചികിത്സയിലോ ശാരീരിക ശാസ്ത്രത്തിലോ പ്രത്യേക കഴിവുള്ള ആൾക്കാരല്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തിന് പല ഹോൾഡ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത്രയും വലിയ സ്വാധീനം ഉണ്ടാവാൻ കാരണം. യോഗ കൊണ്ട് രോഗങ്ങൾ ചികിത്സിക്കാമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു ഇതൊരു കള്ളച്ചരക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കള്ളച്ചരക്കാണ്, അസംബന്ധമായ സാധനം. ഇതൊരു അസംബന്ധ ചികിത്സയാണ്. ഇതുവേണ്ടി ചികിത്സിക്കാൻ പറഞ്ഞാൽ അസംബന്ധമാണ്. അതിൻ്റെ ഉദാഹരണമായി ഞാൻ ഈ പ്രമേഹ ചികിത്സയെ ഒന്ന് കാണിക്കാം. മുഴുവൻ തീരില്ലായിരിക്കാം, ബാക്കി പറയാം. ഇതാണ് ഈ പുസ്തകത്തിൽ പ്രമേഹക്കാർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ആസനങ്ങൾ. ഉദരഭാഗത്തെ കേന്ദ്രീകരിച്ചുള്ള ആസനങ്ങൾ ഇക്കൂട്ട രാവിലെയും വൈകിട്ടും അരമണിക്കൂറിൽ കുറയാതെ ചെയ്യുക വളരെ നന്നായിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് ചെയ്യാനുള്ള സാധനം. പേരൊക്കെ ഉണ്ട് ഇങ്ങനെ: അഗ്നിസാര ക്രിയ, ധനുരാസനം, ഹലാസനം, ബാണാസനം, പാദഹസ്താസനം. ദിസ് ആർ ഓൾ എക്സസൈസ് ഇൻ ഫ്യൂട്ടിലിറ്റി. യാതൊരു കാര്യവുമില്ല. പ്രമേഹത്തിന് ഇതുകൊണ്ടൊരു പ്രയോജനവും വിശേഷിച്ചില്ല. ഞാനിതിനെ കാർഗോ കൾട്ട് മെഡിസിൻ എന്നാണ് പറയുക. കാർഗോ കൾട്ട് മെഡിസിൻ എന്ന് പറഞ്ഞാൽ, കാർഗോ കൾട്ട് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് അതുവരെ ഈ നവീന സംസ്കാരവുമായി ഒരു പരിചയവുമില്ലാത്ത ആദിവാസികൾ പസഫിക് സമുദ്രത്തിലെ ചില ദ്വീപുകളിലുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് വിമാനങ്ങൾ വരുന്നു, ചില താവളങ്ങൾ ഉണ്ടാവുന്നു, അമേരിക്കക്കാരുടെ താവളങ്ങൾ ഉണ്ടാവുന്നു. പെട്ടെന്ന് സമൃദ്ധി ഈ 20ാം നൂറ്റാണ്ട് പെട്ടെന്ന് അവർ മുന്നിലേക്ക് പൊട്ടി വീഴുകയാണ്. എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങളായി പൊതുധാരയിൽ നിന്ന് വേർപെട്ട് ചിരായുഗ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് ഇതൊക്കെ ജീപ്പും പല വാഹനങ്ങളും പുതിയ തരം വസ്ത്രങ്ങളും ആയുധങ്ങളും പുതിയ ഭക്ഷണങ്ങളും, ഇവരായിട്ടൊരു ശത്രുതയില്ലല്ലോ. അപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു സമൃദ്ധിയാണ് വരുന്നത്. ഇവരായിട്ടൊരു ശത്രുതയില്ല. അവരവിടെ ജോലി ചെയ്യുന്നു, അവന് യുദ്ധം അവസാനിച്ചു. പെട്ടെന്ന് ഇതൊക്കെ എല്ലാവരും കെട്ടുമുറുക്കി കപ്പലുകൾ തിരിച്ചുപോയി, ഇത് തിരിച്ചുപോയി. ഇത് ഈ ആദിവാസികൾക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. എന്ത് സംഭവിച്ചു എന്നവർ അമ്പരുന്നു. അപ്പോൾ ഇവരെങ്ങനെ ഈ സമൃദ്ധി തിരിച്ചുകൊണ്ടുവരാം എന്നുള്ളതാണ്. അതാണ് കാർഗോ കൾട്ട് എന്ന് പറയുന്നത്. ഇതാണ് ചെയ്യുന്നത്. മാജിക്കാണ്.
അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കുന്തം പോലെ കൂർപ്പിച്ച് അവിടെ പഴയ വേഷങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഇവർ കവാത്ത് നടത്തുകയാണ്. കാരണം പട്ടാളക്കാർ ചെയ്തിരുന്ന ആ തരത്തിലുള്ള ഈ നടപടികൾ, ആചാരങ്ങൾ ഒക്കെ ചെയ്താൽ ഇത് തിരിച്ചു വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അന്ന് പട്ടാളക്കാർ ചെയ്ത പോലെ ഇവർ ഈ കുന്തം പിടിച്ച് പിന്നെ കവാത്ത് നടത്തും. അതുപോലെ തന്നെ പുല്ലുകൊണ്ട് വിമാനങ്ങളുടെ രൂപം ഉണ്ടായി കെട്ടി വെച്ച് അത് വെച്ചിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് മേലോട്ട് നോക്കിയിരിക്കുകയാണ്. പിന്നെ പന്തങ്ങൾ കത്തിച്ച് വെച്ച് എങ്ങനെയാണോ ആ കാലത്ത് ഈ വിമാനങ്ങളും കപ്പലുകളും വന്നിരുന്നത് അത് വരുന്ന ആകർഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് ആൾക്കാർ. ഇതാണ് കാർഗോ കൾട്ട്. ഇതുപോലെയാണ് ഇവരുടെ ചികിത്സ. കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് യാതൊരു രൂപമില്ല. അപ്പോൾ തോന്നിയതുപോലെ ഓരോന്നിങ്ങനെ ചെയ്യുക. ഉദാഹരണത്തിന് എങ്ങനെയാണ് ശരീരത്തിൽ ഈ നമ്മുടെ പ്രമേഹ രോഗം എന്നത് നമുക്ക് അടുത്ത കാലത്താണ് വ്യക്തമായി മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ്ട് നമ്മുടെ കാലത്തൊക്കെ തന്നെയാണ് പ്രമേഹം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പിന്നെ എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യം അതിൻ്റെ വ്യക്തമായിട്ടുള്ളൂ. സമയമേ പറയാം. ബാക്കി അടുത്ത സന്ദർഭത്തിൽ പറയാം. അരമണിക്കൂർ ഏതായാലും ഉണ്ടല്ലോ. തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ബാക്കി കൂടി പറയാനുള്ള അവസരം കിട്ടും എന്ന് വിചാരിക്കുന്നു. ഇനി അരമണിക്കൂർ വീതമുള്ള 2 സെഷൻ കൂടി, 2 അവസരങ്ങൾ കൂടി ഉണ്ടാകും. അതായത് വിശാഖൻ ഡോക്ടർക്ക് ഒരു അവസരവും വിനോദ് ഡോക്ടർക്ക് ഒരവസരവും ഉണ്ടാകും. അതിനുശേഷം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സദസ്സുമായിട്ടുള്ള സംവാദമാണ്. അതിൽ അരമണിക്കൂർ നേരം വിനോദ് ഡോക്ടറും അരമണിക്കൂർ നേരം ഇപ്പോൾ നമ്മളോട് നേരത്തെ സംസാരിച്ചതിൻ്റെ തുടർച്ചയും അതിനുശേഷം വിശ്വനാഥ് ഡോക്ടർ അവതരിപ്പിച്ച കാര്യങ്ങളോടുള്ള പ്രതികരണവും ഒക്കെയായി ശ്രീ വിനോദ് ഡോക്ടർ നമ്മളോട് സംസാരിക്കും. സുഹൃത്തുക്കളെ, സാർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ചർച്ചയിൽ 3 ആൾക്കാർ വേണ്ടിയിരുന്നു. കാരണം സാറ് പറഞ്ഞതിൻ്റെ 2 പ്രപ്പോസൽസിൽ ഒന്ന് എനിക്ക് അംഗീകരിക്കാവുന്നത്, മറ്റേതെനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. ശരിക്കും അപ്പോൾ ഒരു ചർച്ച വരുമ്പോൾ അതിലൊരു എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ആദ്യത്തെ ചോദ്യം ചരിത്രപരമായിട്ടുള്ള വിശദീകരണം കൊണ്ട് ഞാൻ സാറിൻ്റെ ഇതിലേക്ക് മാത്രം പോലെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട്. എന്നാലും ഇടയ്ക്ക് കയറി പറയുകയാണ്. സാറ് പറഞ്ഞ 100% ശരിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമാണ്, ചരിത്രത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശാസ്ത്രത്തെ വിലയിരുത്തുമ്പോൾ അത് ശരിയാണ് എന്നാണ്. ഈ വിലയിരുത്തൽ ആയുർവേദത്തിൻ്റെ കാര്യത്തിലും നടക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഒരു ആസനം ഉണ്ടായത് എന്നത് യോഗയെ സംബന്ധിച്ച് ഒരു തകരാറാവേണ്ടതുണ്ടോ എന്നുള്ളതാണ് ശരിക്കുള്ള ചോദ്യം. സൂര്യ നമസ്കാരം ഉണ്ടായത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് മാത്രം യോഗയ്ക്ക് എന്താണ് തകരാറ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ സാറ് പ്രപ്പോസ് ചെയ്ത കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. എങ്ങനെയാണത് രോഗശമനമാകുന്നത് എന്നുള്ളത് ഒരു ചെറിയ പാക്കേജ് ഞാൻ പറയാം, കുറച്ചും കൂടെ പറയാൻ എളുപ്പമുള്ളതുകൊണ്ടാണ്. സാറ് പറഞ്ഞത് പ്രമേഹത്തിൻ്റെ കാര്യമാണ്. പ്രമേഹത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ജീവിതശൈലി രോഗങ്ങളിലേക്കാണ് നമ്മുടെ യോഗ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങളിലാണ് എന്നുള്ളത് ആണ് കണ്ടെത്തലുകൾ തെളിയിക്കുന്നത്. അതിൽ പ്രമേഹമോ അല്ലെങ്കിൽ ക്യാൻസർ അടക്കം ഉള്ള രോഗങ്ങളിൽ യോഗയുടെ ഫലപ്രാപ്തി, ഇത് പറയുമ്പോൾ ക്യാൻസർ യോഗ കൊണ്ട് ചികിത്സിക്കാവുന്ന ഒരു സാധനമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അതല്ല എൻ്റെ പ്രപ്പോസൽ. ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സെക്ടേഴ്സിൽ നിന്ന് വരേണ്ടുന്ന ഇൻപുട്സ് വേണ്ട ചികിത്സയാണ്. കാരണം ക്യാൻസർ രോഗിയുടെ ടെൻഷൻ അടക്കം ചികിത്സിക്കേണ്ടതാണ്, ക്യാൻസർ രോഗിയെ ചികിത്സിക്കുന്ന ആൾക്കാരടക്കം ചികിത്സിക്കേണ്ടതാണ്. ഇതൊക്കെ കൂടി ആകുമ്പോഴേ ക്യാൻസറിൻ്റെ ചികിത്സ ആവുള്ളൂ. അല്ലാതെ ശവാസനം ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ മാറുമെന്നുള്ള പ്രപ്പോസലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് 100% തെറ്റാണ്, ഒരു സംശയമില്ല. ഇന്ന് ആസനം ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹ രോഗം മാറുമെന്നുള്ള പ്രപ്പോസൽ 100% തെറ്റാണ്. പിന്നെ എന്താണ്, ശശാങ്കാസനം ചെയ്ത് കഴിഞ്ഞ് പ്രമേഹ രോഗം മാറ്റാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ 100% തെറ്റാണ്. കാരണം ഇതൊരു ആസനം കൊണ്ട് തീർക്കേണ്ടുന്നൊരു വിഷയമല്ല. അതാണ് ഞാൻ അവസാനത്തേക്ക് എത്തിച്ചത് വിഷയം. അതാ പഞ്ചകോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ നമുക്ക് പഴയ സിദ്ധാന്തമല്ല, വേണമെങ്കിൽ ഇംഗ്ലീഷിലും പറയാം. 5 ഫോക്കസ്ഡ് തിയറി എന്ന് പറഞ്ഞാൽ പ്രശ്നം മാറുമെങ്കിൽ പഞ്ചകോശം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് ഉപനിഷത്തിൽ പറഞ്ഞതല്ലേ. അതിനിപ്പോൾ ഉപനിഷത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് പോട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഒരു രോഗത്തെ ചികിത്സിക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന 5 ഘടകങ്ങളുണ്ട്. പ്രമേഹ രോഗത്തിലായി കഴിഞ്ഞാലും ശ്വാസം മുട്ടലിലായി കഴിഞ്ഞാലും 5 ഘടകങ്ങളുണ്ടെന്നും അത് ഒരു സെറ്റ് ഓഫ് പാക്കേജ് കൊണ്ടല്ല ചികിത്സിക്കേണ്ടതെന്നും
വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഞാൻ. പക്ഷെ നേരെ മറിച്ച് സാറ് പ്രതിപക്ഷത്ത് നിർത്തിയ ആൾ നിർഭാഗ്യവശാൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല. സാറ് പ്രതിപക്ഷത്ത് നിർത്തിയ ആളെന്ന് പറയുന്നത് ഒരു യോഗ കൊണ്ട് ഒരാസനം കൊണ്ട് ചികിത്സിക്കാമെന്ന് പറയുന്ന ആളെയാണ് സാറ് പ്രതിപക്ഷത്ത് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ വക്താവായിട്ട് എന്നെ സംസാരിക്കാൻ പ്രതീക്ഷിക്കരുത്. ശ്രീ രവിശങ്കർ ചെയ്യുന്നത് ശരിയാണെന്ന് അഡ്വക്കേറ്റ് ചെയ്യാനല്ല ക്ലിനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രതി എന്നുള്ള രീതിയിൽ എനിക്ക് താല്പര്യം. കാരണം ഒന്ന് ഞാനത് പഠിച്ചിട്ടില്ല, അതാണ് വാസ്തവം. എന്താണ് സുദർശന ക്രിയ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്കറിയാം. സുദർശന ക്രിയയിൽ എനിക്ക് കേട്ടിടത്തോളം കാലം ഭസ്ത്രികാ പ്രാണായാമം പോലെയുള്ള വളരെ എന്താ പറയുക എക്സ്ട്രീമിലേക്ക് പോകുന്ന പ്രാണായാമങ്ങൾ ചെയ്യരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ചില സന്ദർഭങ്ങളിൽ മാത്രം ചില റിസർച്ച് പ്രപ്പോസൽസിൽ കണ്ടിട്ടുണ്ട് കപാലഭാതി ഷിസോഫ്രീനിയ പോലുള്ള കണ്ടീഷനിലുള്ള ഈ ബ്രെയിൻ ചേഞ്ചസിലുള്ള ചില എഫക്ട്സ് കപാലഭാതിയൊക്കെ വെച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ, അതിൻ്റെ സ്റ്റഡി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നല്ലാതെ എക്സ്ട്രീം ആയിരിക്കുന്ന ഈ ശ്വാസം പിടിച്ചു നിർത്തുക, ഈ സാധാരണ ഹഠയോഗികൾ പറയുന്ന ശ്വാസോച്ഛ്വാസ പ്രക്രിയയ്ക്ക് 3 സ്റ്റേജസാണ്. ഒന്ന് പൂരകം, മറ്റേത് കുംഭകം, രേചകം. ഇതിൽ കുംഭകം എന്ന് പറയുന്നതിലാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ശ്വാസം പിടിച്ചു വെക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യാത്ത സ്കൂളാണ്. അതിന് നിങ്ങൾ എന്ത് പേരിട്ടാലും വേണ്ടില്ല, പ്രൊമോട്ട് ചെയ്യാത്ത സ്കൂളിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഇടയിൽ ഒരാൾ വേണ്ടിയിരുന്നു. കാരണം അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ശ്വാസം മുട്ടിന് യോഗ ചെയ്യുമ്പോൾ ശ്വാസം മുട്ടിലെ ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു ദിവസത്തെ പാക്കേജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. ഇതൊരിക്കലും യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഇനി നിങ്ങൾ എക്സസൈസ് ആണെന്ന് വിചാരിച്ചോളൂ, പ്രശ്നമില്ല, എക്സസൈസ് തന്നെ ആയിക്കോട്ടെ. എക്സസൈസ് അശാസ്ത്രീയമാണെന്ന് ആരും പറയില്ലല്ലോ, പറയാൻ സാധ്യതയില്ല. എക്സസൈസ് അതാണ് ഈ പ്രശ്നം. ഇതാണ് യോഗ കൊണ്ട് ഒരു ഫലവുമില്ല എന്ന് പറയുമ്പോൾ യോഗയ്ക്ക് അത്യാവശ്യം എക്സസൈസിൻ്റെ ഫലമെങ്കിലും ഉണ്ട് എന്ന് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം രാവിലെ നടക്കാൻ പറയുന്നുണ്ടെങ്കിൽ, എക്സസൈസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് സമാനമായിരിക്കുന്ന കാര്യങ്ങൾ യോഗയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫിസിക്കൽ എഫക്റ്റ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ എക്സസൈസിൽ ഇല്ലാത്തൊരു കാര്യം അവയർനെസ്സാണ്. അവയർനെസ്സിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാനൊരു 15ഓളം റിസർച്ചസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവയർനെസ്സിന് ഒരു പരിധിയിൽ കവിഞ്ഞ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അനുഭവം കൊണ്ടാണോ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്തിട്ട് സ്ഥാപിക്കണം എന്ന പ്രാചീന ശാസ്ത്രങ്ങളോട് നമ്മൾ പറയും. റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് പറയും. ഇതിലേതാണ് ശരിയെന്നതാണ് ചോദ്യം. ഇപ്പോൾ സാറ് ഉദാഹരണം പറഞ്ഞത് രാമർ പെട്രോളിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. അതിനേക്കാൾ സ്ട്രക്ചേർഡ് ആയിരിക്കുന്ന RCT പോലെയുള്ള റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ എന്ന് ആധുനിക ഗവേഷണ ശാസ്ത്രം പറയുന്ന രീതിയിലുള്ള സംഗതികൾ വെച്ച് തെളിയിച്ച് കഴിഞ്ഞാൽ എങ്കിലും അത്തരം റിസൾട്ട്സ് പബ്ലിക് ഡൊമൈനിൽ വരുമ്പോൾ അംഗീകരിക്കുവാൻ തയ്യാറാകണം. കാരണം ഇതിൽ പരിശോധന കുറവ് ധാരാളമുണ്ട്. കാരണം നമുക്ക് ശാസ്ത്രത്തെ അല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്, ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ്. ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. യോഗയുടെ കൺസെപ്റ്റിനെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്, യോഗയുടെ കൺസെപ്റ്റിനെ കൈകാര്യം ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ. അതിന് സംശയമൊന്നുമില്ല. ഇതാണ് ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്, ഇല്ലേ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇനി അനക്ഡോട്ട്സിലേക്ക് അധികം പോകണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രം പറയാം. ഒരു ഗൈനക്കോളജിസ്റ്റ് പരിശോധിച്ചിട്ട് പറയുകയാണ് അടുത്ത ആഴ്ച പ്രസവമാണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ജാതകം നോക്കിയിട്ട് എന്താണ് നക്ഷത്രം നോക്കിയിട്ട് ചൊവ്വാഴ്ച പ്രസവിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം അലോപ്പതി ഏറ്റെടുക്കുമോ? സാധ്യതയില്ലല്ലോ. അതിൻ്റെ ഉത്തരവാദിത്വം അലോപ്പതി ഏറ്റെടുക്കില്ല. അത് കൈകാര്യം ചെയ്യുന്ന ആളുടെ പ്രശ്നം. അത് അന്ധവിശ്വാസമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതെവിടെയോ ഒരു ഡിമാർക്കേഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്തരം ശാസ്ത്രങ്ങളെ വിലയിരുത്തുന്നതിൽ 2 തരം അന്ധവിശ്വാസങ്ങളുണ്ട്. ഒന്ന് ഭാരതീയമായിരിക്കുന്ന എന്തും തകരാറാണ് എന്ന് പറയുന്ന അന്ധവിശ്വാസമുണ്ട്. ചരിത്രപരമായിട്ട് ചെയ്ത വിഡ്ഢിത്തങ്ങളെയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന സാധനങ്ങൾക്ക് മേൽ ചാർത്തി കൊടുത്തുകൊണ്ട് അതൊക്കെ വിഡ്ഢിത്തങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് ഒരു ഭാഗത്ത്. നേരെ മറിച്ച് മറ്റേ സമ്പ്രദായം എന്ന് പറയുന്നത് ഭാരതീയമായതുകൊണ്ട് മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്വതസിദ്ധമായിരിക്കുന്ന ശക്തിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായവുമുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ശരിക്കും വാസ്തവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലാണോ? ഇത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ യുക്തി ചിന്തയ്ക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ബോധ്യം. പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ ഇടയ്ക്ക് തുടങ്ങി വെച്ചത് ശ്വാസരോഗത്തിൽ ആസ്മയിലുള്ള പ്രാക്ടീസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ രാവിലെ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പ്രാണായാമം ചെയ്യുന്നു, പ്രാണായാമം ചെയ്ത് കഴിഞ്ഞിട്ട് ചില ആസനങ്ങൾ ചെയ്യുന്നു,
ആസനങ്ങൾ ചെയ്തിട്ട് ചില ബ്രീത്തിങ് പ്രാക്ടീസസ് വീണ്ടും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ക്ലാസ്സുകൾ കൊടുക്കുന്നു, ഓറിയൻറ്റേഷൻ ക്ലാസ്. അതായത് പലപ്പോഴും രോഗം എന്താണെന്ന് തിരിച്ചറിയലാണ് രോഗത്തിൻ്റെ ചികിത്സയിൽ വളരെ പ്രധാനം. ഇതൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു രോഗത്തിന് ഇന്ന മരുന്ന് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് രോഗത്തെ മനസ്സിലാക്കലടക്കം ചികിത്സയായിട്ട് വരുന്ന തരം രോഗങ്ങളാണ് ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലാസ് കൊടുക്കുന്നു. ക്ലാസ് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രാണായാമം ചെയ്യുന്നു. പ്രാണായാമത്തിൻ്റെ എഫക്റ്റിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ചയിൽ കടന്നു വരാം. ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതിനുശേഷം കളിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം പലർക്കും ഈ രോഗം കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടിനേക്കാൾ രോഗമുണ്ടല്ലോ എന്നുള്ള ബുദ്ധിമുട്ടാണ് കൂടുതൽ എന്ന് തോന്നാറുണ്ട്. പല ആൾക്കാരുടെ അവസ്ഥ അങ്ങനെ, ഞാനിങ്ങനെ ആയി പോയല്ലോ എന്നാണ്. അസുഖം രോഗം കൊണ്ട് അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഒരാളുടെ പേഴ്സണാലിറ്റിയിലുള്ള മാറ്റമാണ്, അല്ലെങ്കിൽ അയാൾ ഒബ്സസീവാണ്, അയാൾക്ക് പൊടിയല്ല പ്രശ്നം, പൊടിയെക്കുറിച്ച് ആലോചിക്കുന്നതാണ് പ്രശ്നമെന്ന് വന്നു കഴിഞ്ഞാൽ അത് മാനസിക രോഗമാണ്. അതിന് അങ്ങനെ തന്നെ പരിഗണിക്കണം. അവിടെ ആസ്മക്ക് ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം മനുഷ്യനെ മനസ്സിലാക്കുന്നതിലൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ഒരു ആവശ്യമാണ്. അത് പരിഗണിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ. എന്ന് വെച്ചിട്ട് യോഗ എല്ലാത്തിനും പരിഹാരമാണെന്നും പറയില്ല. ഇതിൻ്റെ ഒരു മധ്യമ മാർഗം വളരെ പ്രധാനപ്പെട്ടത്. ക്യാൻസറിന് യോഗ എന്ന് പറയുന്നത്, ക്യാൻസറിൻ്റെ എന്തിന് യോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാൻസർ ഉണ്ടെന്ന് അറിയുമ്പോൾ ടെൻഷന് യോഗ എന്നാണ് പറയേണ്ടത്, അല്ലാതെ ക്യാൻസറിന് യോഗ എന്നല്ല പറയേണ്ടത്. പ്രമേഹത്തിന് യോഗ എന്ന് പറയുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ കൂടെ വരുന്ന നമ്മൾ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ചെയ്യുന്ന രോഗങ്ങൾക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു എക്സസൈസിൻ്റെ എഫക്റ്റ് കൊണ്ടോ സ്ട്രെസ് റിലീഫ് കൊണ്ടോ ഒക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് ഇൻഡയറക്റ്റായിട്ട് പ്രമേഹത്തെ ചികിത്സിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇന്ന് യോഗം ചെയ്തോളൂ, നാളെ മുതൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലാവും എന്ന് പറയുന്നത് അബദ്ധമാണ് എന്നാണ്. അപ്പം ഞാൻ അൾട്ടിമേറ്റായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, രോഗിയെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് അയാളുടെ കുടുംബ ബന്ധമടക്കം പരിഗണിച്ചുകൊണ്ട്, ഇൻ്റഗ്രേറ്റ് എന്നുള്ള വാക്ക് പലപ്പോഴും തമാശയായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇൻ്റഗ്രേറ്റഡ്, സമഗ്രം എന്ന് പറയുമ്പോൾ അത് ചില ആൾക്കാർക്ക് ശാസ്ത്രങ്ങളെ തമാശയാക്കാനുള്ളൊരു വഴിയായിട്ട് മാറാറുണ്ട്. എന്ത് സമഗ്രം, ആൾക്കാർ വന്ന് ചികിത്സിച്ച് പോകാന്നുള്ളതല്ലാതെ ഇത് സമഗ്രം എന്നുള്ളത് ചോദിക്കാറുണ്ട്. പക്ഷേ സമഗ്രത എന്നുള്ള വാക്ക് അതിൻ്റെ ആത്യന്തിക അർത്ഥത്തിൽ അത്യാവശ്യമായിരിക്കുന്നൊരു സാഹചര്യമാണ് എന്നുള്ളത്. ആ സമഗ്രതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഇപ്പോൾ പറഞ്ഞ പഞ്ചകോശ സിദ്ധാന്തം. നിങ്ങൾ ഒരു യോഗാസനം ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. യോഗാസനം ഉദാഹരണത്തിന്, ഈ യോഗാസനങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന 15 ആസനങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ ചെയ്യിപ്പിച്ച് തരാം. ഒരു അർദ്ധകടി ചക്രാസനം എന്ന് പറഞ്ഞൊരു ആസനമുണ്ട്. ഈ ആസനം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈ ഉയർത്തുക, പൊക്കുക, മുകളിലേക്ക് പൊക്കുക, സൈഡിലേക്ക് വളയുക, ഇതാണ് അതിൽ ചെയ്യുന്നത്. ഈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഉണ്ടെങ്കിൽ, സ്ട്രെസ് റെസ്പോൺസ് 2 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, ടെൻഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാവും, അത് സൈക്കോളജിക്കൽ റെസ്പോൺസാണ്. രണ്ടാമത്തത്, നിങ്ങളുടെ ശരീരത്തിലൊരു റെസ്പോൺസ് ഉണ്ടാവും, അത് ഫിസിക്കൽ റെസ്പോൺസാണ്. ശരീരത്തിൽ എന്ത് റെസ്പോൺസ് ഉണ്ടാവുക? സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്താ, സ്ട്രെസ് ഉള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ എന്താ സ്ട്രെസ് ഉണ്ട്, എങ്ങനെയാണ് മനസ്സിലാവുക? ഫേഷ്യൽ മസിൽസ് കൺട്രാക്റ്റഡ് ആവും, മുഖത്തെ പേശികൾ ചുരുങ്ങും. സ്ട്രെസ്സിൻ്റെ ഏറ്റവും പ്രിലിമിനറി ആയിരിക്കുന്ന റെസ്പോൺസാണ് മസിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്, പേശികൾ ചുരുങ്ങുക എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ മുഖത്താവും, ചിലപ്പോൾ കയ്യിലാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈ മുഷ്ടി ചുരുട്ടുന്നത്. നമ്മുടെ സ്ട്രെസ്സിൻ്റെ പ്രത്യേകത, നമ്മുടെ സ്ട്രെസ്സ് അക്യുമുലേറ്റഡ് സ്ട്രെസ്സാണ്. അതായത് സ്ട്രെസ്സ് 2 തരത്തിലാണ്. ഒന്ന്, ഒരു സംഭവം കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു, രാത്രി ആകുമ്പോൾ കള്ളം മോഷ്ടിച്ചു കൊണ്ടുപോയി, അതൊരു സംഭവം കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സാണ്. നേരെ മറിച്ച് ബന്ധങ്ങളിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളുണ്ടാകുന്ന സ്ട്രെസ്സ് ഒരു സംഭവം കൊണ്ടുണ്ടാകുന്നതല്ല, അത് ഭാര്യയെക്കുറിച്ചുള്ള അപ്രോച്ചിലുള്ള പ്രശ്നമാണ്, നിരന്തരം ആവർത്തിക്കുന്ന പ്രശ്നങ്ങൾ. ചില ആൾക്കാർ പറയില്ലേ, എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകാൻ തന്നെ ആലോചിക്കാൻ വയ്യ. എന്താ കാരണം? അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം രാവിലെ ഇപ്പോൾ ഉള്ള അക്യുമുലേറ്റഡ് സ്ട്രെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൽ നിങ്ങളൊരു പടം ഇട്ട് നോക്കൂ, നിങ്ങളൊരു പ്രൊഫൈൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നിങ്ങൾ സ്ട്രെസ്സിലാണ്. എന്താ കാരണം? ഇത് നിങ്ങൾ തിരിച്ചറിയില്ല, പക്ഷെ നിങ്ങൾ സ്ട്രെസ്സിലാണ്. എന്താ കാരണം? ഒരു ഫ്രീ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് തുറന്നു നോക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നിങ്ങൾ സ്ട്രെസ്സിലാണെന്ന് അർത്ഥം. കാരണം എന്താ? കഴിഞ്ഞ പ്രൊഫൈൽ ഫോട്ടോ ഇട്ടപ്പോൾ 100 ആൾക്കാർ ലൈക്ക് ചെയ്തു, ഇപ്രാവശ്യം അതെന്തായി? ഇപ്രാവശ്യം 50 ചുരുങ്ങി. എന്നെ ആരൊക്കെയോ ഇഷ്ടപ്പെടാതായിരിക്കുന്നു എന്നാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നൊരു വികാരം. അതാണ്. ഇതൊരു അക്യുമുലേറ്റഡ് സ്ട്രെസ്സാണ്. ഇതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൻ്റെ പേശികളിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്?
കൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നടുവേദന വരുമ്പോഴാണ് നിങ്ങളത് അനുഭവിക്കാൻ പോകുന്നത്. അത് ചില ആൾക്കാരുടെ ശരീരത്തിൽ ഈ കൺട്രാക്ഷൻ ചില സ്ഥലത്താണ് സംഭവിക്കുക. നിങ്ങൾ ചെറിയ കുട്ടികൾ കോപ്പി എഴുതുന്ന സമയത്ത് കൈയിൻ്റെ കോർഡിനേഷൻ, ഈ കൈയിൻ്റെ കോർഡിനേഷൻ്റെ കൂടെ മുഖം കൊണ്ടൊരു കോർഡിനേഷൻ ഉണ്ട് ഇല്ലേ? കൈ കൊണ്ട് എഴുതുമ്പോൾ മുഖം, നമ്മൾ ചില ആൾക്കാർ ഇത് ശരിക്കും ആവശ്യമുണ്ടോ? ഈ മുഖം കൊണ്ട് ഗോഷ്ഠി കാണിക്കും ചില ആൾക്കാർ എഴുതുമ്പോൾ. കൈ മാത്രം കോർഡിനേറ്റ് ചെയ്താൽ മതി, മുഖം കൊണ്ട് ഗോഷ്ഠി കാണിക്കും. ഈ ഗോഷ്ഠി കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അത് ആവശ്യമില്ല. മുഖം കൊണ്ട് നിങ്ങളവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പക്ഷേ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, ഇതിൻ്റെ ഒരു ഈ പറഞ്ഞിരിക്കുന്ന കൈ കൊണ്ട് ചെയ്യുക. അപ്പോൾ കൈയിൻ്റെ മൂവ്മെൻറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ശരീരത്തിൻ്റെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതിൻ്റെ കാര്യം നമ്മൾക്ക് ഇൻഡിവിജ്വൽ മസിൽ ഗ്രൂപ്പ്സിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതാണ്. ഉദാഹരണത്തിന് കൈകൊണ്ട് എഴുതുമ്പോൾ കൈകൊണ്ട് മാത്രം എഴുതിയാൽ മതി എന്നുള്ളത് നമ്മുടെ ട്രെയിനിങ്ങിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അർദ്ധഘടി ചക്രാസനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഏതൊക്കെ പേശികളാണോ കൈ ഉയർത്തുമ്പോൾ ആവശ്യമുള്ളത് ആ പേശികളെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയും മറ്റ് പേശികളെ തളർത്തിയിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഒരു മൂവ്മെൻറ്റ്. ഇപ്പോൾ കൈ ഉയർത്തുമ്പോൾ രണ്ട് തരം കാര്യങ്ങളാണ്. ഒന്ന് കൈ ഇപ്പോൾ മടക്കുന്നു എന്ന് വിചാരിച്ചോളൂ, ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ മടക്കാൻ സഹായിക്കുന്ന പേശികൾ എന്ത് ചെയ്യണം? ചുരുങ്ങണം. നേരെ മറിച്ച് കൈ നിവർത്താൻ സഹായിക്കുന്ന പേശികൾ ചുരുങ്ങരുത്. ഈ കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ അടിക്കുമ്പോൾ പല സ്ഥലത്തും പേശികൾ ചുരുങ്ങിയിരിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അക്യുമുലേറ്റഡ് സ്ട്രെസ്. ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മസിൽ ഗ്രൂപ്പ്സ്, അതായത് മുന്നോട്ട് കുനിയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ മസിൽസാണോ ഉപയോഗിക്കേണ്ടത് അവിടെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനെ മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ, ഒരു ദിവസം ചെയ്ത് തുടങ്ങുമ്പോഴേക്കും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ മുന്നിലേക്ക് കുനിയുമ്പോൾ ഏതൊക്കെ പേശികളാണ് അതിൽ പങ്കെടുക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതല്ലാത്ത ഒരുപാട് പേശികൾ പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല കേട്ടോ, ഇവിടെ യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ പറയുന്ന കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് മസ്കുലോസ്കെലിറ്റൽ ഡിസീസസിൽ, ഈ ബാക്ക് പെയിൻ പോലുള്ള മസിൽസിൻ്റെ ഡിസീസസിലൊക്കെ ഇങ്ങനൊരു ആസ്പെക്റ്റ് പരിഗണിക്കാവുന്നതാണ്. സ്ട്രെസ്സിൽ അക്യുമുലേറ്റഡ് സ്ട്രെസ് വരുമ്പോൾ സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സൂക്ഷ്മ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കൈയിൻ്റെയും നമ്മുടെ എല്ലാ ജോയിൻസിലും എക്സസൈസ് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് മസിൽസിനെയൊക്കെ മനഃപൂർവ്വം കൺട്രാക്ട് ചെയ്യുകയും മനഃപൂർവ്വം റിലാക്സ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ BP കുറയുന്നത് നമുക്ക് അനുഭവം ഉള്ളതാണ്. BP ആണ് ഈ ഒരു സാധനം നടന്നില്ല സൂക്ഷ്മ വ്യായാമത്തിൻ്റെ. കാരണം ഈ ശരീരത്തിൽ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന മസിൽ ചേഞ്ചസിനെ ക്രിയേറ്റ് ചെയ്യുകയും എന്നിട്ട് കോൺഷ്യസ് ആയിട്ട് റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ടാകുമെന്നും, ലേണിംഗ് പ്രോസസ്സ് എന്താണ്? ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, അതാണ്. ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഈ ആസ്മ രോഗികളിൽ നമ്മൾ സാധാരണ നേതി എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യും. നേതി എന്ന് പറയുന്നത് മൂക്കിലൂടെയുള്ള മൂക്ക് കഴുകുന്ന പരിപാടിയാണ്. അപകടം സംഭവിക്കാറില്ല, പൊതുവെ അപകടം സംഭവിക്കാറില്ല. മൂക്കിലൂടെ നമ്മൾ നേതി പോട്ട് വെച്ചിട്ട് ഒരു ഭാഗത്തൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അപ്പുറത്തൂടെ പുറത്തേക്ക് വരുന്നൊരു സമ്പ്രദായമാണ് നേതി എന്ന് പറയുന്നത്. വെള്ളം കൊണ്ടാണ് ചെയ്യുന്നത്. ല്യൂക്ക്വാം വാട്ടറാണ്, തണുപ്പുള്ളതല്ല, ചെറിയ ചൂടുള്ളതാണ്. പിന്നെ ഈ അലർജി ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ അലർജിക് റെസ്പോൺസ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ തിയറി നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കാലം അലർജി എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണയുണ്ടോ? അലർജി എന്ന് പറഞ്ഞൊരു തെറ്റിദ്ധാരണ. കാരണം എന്താ? എനിക്ക് പൊടി വരുമ്പോൾ തുമ്മലുണ്ടാവുന്നില്ല, വേറെ ആൾക്ക് തുമ്മലുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പൊടിയെ അകാരണമായിട്ട് ശരീരം ഭയക്കുന്നു അതിനർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഈ മ്യൂക്കസ് ഫ്ലോറ ഒന്ന് ക്ലീൻ ചെയ്യുകയും, ചില ആൾക്കാർ ഇത് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നന്നായിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് ഇത് ചെയ്യും, തുമ്മൽ കൂടുതലായിട്ടുണ്ടാവും തുടങ്ങുന്ന സമയത്ത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് പറയും നിങ്ങൾ ഇപ്പോൾ എന്ത് മരുന്നാണോ കഴിക്കുന്നത് അത് ഫോളോ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയാറുണ്ട്. കാരണം ചില സമയത്ത് ചെയ്ത് തുടങ്ങുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. ശരീരം റീലേൺ ചെയ്യുന്നത്, റീ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നത്, ഇതിങ്ങനെയൊക്കെ വന്നാലും പ്രശ്നമില്ല എന്നുള്ള അർത്ഥത്തിലേക്ക്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഒന്ന് തുമ്മി, രണ്ടാമതും തുമ്മി, മൂന്നാമതും തുമ്മി, എന്നിട്ട് ഇയാൾ നിർത്താൻ പരിപാടിയില്ല. അപ്പോൾ മെല്ലെ ഈ റെസ്പോൺസ് ഇങ്ങനെ ലോക്കലായിട്ട്, ഇതൊരിക്കലും ഒരു സിസ്റ്റമിക് എഫക്റ്റിൻ്റെ ഭാഗമല്ല, ലോക്കലായിട്ട് അതിൻ്റെ റെസ്പോൺസ് കുറയുകയും അങ്ങനെ അലർജി കുറയുകയും ചെയ്യുന്നു എന്നാണ് എൻ്റെ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചില ഇത് ചെയ്യുന്നു, ശുദ്ധിപ്രക്രിയകൾ, ഇപ്പോൾ പറഞ്ഞതൊരു തരം ശുദ്ധിപ്രക്രിയയാണ്. ശുദ്ധിപ്രക്രിയകൾ ചെയ്യുന്നു, ശരീരം ക്ലീൻ ചെയ്യാനുള്ള സംഗതികൾ ചെയ്യുന്നു. ഇതൊക്കെ ശരീരത്തിനകത്ത് ശരീരത്തിൻ്റെ മ്യൂക്കസ് ഫ്ലോറയിൽ
അതിൻ്റെ മോളിക്കുലർ ലെവലിൽ അല്ലെങ്കിൽ ഒരു സെല്ലുലർ ലെവലിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ പൊതുവെ അന്വേഷിക്കാറെന്താ, നമ്മൾ ഡിസൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ, നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച് ചെയ്തു അതുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇന്നത്തെ റിസർച്ചിൽ പൊതുവെ നടക്കുന്നത്. അത് ആ റിസർച്ചിൻ്റെ ഒരു പരിമിതി ആയിരിക്കാം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉദ്ദേശിച്ച് ചെയ്യുന്നു, നടുവേദനയ്ക്ക് ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസ് ചെയ്യുന്നു, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ തീരുമാനിക്കുക? സെറ്റ് ഓഫ് പ്രാക്ടീസ് ചെയ്തിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ തീരുമാനിക്കുക? RCT തന്നെ ചെയ്തോളൂ. ഒരു ഗ്രൂപ്പിന് നമ്മൾ ചെയ്യുന്നില്ല, അവർക്ക് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, മറ്റേ ഗ്രൂപ്പിന് ഈ സെറ്റ് ഓഫ് പ്രാക്ടീസസ് ചെയ്യുന്നു. അതിനൊരു ലോജിക്ക് ഉണ്ടാവും. അതിന് എന്തുകൊണ്ട് നിങ്ങൾ ആ ആസനം തിരഞ്ഞെടുത്തു എന്നുള്ളതിന് ഒരു അനാറ്റമിക്കൽ ലോജിക്ക് ഉണ്ടാവും. അതാണ് സാറ് നേരത്തെ പറഞ്ഞത്, അനാറ്റമി അറിയുന്നവരെ പഠിപ്പിക്കാവൂ, ഒരു സംശയമൊന്നുമില്ല. അനാറ്റമി അറിയുന്നവർ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാവൂ. എങ്ങനെ? ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അനാറ്റമി അറിയുന്നവർ കൈകാര്യം ചെയ്യാവും. അപ്പോൾ അതിനൊരു പിന്നെ മുന്നിലേക്ക് വളയുന്നു, പിറകിലേക്ക് വളയുന്നു. ബാക്ക് പെയിനുള്ള ആൾക്കാർക്ക് 2 തരം പ്രശ്നങ്ങളാണ്. ഒന്ന് ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് വളയുമ്പോൾ പ്രശ്നം കൂടുന്നവരുണ്ട്. ബാക്കിലേക്ക് വളയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സിലൊക്കെ മുന്നിലേക്ക് വളയുമ്പോഴാണ് പ്രശ്നം കൂടുന്നത്. അപ്പോൾ നമ്മൾ ആസനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മുന്നിലേക്ക് വളയുന്ന തരത്തിലുള്ള ഫോർവേഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യണം. BP കൂടുതലുള്ളവർക്ക് അതിന് കണക്കായിട്ടുള്ള ഈ ഭസ്ത്രിക പോലെയുള്ള വലിയ വലിയ ശ്വാസ സാധനങ്ങൾ ചെയ്യരുത്. ഈ ഒരു സെലക്ടിവിറ്റി ഉണ്ടല്ലോ, ഈ സെലക്ടിവിറ്റി വെച്ചിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ എന്താ പറയുക അനാറ്റമിക്കൽ നോളജ് വെച്ചിട്ട് സെലക്ട് ചെയ്യാവുന്ന ആസനങ്ങളാണ് ഒന്ന്. രണ്ടാമത് നിങ്ങൾക്ക് ഫോർമുലേറ്റ് ചെയ്യാവുന്ന ആസനങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആസനങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാം. പുതിയ ഡ്രഗ്സ് ഉണ്ടാക്കുന്നത് പോലെ ആസനങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കാരണം അത്രയ്ക്ക് സിമ്പിളാണ് കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രയ്ക്ക് ആചാരബദ്ധതയിലേക്കൊന്നും പോവാതെ അത്രയ്ക്ക് സിമ്പിളാണ്. പലപ്പോഴും ഈ യോഗാസനങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരാസനം കൊണ്ടല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആസനങ്ങൾ കൊണ്ടല്ല. ആസനങ്ങൾ എന്ന് പറയുന്ന പൊതുവെ അന്നമയ കോശത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നേരത്തെ മസിൽസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ അന്നമയ കോശത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണമയ കോശത്തെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ എന്താ പ്രാണായാമത്തിന് എഫക്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. ഈ ചോദിക്കുന്ന ആൾക്കാർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു ശ്വാസം കഴിക്കാറുണ്ട്. പ്രാണായാമം മനസ്സും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവമാണ് ബന്ധം. കാരണം എന്താ, ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ശ്വാസം കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, നമുക്കൊരു സ്ട്രെസ് റിലീഫ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് സൈക്കോളജി എത്രയൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഫിസിയോളജി, അതായത് മനസ്സിൻ്റെ ഒരു ഫിസിയോളജി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് സ്റ്റഡി ചെയ്യേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ മനസ്സിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബ്രിഡ്ജിങ് ആണ് പ്രാണായാമം എന്ന് പറയുന്നത്. ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബ്രിഡ്ജിങ് ആണ് പ്രാണായാമം. പ്രാണായാമത്തിന് മനസ്സിലെ സ്ട്രെസ്സിൽ ആങ്സൈറ്റിയിൽ അതിൻ്റേതായിട്ടുള്ള റോൾസ് ഉണ്ട്. അത് നമ്മൾ പറയുന്നത് യോഗിക് തിയറി എന്തായി കഴിഞ്ഞാലും മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് ശ്വാസോച്ഛ്വാസത്തിനുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ പറയുന്നത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു സ്ട്രെസ് റിലീഫ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്നത് ശരീരത്തിനും മനസ്സിൻ്റെയും ഇടയിലുള്ളൊരു ബ്രിഡ്ജിങ് ആണ് ബ്രീത്തിങ് എന്നാണ്. അപ്പോൾ അത് ചെയ്യേണ്ടി വരും. കാരണം അത് കഴിഞ്ഞ് മനോമയ കോശത്തിലേക്ക് പോകുമ്പോൾ മെൻ്റൽ ഇമോഷൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അവിടെ യോഗ കൊണ്ട് മാത്രം ചിലപ്പോൾ നടക്കില്ല. അവിടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അഡ്വൈസസോ ക്ലാസ്സുകളോ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം. കാരണം ഇപ്പോൾ ഒരാൾ നിങ്ങൾ ആസ്മ വരുന്നത് ടെൻഷൻ അടിക്കുമ്പോഴാണ്. ടെൻഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ടെൻഷൻ ഉണ്ടാകുന്നത് ഭാര്യയെ കാണുമ്പോഴാണ്. എന്താ പരിഹാരം? ഭാര്യയെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് ഇഷ്യൂ ഇതാണ്. ആസ്മ വരുന്നു, ശരിയാണ്, തലവേദന വരുന്നു, ടെൻഷൻ ഹെഡേക്ക് വരുന്നു, ക്യാൻസർ വരുന്നു. ഇഷ്യൂ ഇതാണെങ്കിൽ അതുകൂടി പരിഗണിക്കപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ സ്ട്രെസ് എലമെൻറ്റ് കൂടി പരിഗണിക്കപ്പെടേണ്ടതല്ലേ? സ്ട്രെസ്സിൽ യോഗയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നടന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കോട്ടയം നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി നോക്കിയാൽ കിട്ടാം. അത് സാറ് പറഞ്ഞ പോലെ അത് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അംഗീകരിക്കാൻ പറ്റാവുന്ന മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ രാമറിൻ്റെ മാതൃകയിലല്ല എന്തായാലും ചെയ്തിരിക്കുന്നത്. അതിന് സാറോട് ഞാൻ വിയോജിക്കുന്നു. അംഗീകരിക്കാൻ പറ്റാവുന്ന മോഡൽസ് 120-150 പേഷ്യൻസിൽ RCT ചെയ്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതാണ് തെളിവായിട്ട് എടുക്കുന്നതെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. എസ് വ്യാസയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 100-200 ഇത് ചെയ്യുന്നുണ്ട്. ഇനി അത് വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ലോ ബാക്ക് ഏക്കിൻ്റെ ഒക്കെ കാര്യത്തിൽ എസ് വ്യാസയിൽ തന്നെ നടന്ന സ്റ്റഡികളുടെ വാലിഡിറ്റിയെക്കുറിച്ചൊരു സ്റ്റഡി നടന്നുള്ളത്. ഞാൻ പറയുന്നത് ഈ മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞ റിസർച്ചിലൊരു പരിപാടിയുണ്ട്. അതായത് ഒരു 10 പഠനങ്ങൾ നടന്നു എങ്കിൽ ഈ 10 പഠനങ്ങൾ നടന്നത് ശരിയായിട്ടാണോ, 10 പഠനത്തിൻ്റെ റിസൾട്ട് വാലിഡ് ആണോ എന്ന് അന്വേഷിക്കുന്ന ഒരു പരിപാടി 11ാമതായിട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതിൽ പറയുന്നത് ലോ ബാക്ക് ഏക്കിൻ്റെ കാര്യത്തിൽ
കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യണമെന്ന് തന്നെയാണ്. ഞാൻ പറയുന്ന വിഷയം നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടല്ല ഈ സാധനം ചെയ്യുന്നതെന്നാണ്. ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടല്ല. ലോബ കേക്കിൻ്റെ കാര്യത്തിൽ നടത്തിയ പഠനങ്ങൾ അത്രയ്ക്ക് സ്വീകാര്യമല്ല എന്നുള്ള ഒരു ഇതിലേക്കാണ് 2014 എസ് വ്യാസയിൽ നടന്ന ഒരു സ്റ്റഡി തെളിയിച്ചത്. ഓക്കെ, ഇത് ആയുർവേദത്തിൻ്റെ യോഗയുടെ മാത്രം കാര്യമല്ല, ഏത് സ്ട്രീമിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഇത് അലോപ്പതിയിലുണ്ട്. മെറ്റാനാലിസിസ് അലോപ്പതിയിൽ നടക്കണം, നമ്മുടെ ഇതിന് മാത്രമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് അംഗീകൃതമായിരിക്കുന്ന ഗവേഷണ മാതൃകകളിലൂടെ ആണ് അത്തരം സ്റ്റഡീസ് നടന്നിട്ടുള്ളത്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ വാലിഡിറ്റി ചോദ്യം ചെയ്യണമെങ്കിൽ എല്ലാത്തിൻ്റെയും വാലിഡിറ്റി നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. 2-3 വിഷയങ്ങൾ പരിഗണിക്കേണ്ടത്. ഒന്ന്, ഉത്തേജന വിശ്രമം. ഞാനൊരു സ്റ്റഡി കാണിച്ചു തരാം. അതായത് ഈ സൈക്ലിക് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫാഷനബിൾ വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മെഡിറ്റേഷൻ, ധ്യാനം കൂടുക, മറ്റേ ഇതിൽ പറയുന്നത് പോലെ ധ്യാനം കൂടാൻ പോവുക, അതെന്തോ വലിയ കാര്യമാണ്. ധ്യാനം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇതൊരു ഫോക്കസിങ് അല്ല, ഡീഫോക്കസിങ് ആണ്. സൈക്ലിക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ആസനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത്. മനസ്സെപ്പോഴും ചഞ്ചലമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. അതുകൊണ്ട് മനസ്സിനെ ചഞ്ചലാവസ്ഥയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഈ ക്ലോക്ക്, പഴയ വീടുകളിലുള്ള പെൻഡുലം ക്ലോക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് ചഞ്ചലാവസ്ഥയിലൊരു സാധനം. മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് ചഞ്ചലാവസ്ഥയിലുള്ള റിലാക്സേഷനിലായിരിക്കണം, ആക്റ്റീവ് റിലാക്സേഷൻ. അതായത് നിങ്ങളുടെ ശരീരം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തുള്ള അവെയർനെസ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സൈക്കിൾ മെഡിറ്റേഷൻ പോലുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമം കിട്ടുന്നതായിട്ട് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് എക്സസൈസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു അവെയർനെസ് ഇല്ലാത്തൊരു ഏർപ്പാടാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എക്സസൈസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് യോഗിക് പ്രിൻസിപ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? അവെയർനെസ്സോടുകൂടി നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ശരീരഭാഗമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അവെയർനെസ്സോടുകൂടി, അതെന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അവെയർനെസ്സിനോടുകൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് യോഗിക് പ്രാക്ടീസിലേക്ക്, സാധാരണ എക്സസൈസ്, സൈക്കിൾ ചവിട്ടുകയെന്ന് വിചാരിച്ചോളൂ, സൈക്കിൾ ചവിട്ടുന്ന ആ പ്രോസസ്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യോഗിക് പ്രാക്ടീസിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അല്ലാതെ യോഗ എന്ന് പറയുന്നത് എക്സസൈസിന് പകരമാകില്ല. കാരണം യോഗിക് പ്രാക്ടീസസ് ഒന്നും റിപ്പിറ്റേഷൻ ഇല്ലാത്ത തരം പ്രാക്ടീസസാണ്. ഇപ്പോൾ യോഗ ആസനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ആസനം 1 ചെയ്തു 2 3 4 അങ്ങനെ യോഗാസനങ്ങൾ ചെയ്യല്ല. അതിൻ്റെ സ്റ്റെപ്സ് കടന്നു കഴിഞ്ഞാൽ അവസാനത്തെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് രണ്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓക്സിജൻ കൺസംപ്ഷൻ ആൻഡ് റെസ്പിറേഷൻ ഡ്യൂറിങ് ആഫ്റ്റർ 2 യോഗ, അതായത് സൈക്കിൾ മെഡിറ്റേഷന് ശേഷവും സാധാരണ വെറുതെ ശവാസനത്തിൽ കിടന്നുകൊണ്ടുള്ള മെഡിറ്റേഷന് ശേഷം ഉള്ള ഓക്സിജൻ കൺസംഷനിൽ വ്യത്യാസമുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തേജന വിശ്രമ സന്തുലനം, അതായത് ഒരു കാര്യം ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു എന്നുള്ള മോഡലാണ് പൊതുവേ നമ്മൾ യോഗ പ്രാക്ടീസിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കൂടുതൽ എഫക്റ്റീവാണ് എന്നാണ് അവിടെ പറഞ്ഞത്. രണ്ടാമത്തേതാണ് എക്സ്പാൻഷൻ ഓഫ് അവെയർനെസ്. സമയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് പറയാം. നിങ്ങളൊരു ആസനം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സൈക്ലിക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് അർദ്ധകടി ചക്രാസനം ചെയ്യുന്ന സമയത്ത് കൈയിൻ്റെ അറ്റത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയ്ക്കൊന്ന് പറയും. ഇൻസ്ട്രക്ഷൻസ് പറയുന്ന സമയത്ത് അങ്ങനെ പറയും. അതിന് നമ്മൾ പോയിൻറ്റഡ് അവെയർനെസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കൈയിൻ്റെ വിരൽ മുതൽ കാല് വരെയുള്ള ഒരു ലീനിയർ അവെയർനെസ്സിനെ കുറിച്ച് പറയും. പോയിൻറ്റഡ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒരു പോയിന്റിൽ തന്നെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ലീനിയർ അവെയർനെസ്സിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉണ്ട്. ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആലോചിക്കാം. അടുത്ത ഘട്ടത്തിൽ നിങ്ങളൊരു ഏരിയ അവെയർനെസ്സിനെ കുറിച്ച് പറയും. ഇപ്പോൾ പുറത്തെ സൈഡിലുള്ള പേശികൾ മൊത്തത്തിൽ വലിഞ്ഞു മുറുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ഏരിയയെക്കുറിച്ച്, ഏരിയ അവെയർനെസ്സിനെ കുറിച്ചാണ്. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഒരു 3 ഡയമെൻഷണൽ അവെയർനെസ്, ഇപ്പോൾ സാധാരണ നമ്മളൊരു ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പറയും. ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ഓം എന്ന് ആയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. ഓം എന്നാവുന്നവർക്കാവാം, അല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാലും മതി. ശബ്ദം ഉണ്ടാക്കുന്നത് അതിൻ്റെ വൈബ്രേഷൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മാത്രമാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു 3 ഡയമെൻഷണൽ അവെയർനെസ് ആണ്. ബ്രെയിനും ഈ സ്ഥലത്തിലൊരു 3 ഡയമെൻഷണൽ അവെയർനെസ് ആണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എക്സ്പാൻസീവ്നെസ് എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റിൽ തുടങ്ങി ലീനിയർ അവെയർനെസ്, ഏരിയ അവെയർനെസ്, 3 ഡയമെൻഷണൽ അവെയർനെസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവെയർനെസ് എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ആവുകയും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കൂടുതൽ എക്സ്പാൻസീവ്നെസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും അത് കൂടുതൽ ഫലപ്രദമായിരിക്കുന്ന ഒരു റിലാക്സേഷനായിട്ട് മാറുകയും ചെയ്യുക എന്നുള്ളതാണ്
എക്സ്പാൻഷൻ ഓഫ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് രോഗത്തിലും രോഗം മാറിയോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അന്വേഷിക്കുന്നത്, പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസിലോ അല്ലെങ്കിൽ ടെർമിനൽ ഡിസീസസിലോ ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ അസുഖം അങ്ങനെ തന്നെ ഇരിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ഗുണനിലവാരത്തിൽ എന്ത് വ്യത്യാസം വന്നു എന്നുള്ളതാണ്. അതുകൂടി പരിഗണിക്കേണ്ടുന്ന വിഷയമാണ്. രോഗം ഇത്തരം രോഗങ്ങളൊന്നും ചിലപ്പോൾ മാറാത്ത അസുഖങ്ങളായിരിക്കും, പക്ഷേ ജീവിത ഗുണനിലവാരം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് അത് പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിത നിലവാരം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന് സ്കെയിൽസ് ഉണ്ട്. ക്വാളിറ്റി ഓഫ് ലൈഫ് തീരുമാനിക്കാൻ നമുക്ക് റിസർച്ചിൽ അതിൻ്റെതായിട്ട് സ്കെയിൽസ് ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇനി കുറച്ച് റിസർച്ചസിനെ കുറിച്ച് ഇത് വേണമെങ്കിൽ കുറച്ച്, ഇപ്പോൾ സമയം തീരാറായി. ഇപ്പോൾ ഷിസോഫ്രീനിയയിൽ നടന്നത് ഒരു റിസർച്ച് എന്ന് പറയുന്നത് കപാലഭാതി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിരിക്കുന്നത്, ഈ ശ്വാസം പെട്ടെന്ന് വിടുകയും ശ്വസിക്കുകയും ചെയ്യുന്ന തരത്തിലൊരു പ്രാക്ടീസാണ്. കുറച്ച് അപകടത്തെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അത് അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രോണ്ടൽ ഹിമോഡൈന, അതായത് തലച്ചോറിലെ രക്ത ഓട്ടത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു ടൂളായിട്ട് കപാലഭാതി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കപാലഭാതി ചെയ്തിട്ട് ഷിസോഫ്രീനിയ മാറി എന്നില്ല. അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം, റിസർച്ചിൽ അങ്ങനെ ഉപയോഗിക്കാം. സെൽഫ് റിപ്പോർട്ടഡ് മെഷേഴ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ് ഓഫ് മെഡിറ്റേറ്റേഴ്സ് ആൻഡ് നോൺ മെഡിറ്റേറ്റേഴ്സ് ക്രോസ് സെക്ഷൽ സ്റ്റഡിയിലാണ് മൈൻഡ്ഫുൾ അറ്റൻഷൻ അവയർനെസ് സ്കെയിൽ വെച്ചിട്ട് വി ഫൗണ്ട് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ഇയേഴ്സ് ഓഫ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ആൻഡ് ലെവൽസ് ഓഫ് ട്രേഡ് മൈൻഡ്ഫുൾനെസ്. ഇതും ഒരു പ്രോട്ടോകോൾ വെച്ച് ചെയ്തതാണ്. ഇതിൽ പലതും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുണ്ട്. ചില ആൾക്കാർ ഇത് എവിടെയാണ് പബ്ലിഷ് ചെയ്തത്? അത് യോഗയുടെ ജേണലിലാണ് പബ്ലിഷ് ചെയ്തത്. അത് പിന്നെ അവർ ചെയ്യുമല്ലോ. അങ്ങനെ അല്ലാത്തതുണ്ട്. സാധാരണ വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഇത് നിങ്ങളുടെ ഇതിലല്ലേ, ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ഇതിലല്ലേ പബ്ലിഷ് ചെയ്തത്, അവരത് ചെയ്യുമല്ലോ. അതല്ലാത്തതുണ്ട്. സൗദി ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിനിൽ സൂര്യനമസ്കാര എക്സസൈസ് എൻഹാൻസസ് സസ്റ്റൈൻഡ് അറ്റൻഷൻ. ഇത് വലിയ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം സൂര്യനമസ്കാരം എന്നുള്ളത് യോഗ എന്നുള്ളൊരു സാധനത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. യോഗ എന്നുള്ളൊരു സാധനത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ സൂര്യ നമസ്കാരത്തെ എതിർക്കേണ്ട കാര്യമില്ല. കാരണം സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് സൂര്യനെ നമസ്കരിച്ചാലും ഇല്ലെങ്കിലും മന്ത്രം ചൊല്ലിയാലും ഇല്ലെങ്കിലും സൂര്യ നമസ്കാരത്തിന് അതിൻ്റേതായിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. കാരണം ബോഡിയിലെ ഒരുവിധം എല്ലാ മൂവ്മെൻറ്റ്സും സാധ്യമാക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസാണ് സൂര്യ നമസ്കാരം. ഇത്രേ ഉള്ളൂ. എക്സസൈസായിട്ട് എടുത്തോളൂ. 12 പ്രാവശ്യമാണ് ചെയ്യുന്നത്, 9 പ്രാവശ്യമായി ചെയ്യുന്നത്. 13 ആയാലും തകരാറൊന്നുമില്ല. 15 പ്രാവശ്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 15 16 എത്ര വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒറ്റയടിക്കുള്ള ഒരു എക്സോസ്റ്റീവ് പ്രാക്ടീസ് ആയിട്ടല്ല പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്പോർട്സ് എൻഡ്യൂറൻസിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് യോഗ ആയതുകൊണ്ട് മാത്രം അത് സംഭവിക്കില്ല എന്ന് പറയരുതെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. സെലക്ടഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ക്യാൻസർ റിലേറ്റഡ് ഫെറ്റീഗ് ഉണ്ടല്ലേ, ക്യാൻസർ റിലേറ്റഡ് ഫെറ്റീഗിലാണ്. ക്യാൻസറിന് ചികിത്സ അല്ല അത്. പത്രത്തിൽ ക്യാൻസറിന് ചികിത്സ എന്ന് വരുന്നുണ്ടെങ്കിൽ അബദ്ധമാണ്. ക്യാൻസർ കൊണ്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടാകുന്ന ക്ഷീണം ആണ്. അങ്ങനെയുണ്ട്. ക്യാൻസർ രോഗികളെ നമുക്ക് ഒരുപാട് കാര്യത്തിൽ സഹായിക്കാൻ പറ്റും. ക്യാൻസർ ചികിത്സിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമുക്ക് ക്യാൻസർ രോഗിയെ സഹായിക്കാൻ പറ്റുക. അയാളുടെ വയറ്റിൽ പോകുന്നില്ലെങ്കിൽ വയറ്റിൽ പോകാനുള്ള എന്തെങ്കിലും ചെയ്താൽ പോലും അയാൾക്കൊരു സഹായമാവുന്നതാണ്. അത് ഞാൻ ക്വാളിറ്റി ഓഫ് ലൈഫ് കൊണ്ട് ഉദ്ദേശിച്ചത്. അയാൾക്ക് രാവിലെ വയറ്റിൽ പോകുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അയാൾക്ക് ക്യാൻസർ പോലും പ്രശ്നമായിരിക്കില്ല, രാവിലെ വയറ്റിൽ പോകാത്തതാണ് പ്രശ്നം. അവിടെ നിങ്ങൾ സംഘപ്രക്ഷാളനം ചെയ്ത് കഴിഞ്ഞാൽ വയറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് ഈ രോഗത്തിന് ചികിത്സ എന്നുള്ളതല്ല, ആസ്മയ്ക്ക് ചികിത്സ എന്നുള്ളതല്ല, പ്രമേഹത്തിന് ചികിത്സ എന്നുള്ളതല്ല. നിങ്ങൾ എന്ത് ഓഫറാണ് അവർക്ക് ശരിക്കും കൊടുക്കുന്നത്? സാറ് പറഞ്ഞാൽ അംഗീകരിക്കുന്നു. പലരും ഈ നോട്ടീസിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നതിന് ചികിത്സ എന്നാണ് നോട്ടീസിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അത് വിശ്വസിച്ച് ആരും പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞ ആൾക്കാരിൽ യോഗ ബേസ്ഡ് കാർഡിയാക് റീഹാബിലിറ്റേഷൻ ആഫ്റ്റർ കൊറോണറി, ബൈപ്പാസ് മാറ്റാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ബൈപ്പാസ് ചെയ്തതിന് ശേഷം ഉള്ള റീഹാബിലിറ്റേഷൻ പീരീഡിൽ ICUയിൽ കിടക്കുന്ന സമയത്തോ അതിന് ശേഷമുള്ള സമയത്ത് യോഗയ്ക്ക് എന്ത് എഫക്റ്റ് ഉള്ളതാണ് അവിടെ നോക്കിയത്. എഫക്റ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് യോഗ ആൻഡ് ലേബർ ഔട്ട്കം. പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് യോഗ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രസവിക്കുന്ന സ്ത്രീകൾ എന്ത് ആസനമാണ് ചെയ്യുക? ആസനം തന്നെ ചെയ്തോളുന്നില്ല. ആസനം ചെയ്യാവുന്ന ആസനങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. വക്രാസനം പോലുള്ള ചില ആസനങ്ങൾ വലിയ തകരാറില്ലാതെ ചെയ്യാവുന്നതാണ്. പക്ഷേ അവരുടെ സ്ട്രെസ്സ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് റിലേറ്റഡ് ആയിരിക്കുന്ന ചില റെസ്പോൺസസിൽ, പേടിയിൽ ഒക്കെ നമുക്ക് സംഗതി ചെയ്ത് ഇത് നമ്മൾ ചെയ്തതല്ല കേട്ടോ, ഇതൊന്നും നമ്മൾ ചെയ്തതല്ല. ഞാൻ അതിൻ്റെ മെത്തഡോളജിക്കൽ പോർഷൻസ് ഇത് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ വായിച്ചതാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്കും വായിക്കാം. നമ്മളവിടെ ചെയ്യുന്നത്, നമ്മളവിടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഡാറ്റ 4500ഓളം പേഷ്യൻസിൻ്റെ ഡാറ്റ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഇടയ്ക്കൊന്ന് സാറിനെ പോലുള്ള ആൾക്കാർ വന്നിട്ട് എന്താ നടക്കുന്നത് എന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരിക്കലും അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ അല്ല,
എന്താ സംഭവിക്കുന്നത്, ഇത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ശ്രീശ്രീയുടെ പരിപാടിയാണോ ഇവിടെ നടക്കുന്നത് എന്ന് അറിയാനെങ്കിലും ആരെങ്കിലും അവിടെ വന്ന് ഒരു അവകാശവാദമില്ല. ഇത് ഞങ്ങൾ മുഴുവൻ മാറ്റുന്നില്ല, ഒരു അവകാശവാദമില്ല. പക്ഷേ എങ്ങനെയാണ് യോഗ അപ്രോച്ച് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് യോഗ അപ്രോച്ച് ഉണ്ടാക്കിയ ഒരു പ്രാക്ടീസ് ആണ് ചെയ്തു. ഇത് എൻ്റെ സ്ഥാപനത്തിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ, അങ്ങനെയും വിചാരിക്കരുത്. യോഗയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളൊരു സാധനം മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓഡിറ്ററി അങ്ങനെ കുറച്ച് സ്റ്റഡീസിൻ്റെ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റീസിൽ ചെയ്തിരിക്കുന്നത് യോഗ ബേസ്ഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം ഓൺ മെഡിറ്റേഷൻ സ്കോർ ആൻഡ് ലിപ്പിഡ് പ്രൊഫൈൽ ടൈപ്പ് 2 ഡയബറ്റീസ് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി എന്നാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞു ഈ ഡയബറ്റീസിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഒന്ന് എക്സസൈസിൻ്റെ എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ ചെയ്യാറുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് പേഷ്യൻസിന് എക്സസൈസ് ആയിട്ട് തന്നെ ചെയ്യാറുണ്ട്, അവയർനെസ് ഇല്ലാതെ തന്നെ ചെയ്യാറുണ്ട്. തോന്നിയിട്ടുള്ളത് ഒരു പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടി അഡ്വൈസ് ചെയ്തുകൊണ്ട് ഫുഡിനടക്കം പ്രാധാന്യം കൊടുത്തുകൊണ്ട് യോഗ എന്നുള്ളതിൻ്റെ ഒരു എലമെൻറ്റ് കൂടി അതിൽ ചേർത്തുകൊണ്ട് ഉള്ളൊരു സാധനം മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ യോഗ ചെയ്യുന്നതിലൂടെ മാത്രം അല്ല ഇത് ചെയ്യുന്നത്. ആയുർവേദ മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് നിങ്ങൾക്ക് എതിർക്കാൻ വേണമെങ്കിൽ എന്താ അങ്ങനെ യോഗയുടെ എഫക്റ്റ് എങ്ങനെയാണ് അതിൽ മനസ്സിലാവുക എന്നുള്ളത് അത് മനസ്സിലാവില്ല. കാരണം യോഗ മാത്രമായിട്ടല്ല ചെയ്യുന്നത്, കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, ഡയറ്ററി കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇത് രോഗിക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വിഷയം. എഫക്റ്റ് ഓഫ് യോഗ പ്രോഗ്രാം ഓൺ ഗ്ലൂക്കോസ് മെറ്റബോളിസം ആൻഡ് ഓക്കെ പോളിസിസ്റ്റിക് ഒവേറി ഡിസീസ്. ശരി ഓക്കെ. അപ്പം പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നത് വേണമെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലാവാം. ശരി.